സിംഗർ ആവാനോ ഒരു ലിറിസിസ്റ്റ് ആവാനോ ഒട്ടും പ്ലാൻ ചെയ്തിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. സിനിമ കാണുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതെങ്ങനെയാ അവതരിപ്പിക്കുന്നത്, ഇതെങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത്, എങ്ങനെയാ അഭിനയിക്കുന്നത്, ഇതൊക്കെ അത്ഭുതമായിരുന്നു. ടേണിംഗ് പോയിന്റ് കോളേജിൽ സംഭവിച്ചു എന്ന് പറയുന്നു. ചിന്തകളും സ്വപ്നങ്ങളും ഉണ്ട്, പക്ഷെ അതിനൊന്ന് ശുദ്ധിയുണ്ടോ എന്നുള്ള ഒരു അറിവ് പോലില്ല. ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഇത് ഏത് വഴിക്ക് പോയാൽ ഇവിടെ എത്തും എന്നുള്ള യാതൊരു ധാരണയില്ലാത്തൊരു പ്രായത്തിൽ കുറച്ച് പേര് കണ്ടുമുട്ടുകയാണ്. സിംഗർ ആവാനുള്ള പ്രധാന കാരണം സന്തോഷേട്ടൻ്റെ ലിറിക്സും അത് വായിക്കാറുള്ള രാജേശ്വരി. സോ ഞാനും കിച്ചും ഈ ഗോബൂസിലിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാണ്, എന്ത് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തായാലും ഇത് കഴിയട്ടെ, ബികോം കഴിയട്ടെ, കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അവൻ തോറ്റ് കിടക്കുകയാണ്, ഞാൻ തോറ്റിട്ടില്ല. ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയണം കേട്ടോ, പ്രത്യേകിച്ച് ഇത് ഹൈലൈറ്റ് ചെയ്ത് ഇന്നും അൽഫോൺസും ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. കളിക്കാൻ പോയത് ടെസ്റ്റാ, 2020 ആണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വീട്ടിൽ പോകാൻ പറ്റില്ല, കളിച്ചേ പറ്റൂ. ആ പരിശ്രമമാണ് അവിടെ എല്ലാവരും ആദിത്യപ്പെടും. ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷവും അതിനു മുമ്പും എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതും സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ചിന്ത നമ്മളെല്ലാവരും, അൽഫോൺസ്, കിച്ചു, സിജു, ഷർഫ്, ഗ്യാങ്ങിലുള്ള പലരും ആദ്യം ഇത് വീട്ടിൽ പറയാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ നമ്മളെ ആ പ്രായത്തിൽ. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിട്ടില്ല, ഇന്നേ വരെ വന്നിട്ടില്ല. ക്ലച്ച് പിടിക്കാന്നുള്ള ചിന്തയോട് വന്നിരുന്നെങ്കിൽ ഞാൻ ക്ലച്ച് പിടിച്ചേനെ. ഹൗ ടു എക്സ്പ്രസ് ത്രൂ ദാറ്റ് മീഡിയം മൈ ഐഡിയാസ്. മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ, അലിവോടൻ അരികത്തിന്നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ, ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ, രാഗങ്ങൾ, ഈണങ്ങളായി. Some people enter cinema through the front door. Some walk in quietly, carrying music, memories, and emotion. Today's guest is someone who became part of Kerala's youth culture without ever trying too hard. A voice, a face, a lyric, a vibe. From Pista to Malare, from laughter to longing, his work became the soundtrack of an entire generation. He is not just an actor, not just a lyricist, not just a singer. He is emotion in Malayalam pop culture. Ladies and gentlemen, this is Shine with Nalan and this is Shabarish Verma. Welcome Shabarish. Welcome to Shine with Nalan. താങ്ക് യു. താങ്കളെ എല്ലാവരും അറിയുന്നത് താങ്കളുടെ പാട്ടുകളിലൂടെ, ഡയലോഗുകളിലൂടെ, ക്യാരക്ടേഴ്സിലൂടെ, മീംസിലൂടെ. ബട്ട് ആക്ച്വലി ആരാണ് ശബരീഷ്? പറഞ്ഞ പോലെ എല്ലാം കൂടി ചേർന്ന ഒരിത്. മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളിലെ സാധാരണ അറിയപ്പെടുന്ന ചില കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. അതിൽ ഒരു അഡീഷണൽ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകളിലൂടെയും കൂടി അറിയുന്നു, എഴുതുന്ന പാട്ടുകളും പാടുന്ന പാട്ടുകളും കൂടി. സോ ഇതെല്ലാം കൂടി ചേർന്ന ഒരു അവിയലാണ് ഞാൻ എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. കോക്ടെയിൽ എന്നൊക്കെ പറയുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു പ്രീമിയം. നമ്മൾ മലയാളികൾക്ക് അവിയൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റിലേറ്റ് ആവുന്നു. കറക്റ്റാണ്. ഞാനങ്ങനെയുള്ള അവിയൽ, സാമ്പാർ, തേങ്ങാപ്പാൽ ഇതിലൊക്കെ വിശ്വസിക്കുന്നത്. തേങ്ങാപ്പാലാണെന്ന് താങ്കളെ നമ്മളിപ്പോൾ ട്രേഡ് മാർക്കാക്കി തന്നിരിക്കുകയാണ്. അതെ. ശബരീഷ്, നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് പോകാം. ശബരീഷിൻ്റെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു? ഞാൻ ജനിച്ചു വളർന്നത് വടക്കൻ പറവൂർ എന്ന് പറയും. എൻ്റെ സ്കൂളിംഗ് ഒക്കെ അത് എല്ലാം അവിടെ തന്നെ ആയിരുന്നു. സ്കൂളിലൊക്കെ പേര്? LKG മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ പൂട്ടി. അതെ, സ്കൂള് പൂട്ടി എന്ന് നമ്മൾ പറയും. അതിപ്പം യാഥാർത്ഥ്യം. അതെന്താ സംഭവം, അതിന്റെ പുറകിലെന്താ നടന്നതെന്ന് എനിക്കറിയില്ല. അത് ഹോളി ഇന്ത്യ. എനിക്ക് യാതൊരു ബന്ധമില്ല. 4ാം ക്ലാസ്സോടുകൂടി ബന്ധം വിട്ടു ആ സ്കൂളിന്. ഹോൾ ഇന്ത്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നാണ് അറിയുന്നത്. അതിൻ്റെ ഭാഗമായി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഓർക്കുന്നില്ല. എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അപ്പിയറൻസ് ആ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു. അത് ആ സ്റ്റേജ് ഷോ എനിക്കൊന്നും ഓർമ്മയുണ്ട്. അതിൽ ചില വരികളൊക്കെ ഇങ്ങനെ ഡാൻസ് ആയിരുന്നു, ചെറിയ ഓർമ്മ ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും ഏർലി സ്റ്റേജിലുള്ള വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ്. അപ്പോൾ അതിങ്ങനെ മറക്കാതെ കിടക്കുന്നു. അതായിരുന്നു ആദ്യത്തെ സ്കൂൾ. 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സമൂഹം ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു. 35 വർഷം ടീച്ചറായിട്ട് ആ സ്കൂളിൽ ജോലി ചെയ്ത് എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ചേട്ടനെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ പേര് സുലേഖ. അച്ഛൻ്റെ പേര് നന്ദനവർമ്മ എന്നാണ്. അച്ഛൻ മരിച്ചു, കഴിഞ്ഞ 2 വർഷം മുമ്പ് മരിച്ചു. അച്ഛനും ഒരു സോഷ്യൽ വർക്കറായിരുന്നു. അച്ഛൻ റെയിൽവേസിലായിരുന്നു ജോലി ചെയ്യുന്നത്. പിന്നെ VRS എടുത്ത് സോഷ്യൽ ഓർഗനൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തിരുന്നത്. അപ്പം
അവർ രണ്ടുപേരും നാട്ടിൽ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു. എനിക്കൊരു ചേട്ടന് ഉണ്ട്. ചേട്ടൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെക്കാളൊരു 7-8 വയസ്സ് വ്യത്യാസമുണ്ട് ചേട്ടന്. അപ്പം ഞാനൊരു 7ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ തന്നെ ചേട്ടൻ ഡിഗ്രി പഠിക്കാൻ പുറത്തേക്ക് പോയി. അവിടെ നിന്ന് കല്യാണം കഴിച്ച ചേട്ടൻ ചെന്നൈയിൽ സെറ്റിൽഡായി. സോ അപ്പം ഒരു ചെറിയ പ്രായം തൊട്ട് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു ലോകമായിരുന്നു. അതിന് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കും പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെയധികം അതിഭീകരമായി എക്സ്പോഷർ കിട്ടുകയും ഹെൽപ്പ് ചെയ്യുകയും പിന്നീടാണ് അതൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണത് എൻ്റെ ഒരു കരിയറിനെ അത് ഇമ്പാക്റ്റ് ചെയ്തതെന്നൊക്കെ. അതായത് കുട്ടിക്കാലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കുട്ടിക്കാലത്ത് അങ്ങനെ ഈ പറയുന്ന സ്റ്റേജ് പ്രോഗ്രാമിലെല്ലാം കവിത ചൊല്ലുവോ അതോ? അങ്ങനത്തെ മത്സരങ്ങൾക്കൊക്കെ കവിതാരചനാ മത്സരവും ഇതിനൊക്കെ പങ്കെടുക്കുമായിരുന്നു, നാടകങ്ങൾ. അതെല്ലാം അല്ലാണ്ട് എന്നെ ശരിക്കും ഇമ്പാക്റ്റ് ചെയ്തത് ഒന്ന്, ഇപ്പോൾ ഇത് എനിക്ക് എത്രത്തോളം കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ കൂടുതലും നമുക്ക് ഒഴിവ് സമയങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മളെപ്പോഴും ഒഴിവ് കിട്ടിയാൽ ഉടനെ മൊബൈലിൽ കുത്തി നമ്മൾ അത് വേറൊരു ലൈഫ് സ്റ്റൈൽ. ഈ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി വളരെ ആക്റ്റീവ് ആയിരുന്നു. ഒരുപാട് തരം കളികൾ കളിക്കുന്നു. അത് ഇന്നും ഉണ്ടാവാം. ഞാൻ അത് മെച്ചപ്പെട്ടതാണെന്നുള്ള തന്തവൈബ് കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ എക്സ്പോഷർ എന്തായിരുന്നു, എൻ്റെ അപ്പുറത്തെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഓരോ സ്ഥലങ്ങളിൽ പോവുകയും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുകയും പല ടൈപ്പുള്ള പല കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർ, പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് അറിയാൻ പറ്റി ശരിക്കും ചെറുപ്പത്തിൽ തന്നെ. എന്താണ് ആ സൊസൈറ്റിയിലുള്ള പല തട്ടുകളിലൂടെ സഞ്ചരിക്കാൻ ചെറു പ്രായത്തിൽ തന്നെ പറ്റി. അത് നമുക്കൊരു കാഴ്ച നമ്മൾ മാത്രമല്ല എന്നുള്ളതും, ഇത് ഇപ്പോൾ പല വ്യത്യസ്തരായിട്ടുള്ള ഒരു ആൾക്കാർക്കിടയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ എന്നുള്ളൊരു ഐഡിയ ചെറുപ്പത്തിൽ തന്നെ കിട്ടി. എൻ്റെ വീട്ടുകാർ അതിന് യാതൊരു വിധ ബന്ധനങ്ങളോ ഇതൊന്നും പ്രോത്സാഹനങ്ങളില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തലുണ്ടായിരുന്നില്ല. കാരണം എവിടെ പോയി അങ്ങനെ വലിയ ചോദ്യങ്ങളോ പറച്ചിലുകളോ ചെറുപ്പത്തിൽ തന്നെ ഒരു കയറഴിച്ച് വിട്ടാൽ മറ്റില്ലായിരുന്നു. എന്നാൽ കയറ് പൊട്ടിച്ച് ഞാൻ പോയിട്ടുമില്ല. അതെ, പ്രധാനമായിട്ടും ഞാനൊരു കൾട്ടിലാണ് ജനിച്ചു വളർന്നത്. അച്ഛൻ, അമ്മ ഇവരൊക്കെ സത്യസായി ബാബയുടെ ഡിവോട്ടീസ് ആയിരുന്നു. അപ്പോൾ സത്യസായി ഓർഗനൈസേഷനായി ബന്ധപ്പെട്ടായിരുന്നു അച്ഛൻ്റെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്. അത് പലതരം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പം മെഡിക്കൽ ക്യാമ്പുകളുണ്ടായിരുന്നു. പിന്നെ അവരുടെ നേതൃത്വത്തിലെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചകളിലും ഈ പറവൂരുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ TB വാർഡിൽ ഇഡ്ഡലി സാമ്പാർ വിതരണം. അപ്പോൾ അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ജയിൽ ഭജനകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആലുവ സബ് ജയിലിൽ പോയി ഭജനകൾ ചെയ്യുകയും അതിൽ ഈ ഭജന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു എനിക്ക്. കാരണം ആഴ്ചയിൽ തന്നെ ഒരു 3-4 ഹൗസ് ഭജൻസ്, പിന്നെ ഈ സത്യസായി സമിതിയിൽ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം നടക്കുന്ന റെഗുലറായിട്ട് നടക്കുന്ന ഭജനകളും, പിന്നെ വർഷത്തിലൊരിക്കൽ 24 hours ഗ്ലോബൽ ഭജന എന്ന് പറയും. 24 hours കണ്ടിന്യൂസ് ഭജന നിർത്താണ്ട് ആൾക്കാർ മാറി ഒന്ന് പാടും. അപ്പോൾ ഇതിലൊക്കെ ശക്തമായിട്ട് പങ്കെടുക്കുമായിരുന്നു. ഞാൻ പെർക്കഷൻ വായിക്കുന്ന മൃദംഗം പഠിച്ചതാണ്. അപ്പോൾ ഭജനയിലിരുന്ന് ഗിഞ്ചറ കൊട്ടി വായിക്കുക, ഡോലക്ക് കൊട്ടി വായിക്കുക, ഭജനകൾ പാടുക. ഇതെൻ്റെ ഒരു വോക്കൽ ട്രെയിനിങ് ആയി മാറി. പിന്നീട് നമ്മളറിയാണ്ട് തന്നെ നമ്മളൊരു സിംഗിങ് കോച്ചിങ് ഒന്നും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ പോയോ എന്ന് ചോദിച്ചാൽ പോയി എന്നാ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അങ്ങനെ ഞാൻ പാടുമല്ലോ, ഇനിയിപ്പോൾ എന്തിനാ എനിക്കൊരു പ്രത്യേകിച്ചൊരു ട്രെയിനിങ് ഉള്ള ചിന്തയായിരുന്നു അന്ന്. ഇന്നും പകുതിയാക്കാനൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന പോലെ പാടുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രത്തോളം പാടിയിട്ടുണ്ട്. അത് ഈ ഭജൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലാസിക്കലായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ചുമ്മാ ഭയങ്കര ഇമോഷണൽ ഫീലും കൂടെ ഉണ്ടല്ലോ. അതെ, അപ്പം അത് എങ്ങനെയാണ് റെൻഡറിങ് ഒക്കെ നമ്മൾ അറിയാണ്ട് തന്നെ, നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അത് പഠിച്ചു എന്നുള്ളതാണ്. പിന്നീട് ചിന്തിക്കുമ്പോഴാണ് സിനിമയിലൊക്കെ വന്നതിന് ശേഷം ഇതെങ്ങനെ, കാരണം ഒരു സിംഗർ ആവാനോ ഒരു ലിറിസിസ്റ്റ് ആവാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ചെറുപ്പം തൊട്ടേ ഒന്നുകിൽ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം, അഭിനയിക്കുക എന്നുള്ളതാണ്. ഏത് പ്രായം തൊട്ട്? ഒരു ഹൈസ്കൂൾ ആ ഒരു പ്രായം, 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ സമയം തൊട്ടേ ഉണ്ട്. അതെ. എന്തെങ്കിലും അത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു സിനിമ ഒരു രസമുള്ളതായിരുന്നു. സിനിമ കാണുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, ഇതെങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത്, എങ്ങനെ ഒരു കഥാപാത്രത്തിനെ നമ്മൾ എങ്ങനെയാണ് അഭിനയിക്കുന്നത്, ഇതൊക്കെ അത്ഭുതമായിരുന്നു. ലാലേട്ടൻ, മമ്മൂക്ക തുടങ്ങിയിട്ടുള്ള മലയാളത്തിലെ നമ്മൾ അപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും എടുത്തു നോക്കാം. ജഗതി ചേട്ടൻ, കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ. പിന്നെ അന്ന് എൻ്റെ കുട്ടിക്കാലത്തെ താരങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ പീക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ സ്കൂൾ നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്കൊക്കെ പോകുന്ന പ്രായത്തിലൊക്കെ ദിലീപേട്ടൻ്റെ സ്റ്റാർട്ടത്തിൻ്റെ സമയമായിരുന്നു. മീശമാധവൻ, കല്യാണം തുടങ്ങിയിട്ടുള്ള ഇത്. ഇപ്പോഴത്തെ തമിഴിലാണെന്നുണ്ടെങ്കിൽ വിജയ് സ്റ്റാറായി വരുന്നൊരു സമയമായിരുന്നു. ഹിന്ദിയിലാണെങ്കിൽ ഷാറൂഖ് ഖാൻ. അന്ന് ബോളിവുഡ് എന്ന് പറഞ്ഞൊരു മാജിക് ഉള്ള സമയമാണല്ലോ. ഇന്നതില്ലല്ലോ. ബാസീഗർ, പിന്നെ ഋതിക് റോഷന്റെ ബിഗിനിങ്, പിന്നെ ഗുപ്ത്, മറ്റേ ഇദ്ദേഹത്തിന്റെ ബോബി ഡിയോളിന്റെ ആ ഒരു കാലഘട്ടം ഒക്കെയാണ് സ്കൂൾ സമയത്ത്. ഇതും പിന്നെ അടുത്ത പാഷൻ ക്രിക്കറ്റ് ആയിരുന്നു.
സച്ചിൻ്റെ കാലഘട്ടമാണ്. 90s എന്ന് പറയുമ്പോൾ അങ്ങ് ക്രിക്കറ്റർ ആവണം എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു A ഡിവിഷൻ ക്ലബ്ബിൽ കളിച്ചിട്ടുണ്ട്. ഒരുപാട് കളിച്ചിട്ടില്ല, കാരണം ഇത് കാണുന്ന ആൾക്കാർ ഇടാ അതുകൊണ്ട്. ബൗളറാണോ അതോ ബാറ്റ്സ്മാൻ ആണോ? ഞാൻ ബോളറായിരുന്നു. അതെ, ഇപ്പം CCL ഒക്കെ കളിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ടീമിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മെയിൻ കളിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു പാഷൻ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നിലൊന്ന് ചെയ്യണം എന്നുള്ളതായിരുന്നു. ക്ലച്ച് പിടിക്കുക എന്നുള്ള ചിന്തയൊന്നും ഒന്നുമില്ല. അതെ, ഇന്നും അത് ക്ലച്ച് പിടിക്കുക എന്നുള്ളതല്ല, പക്ഷേ എങ്ങനെയാണ് ആസ് എ ടോട്ടാലിറ്റി അതിനെ നമ്മൾ ഗ്രാസ്പ് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നും അന്നും ചിന്തിച്ചിട്ടുള്ളത്. ക്ലച്ച് പിടിക്കുക എന്നുള്ള ചിന്തയോട് വന്നിരുന്നെങ്കിൽ ഞാൻ ക്ലച്ച് പിടിച്ചേനെ ശരിക്കും പറഞ്ഞു ഞാൻ. അതെ, ഇതല്ല ഹൗ ടു എക്സ്പ്രസ് ത്രൂ ദാറ്റ് മീഡിയം മൈ ഐഡിയാസ് എന്നുള്ള. ഗോഡ്ഫാദേഴ്സ് ഒന്നുമില്ല അങ്ങനെ ആരും എടുത്ത്. ഇവരെയൊക്കെ തന്നെ നമുക്ക് ഒരു ഏകലവ്യനെ പോലെ ഞാൻ കരുതുകയാണെങ്കിൽ ഇവരൊക്കെ ദ്രോണാചാര്യന്മാർ എന്നുള്ള രീതിയിലുള്ള അവരുടെ വർക്കുകളാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹൗ ദേ ആർ അച്ചീവിങ്. മനസ്സിലായി. അങ്ങനെ ഹൈസ്കൂളിൽ ഇത് ഇൻസ്പയർ ആവുന്നു, കോളേജിലേക്ക് എത്തുന്നു. അതാണ് അടുത്തൊരു വഴിത്തിരി, വലിയൊരു വഴിത്തിരി. അതിൻ്റെ ഇടയിൽ ഹൈസ്കൂൾ +2 വേറെ ഇതുണ്ടായിരുന്നു, +1 +2. അത് പറവൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളാണ്. ഹൈസ്കൂളാണ് ബോയ്സ്, മറ്റത് കോയഡാണ്. ഇത് +1 +2 അവിടെയാണ് പഠിച്ചത്. അതായത് ഞാൻ പഠിക്കുമ്പോൾ 100 വർഷം തികഞ്ഞു ആ കോളേജ്. എൻ്റെ അമ്മയുടെ അച്ഛൻ പഠിച്ചതാണ് ആ സ്കൂളിൽ. അപ്പോൾ Q വരെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ ഡിവിഷൻ. അതായത് ABCDFGHIJK അത്രയും കുട്ടികൾ പഠിച്ചതാണ്. ഇന്ന് കുറച്ച് പേരേ ഉള്ളൂ, കാരണം ഒരുപാട് സ്കൂളുകളൊക്കെ വന്നു അതിൻ്റെ ചുറ്റുമായിട്ട്. അവിടെയാണ് +1 +2 കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വലിയൊരു വഴിത്തിരിവ് ജീവിതത്തിലെ എന്ന് പറയുന്നത് എൻ്റെ കോളേജ് ലൈഫായിരുന്നു. 3 വർഷം BCom ആണ് പഠിച്ചത്. സ്കൂളിൽ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞു, ഹൈസ്കൂളിൽ എന്തോ ഒരു വഴിത്തിരിവ് ഉണ്ടായിരുന്നു നേരത്തെ. ഹൈസ്കൂളിൽ മൊത്തത്തിലുള്ള ലൈഫാണ്, അല്ലാണ്ട് കലാപരമായ ഒരു വഴിത്തിരിവ്. കലാപരമായ വഴിത്തിരിവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ എക്സ്പോഷർ ആയിരുന്നു. ഉണ്ടായിരുന്നു. അതെ അതെ. ഈ സ്കൂളിൽ പഠിക്കുമ്പം നമുക്ക് കലോത്സവങ്ങളൊക്കെ ഉണ്ട്. കലോത്സവം അതിലൊക്കെ പങ്കെടുക്കാം. പിന്നെ കലോത്സവങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ സംസ്കൃതോത്സവം, വന്ദേമാതരം കോമ്പറ്റീഷൻ അതിലൊക്കെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട്. ഞാൻ മൃദംഗത്തിൻ്റെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, നാടകം പങ്കെടുത്തിട്ടുണ്ട്. അല്ല, ഒരു കലോത്സവം വേദി എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തമായ ആവേശമായിരുന്നു. അവിടെ പോവുക, അവിടെ മത്സരിക്കുക എന്നുള്ളതല്ല, ആ ആംബിയൻസ് എൻജോയ് ചെയ്യുക. ഞാനിപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് വെയ്റ്റ് ലിഫ്റ്റിങ്ങുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരം വരുന്നു. അന്നത്തെ ഫിസിക്കൽ ട്രെയിനർ അതിലേക്കൂടെ നടന്നു പോകുന്നു, എന്നെ കാണുന്നു, ഡേവാഡേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആകുന്നു. അതെ, ഞാൻ നടന്നു പോയപ്പോൾ സംഭവിച്ച കാര്യമാണ്. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ മാസ്മരികമായി, കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും ഒരു മാഷ് ഇല്ല ഏതെങ്കിലും ഒരു ടീച്ചർ നമ്മളെ പിറകെ കാണും. കാരണം അവർ എന്തിനാണിത് ചെയ്തതെന്ന് നമുക്കറിയില്ല, പക്ഷേ അവരെപ്പോഴും നമ്മളെ ഷാഡോ ചെയ്ത് മോനെ മത്സരം വരുന്നുണ്ട്, നീ അത് പഠിക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്ത്, ഒന്നെങ്കിൽ അച്ഛനായിരിക്കാം, ഇല്ലേ അമ്മയായിരിക്കാം, ഇല്ലേ ഒരു മാഷായിരിക്കാം, ഇല്ലേ ഒരു ടീച്ചറായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഗുരുതുല്യരായിട്ട് അങ്ങനെ ആരുമില്ല. ഇല്ല. കാരണം അതാണ് ഒരു ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിന്റ് കോളേജിൽ സംഭവിച്ചു എന്ന് പറയുന്നത്. അതും ഒരു മാഷോ അങ്ങനെയൊന്നുമില്ല. ഇതേപോലെ ഒരു ലക്കും ലഗാനും ഇല്ലാണ്ട് ചിന്തകളും സ്വപ്നങ്ങളും ഉണ്ട്, പക്ഷെ അതിനൊന്ന് ശുദ്ധിയുണ്ടോ എന്നുള്ള ഒരു അറിവ് പോലില്ല. ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഇത് ഏത് വഴിക്ക് പോയാൽ ഇവിടെ എത്തും എന്നുള്ള യാതൊരു ധാരണയില്ലാത്തൊരു പ്രായത്തിൽ കുറച്ച് പേര് കണ്ടുമുട്ടുകയാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ കോളേജിൽ ഞാൻ MES കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ നമുക്കൊരു വേറൊരു ഇത് കിട്ടിയെന്ന് വെച്ചാൽ ഈ +1 +2 കലാപരമായിട്ടുള്ള ഇതൊക്കെ കുറവായിരുന്നു. കാരണം അങ്ങനത്തെ സൗഹൃദവും അങ്ങനത്തെ ഇതും കുറവായിരുന്നു. +1 +2 വന്നപ്പോൾ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവരിൽ ശക്തമായിട്ട് കായികം, കല, ക്ലാസ്സിലിരിക്കാൻ താല്പര്യമേ ഇല്ലാത്ത ഒരു കൂട്ടം വ്യക്തികൾ, ഒരു കൂട്ടം ബഹുഭൂരിപക്ഷം പേരും. അപ്പം പക്ഷേ അവർ നല്ല സ്പോർട്സ്മെൻ ആണ്, നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ പിന്നെയും എനിക്കൊരു ഇൻസ്പിറേഷനായി. കൊള്ളാം, നമുക്ക് എന്താ ക്ലാസ് കട്ട് ചെയ്യുന്നതിനൊരു ഇത് വേണമല്ലോ. ഇത് പറഞ്ഞാൽ കട്ട് ചെയ്താൽ ഇത് കലോത്സവമാണ്, നാടകം പ്രാക്ടീസ് ചെയ്യണം, ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എൻ്റേതായിട്ട് സ്വന്തമായിട്ടുള്ള ഐറ്റമൊക്കെ ഞാൻ ഇറക്കിയതാണ്. ചെറുപ്പത്തിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ചെറുപ്പത്തിൽ അച്ഛൻ റൈറ്ററായിരുന്നു. അപ്പോൾ അച്ഛൻ പലതും എഴുതി തരും. ചില വേദികളിൽ ഞാൻ പറഞ്ഞില്ലേ, സത്യസായി ഓർഗനൈസേഷൻ്റെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് കഥാപ്രസംഗം. അപ്പോൾ ഇത് കഥാപ്രസംഗം എനിക്ക് ഭയങ്കര രസമുള്ള സാധനം. കാരണം ഒരു അഭിനയം ഉണ്ട് അതിൻ്റെ അകത്ത്, ഒരു പാട്ടുണ്ട്, പല എക്സ്പ്രഷൻസ് ചേർന്നു. പിന്നെ ആ സമയത്ത് കഥാപ്രസംഗത്തിൻ്റെ ഒരു ബൂം നിൽക്കുന്ന സമയമാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വളരെ സുപ്രസിദ്ധ ഒരു കാഥികൻ ഉണ്ടായിരുന്നു, കെടാമംഗലം സദാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് ആ ഒരു കലയും നമ്മൾ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള കഥാപ്രസംഗം എഴുതി ഇറക്കുക എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ കോളേജ് തലത്തിലുണ്ടായിരുന്നു. ഡാൻസിന് പങ്കെടുക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്, എൻ്റെ ഒപ്പം അന്നോട്ട് ഇന്ന് വരെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ആളാണ് കിച്ചു കൃഷ്ണശങ്കർ എന്ന് പറയും. അതായത് പ്രേമത്തിലെ കോയ എന്നുള്ള ക്യാരക്ടറിനെ അവതരിപ്പിച്ച അവൻ. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്, BCom ആണ്. ഞങ്ങൾ ഇതേപോലെ ഈ ഡാൻസ് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുക. അപ്പോൾ ഞങ്ങൾ ഒരു വർഷം സീനിയറാണ്. BCAക്ക് പഠിക്കുന്നതായിരുന്നു അൽഫോൺസ്.
അപ്പോൾ അൽഫോൺസ് നമ്മുടെ ഈ ഡാൻസും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളെ ഒന്ന് പരിചയപ്പെട്ട് കൊള്ളാം, നമുക്ക് ഒരുമിച്ച്. അപ്പോൾ ഈ ഇത് മറ്റേ ആർട്സ് ഡേ, കോളേജ് ഡേ രണ്ടും വ്യത്യാസമുണ്ട്. കോളേജ് ഡേക്ക് അങ്ങനെ ഇതൊന്നുമില്ല, ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ഒരുമിച്ച് പിള്ളേർക്ക് ഒരുമിച്ച് പ്രോഗ്രാംസ് അവതരിപ്പിക്കാം. അപ്പം അങ്ങനെ അടുത്ത ഈ കോളേജ് ഡേക്ക് നമുക്ക് ഒരുമിച്ച് ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. അൽഫോൺസ് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ. പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്ത അടുത്ത കോളേജ്. പിന്നെ അൽഫോൺസിന്റെ വീട്ടിലോ അല്ലെങ്കിൽ കിച്ചുവിന്റെ വീട്ടിലോ ഡാൻസറും കൂടെ. അതെ പിന്നെ കൊറിയോഗ്രാഫിയൊക്കെ നമ്മൾ തന്നെയാണ്. നമ്മൾ സിനിമ ഓരോ സിനിമകളും സിനിമാ പാട്ടിരുന്ന് കാണും, ആ സ്റ്റെപ്പ് എടുത്ത് ഇതിനൊപ്പം ചേരും. അങ്ങനെയാണ് നമ്മൾ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്യുന്നത്. എല്ലാം അപ്പന ഇതാണ്. പാട്ടെന്നൊക്കെ ഓർക്കുന്നുണ്ടോ? ആ ഉണ്ട്. ഷൂമാക്കർ, ഇത് എന്തായിരുന്നു മറ്റേ ക്രേസി ഫ്രോഗ്, ഏക് ദോ തീൻ, അതായിരുന്നു അൽഫോൺസിന്റെ ഇത് ചെയ്തിരുന്നത്. അതെ ഏക് ദോ തീൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷേ അൾട്ടിമേറ്റ്ലി സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിൽ വന്നപ്പോൾ ഞാനും വേറെ 2 കൂട്ടുകാരും ഉണ്ടായിരുന്നുള്ളൂ. അൽഫോൺസിനും പങ്കെടുക്കാൻ പറ്റിയില്ല, കിച്ചുവിനും പങ്കെടുക്കാൻ പറ്റിയില്ല. അൽഫോൺസിന് ഒരു അസുഖമൊക്കെ ആയിട്ട് അവന് പങ്കെടുക്കാൻ പറ്റിയില്ല, കിച്ചുവിനും പങ്കെടുക്കാൻ പറ്റില്ല. അവന് ചിരട്ട തെറ്റുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. കറക്റ്റ് ഇതിൻ്റെ ഇടയിൽ ചിരട്ട തെറ്റുമ്പോൾ അവന് വരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇത് അപ്പിയർ ചെയ്തു. പക്ഷെ അന്ന് തൊട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചർച്ചാ മേറ്റ്സായി മാറുകയായിരുന്നു ഞാൻ, കിച്ചു, അൽഫോൺസ്. ഞാൻ ചോദിക്കുന്നത് ഒരു നേച്ചർ സ്കോളായിരുന്നു ഈ അൽഫോൺസിന്റെ എൻട്രി നിങ്ങളുടെ ലൈഫിലേക്ക്. കാരണം നിങ്ങളിങ്ങനെ പരിപാടിയൊക്കെ നടത്തുന്നു, അൽഫോൺസ് ശ്രദ്ധിക്കുന്നു, ഒരു ഹലോ പറഞ്ഞു വരുന്നു, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ആയിരുന്നോ അതോ? ഇത് വളരെ എങ്ങനെയാണ് ഒരു സൗഹൃദം ഒരു കോളേജിലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അങ്ങനെ ഉണ്ടായ ഒരു സൗഹൃദമാണ്. ആരും അങ്ങോട്ട് കണക്ട് ചെയ്ത ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആയിരുന്നു. അതെ, കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറവൂരും ആലുവ എന്ന് പറയുന്നത് ഒരു 10-15 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ കിടക്കുന്നതാണ്. ഞാൻ +2 പഠിക്കുമ്പോൾ തൊട്ട് അൽഫോൺസ് കൂടെ ഉണ്ടോ? ഇല്ല അൽഫോൺസ് പക്ഷെ പറവൂരിൽ വേറൊരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അന്ന് പരിചയമൊന്നുമില്ല എനിക്ക്. ഇപ്പം ഞാൻ +2 പഠിക്കുമ്പം ഈ പല ആലുവയിൽ നിന്ന് വന്ന് പഠിക്കുന്ന പല കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ മ്യൂച്വൽ ഫ്രണ്ട്സാണ്, പിന്നീട് അറിയുന്നതാണ്. ഒരു മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഈ കിച്ചുവിനും അൽഫോൺസിനൊക്കെ ആലുവക്കാരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. അവർ തമ്മിലൊക്കെ അറിയാമെന്ന് കണ്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്തെ ആളാണെന്നൊക്കെ ഉള്ളത് അറിയാം എന്നല്ലാണ്ട്. അപ്പം ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഞങ്ങൾ ഓക്കെ ഇതിൻ്റെ ചർച്ചകൾ, പലതരം ചർച്ചകൾ ഇരിക്കുന്നു. പ്രധാനമായിട്ട് ആലുവയിൽ ഗോബൂസ് എന്ന് പറഞ്ഞൊരു കൂൾ ബാർ ഇന്നും ഉണ്ട്, ആലുവ പാലസിൻ്റെ തൊട്ടിപ്പുറത്തുള്ള. അതായിരുന്നു നമ്മുടെ കേന്ദ്രം. അവിടെ വന്നിരിക്കുക, അവിടെ വന്നിരുന്ന് ചായ കാപ്പി കുടിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇന്നതൊന്നുമില്ല. പക്ഷേ അതിലെ പ്രധാന ഒരു ചർച്ചാ വിഷയം നമ്മളറിയാണ്ട് വന്നിരുന്നത് സിനിമ ആയിരുന്നു. അങ്ങനെ അൽഫോൺസ് പഠിച്ചിറങ്ങി. അവൻ 1 വർഷം സീനിയർ ആയിരുന്നല്ലോ. അവൻ പഠിച്ചു. ഞങ്ങൾ ഫൈനൽ ഇയർ ആയി കഴിഞ്ഞ് ഇതേപോലെ. അപ്പോഴേക്കും നമ്മൾക്ക് ഈ സിനിമ എന്നുള്ളത് മൂത്തു തുടങ്ങി. എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇപ്പം ചെയ്യുക? ആകപ്പാടെ അവിടെ ആലുവയിൽ പരിചയമില്ല. ദിലീപ് ഏട്ടനുണ്ട്, ദിലീപ് ഏട്ടൻ പരിചയമൊന്നുമില്ല. പിന്നെ പരിചയമുള്ള ഒരു സിനിമാക്കാരൻ എന്ന് പറഞ്ഞാൽ ജോർജ് ഏട്ടൻ എന്ന് പറയും, ജോർജ് സാന്റിയാഗോ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രൊഡ്യൂസറൊക്കെയാണ്. അദ്ദേഹം ബ്ലസ്സി സാറിൻ്റെ അസോസിയേറ്റൊക്കെ ആയിരുന്നു, തന്മാത്ര കാഴ്ചയിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ അറിയാം എന്നല്ലാണ്ട്. എങ്ങനെ അറിയാം? ആലുവക്കാരായതുകൊണ്ട് അവർക്കറിയാം. അതുവഴി ഞാനും പരിചയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉള്ളൂ. നമുക്ക് എങ്ങനെ ചെയ്യാം. വ്യക്തിപരമായ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ച. അങ്ങനെ ഒരു ദിവസം ഞാനും കിച്ചുവും ഈ ഗോബൂസിലിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യാണ്, എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തായാലും ഇത് കഴിയട്ടെ, ബികോം കഴിയട്ടെ, കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അവൻ തോറ്റ് കിടക്കുകയാണ്, ഞാൻ തോറ്റിട്ടില്ല. ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയണം കേട്ടോ, പ്രത്യേകിച്ച് ഇത് ഹൈലൈറ്റ് ചെയ്ത്. ഇന്നും അൽഫോൺസും ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാണ്. കിടക്കുകയാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾ അവരുടെ, അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം, അത് ഞാൻ നോ കമൻസ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ യാതൊരു ഐഡിയ ഇല്ല അവർക്ക്, എന്താ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് തന്നെ അവർക്ക് അറിഞ്ഞൂടാ, എനിക്ക് തന്നെ അറിഞ്ഞൂടാന്നുള്ളത്. പക്ഷേ ഇത് തീവ്രമായ ഒരു ആഗ്രഹം വരാൻ തുടങ്ങി സിനിമ എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇത് ഇങ്ങനെ സംസാരിച്ച് ചായം കാപ്പിയെ കുടിച്ചിട്ട് ഓക്കെ ശരി എന്നാൽ പോകാം, പിരിയാം നമുക്കെന്നും പറഞ്ഞിട്ട് ഞാൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് പോകും. അവിടുന്ന് ബസ്സിലാണ് വീട്ടിലേക്ക് പോകുന്നു. കിച്ചു അവൻ്റെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള ദൂരം നടന്നു പോവുകയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പിരിയുന്ന വഴിക്ക് പെട്ടെന്ന് അൽഫോൺസ് അവൻ്റെ ബൈക്കിൽ, അവൻ്റെ പഴയ സ്പ്ലെൻഡറിൽ വന്നിട്ട്, എടാ ഒരു കാര്യം പറയേണ്ട, അത്യാവശ്യമായിട്ട് വേഗം പാന്ന് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ പിന്നെയും ആ ഗോപിസ് ചെന്നിരുന്ന് കാപ്പി പറഞ്ഞിട്ടേ അൽഫോൺസ് ഒരു ഐഡിയ പറഞ്ഞു, എടാ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്താലോ. പറഞ്ഞാൽ കൊള്ളാം, ഐഡിയ കൊള്ളാം, നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുള്ളൂ, കൊള്ളാം, ഒരു കഥ വേണം. പിന്നെയുള്ള ദിവസങ്ങളിൽ ആലുവ പുഴയുടെ തീരത്ത് ഞങ്ങൾ തലങ്ങും വിലങ്ങുരുന്ന് കഥ ആലോചിക്കുന്നു. ഒരു പുസ്തകം മേടിച്ചു, മഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ കളിയാക്കാറുള്ള ഒരു മഞ്ഞ ഇതുള്ള പുസ്തകം. ഞാനാണ് തിരക്കഥാകൃത്ത്, ഞാനാണ് നായകൻ. ഇതൊക്കെ ഞാൻ തന്നെ ഏറ്റെടുത്തു. നീ ഡയറക്റ്റ് ചെയ്തോ, അൽഫോൺസിൻ്റെ അടുത്ത് പറയുന്നു. കിച്ചു അഭിനയിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പം അതിൻ്റെ ഒരു പലതരം കഥകൾ നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പം ഹൊറർ ആവണം, പല ഇത് അവസാനം നമ്മളൊരു കഥയിലേക്ക് എത്തി. ഈ കഥ നമ്മൾക്ക് എല്ലാവർക്കും തൃപ്തിയായി. അപ്പം ഈ പോകുന്നവർ നമ്മൾ 3 പേരും മാത്രമല്ലേ
കടയിലിരിക്കുന്നത്. ഇത് രാവിലെ ഈ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിസരം, പുഴ, ഇവിടെയൊക്കെ തന്നെ വൈകുന്നേരം വീട്ടിൽ പോകുള്ളൂ ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ. ഇവിടെ വരുന്ന വേറെ നമ്മുടെ നാട്ടിലെ വേറെ ആൾക്കാർ, നമ്മളെ അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് നിനക്കൊക്കെ എന്തെങ്കിലും പണിക്ക് പോയിക്കോളൂ. അതായത് എന്ത് കാര്യം ഇങ്ങനെ നമ്മളെ കളിയാക്കും. ആ കളിയാക്കൽ കൂടുമ്പോഴാണ് നമുക്ക് ഇവിടെ ഇരിക്കണ്ട, നമുക്കിനി അപ്പുറത്തേക്ക് മാറിയിരിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിങ്ങനെ അവിടെ ഇരുന്ന് ഫുള്ള് ചർച്ച അങ്ങനെ ഒരു കഥയിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് തൃപ്തിയായി, നമുക്ക് ഷൂട്ട് തുടങ്ങാം പറഞ്ഞാൽ അൽഫോൺസ് എവിടെ നിന്നൊക്കെയോ വാടകയ്ക്ക് ഒരു ക്യാമറയൊക്കെ മേടിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ. അപ്പോൾ അവിടുന്ന് പല ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികളുണ്ട് ഈ MES കോളേജിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവർ പലരും മിക്കവാറും ചില ആൾക്കാർ അവിടുന്ന് ഇന്ന് ബോയ്സ് ഹോസ്റ്റലുണ്ട്, അന്ന് ബോയ്സ് ഹോസ്റ്റലില്ലായിരുന്നു കോളേജിൻ്റെ വക. കോളേജിൻ്റെ അകത്തൊരു ഗേൾസ് ഹോസ്റ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒരു വീടെടുക്കുന്നു, കുറച്ച് കൂട്ടുകാരായിട്ടൊരു വീടെടുത്ത് അങ്ങനെ താമസിക്കില്ലായിരുന്നു പതിവ്. അങ്ങനെ നമ്മുടെ കുറച്ച് കൂട്ടുകാർ താമസിക്കുന്ന ഒരു വീട് നമ്മൾ എടുത്ത് അവിടെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു 4-5 പേരുണ്ട് ആക്ടേഴ്സായിട്ട്. ഞാനും ആക്ടറാണ്, അൽഫോൺസ് ഡയറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ 2 പേര് അസിസ്റ്റൻസ് ആയിട്ടൊക്കെ നിൽക്കുന്നു. അങ്ങനെ ആദ്യത്തെ ഇത് തുടങ്ങുകയാണ്. പ്രൊഡ്യൂസറുണ്ടോ? നമ്മളൊക്കെ തന്നെയാണ് പ്രൊഡക്ഷൻ. അപ്പോൾ അത് തുടങ്ങി, അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് തീർക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞ് ക്യാമറയുടെ ആൾ വന്നിട്ട് അത് ക്യാമറയും കൊണ്ട് പോയി. ആ ഫുട്ടേജ് ഇപ്പോഴും അൽഫോൺസ് എടുത്തിരിപ്പുണ്ട്. എൻ്റെ ഒരു 40 ടേക്ക് പോയ ഷോട്ട് ഉണ്ട്. ഇപ്പോഴും ഇത് ഓക്കെ ആയിട്ടില്ല എന്ന് പറയുന്നത്. നീ വലിയ കളിച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തു വിടുന്നുള്ള ഭീഷണി ഇപ്പോഴും നിലവിലുള്ളതുകൊണ്ട് 40 ടേക്ക്. അതെ, അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സപ്ലിയുടെ കേസിൽ നിന്ന് വേണമെങ്കിൽ അൽഫോൺസിനെ ഒഴിവാക്കാം. ഇനിയിപ്പോൾ ആ ദേഷ്യത്തിൽ 40 ടേക്കൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പറയാൻ തുടങ്ങി, എടാ ഇങ്ങനെ പറയടാ. അത്ര വളരെ ദാരുണമായിട്ടുള്ളതാണ്, ടെററായിരുന്നു. അങ്ങനെ അത് മുഴുവൻ കോമഡിയായിരുന്നു. പുറത്തുനിന്ന് ആണെന്നവർക്കൊരു കോമഡിയാണ്, നമ്മൾ ഉദ്ദേശിച്ചതല്ല. അതിൻ്റെ ഒരു 1 ലൈൻ എന്തായിരുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 4 പിള്ളേർ ഇതേപോലെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നു, കോളേജിൽ പഠിക്കുന്ന, യാതൊരു ഉദ്ദേശമില്ലാണ്ട് ഇങ്ങനെ അലമ്പ് കടന്ന് ഒരു ഇതിലേക്ക് ഒരുപാട് സപ്ലികളും ഇതൊക്കെ നടക്കുന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ രാത്രി ഒരാൾ വന്ന് അവരുടെ വാതിലും മുട്ടിയിട്ട് പറയണം, എൻ്റെ പേര് വാസു എന്നാണ്, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ്, അപ്പോൾ ബസ് ഇനി ഇല്ല, അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവിടെ രാത്രി നിന്നോട്ടെ, രാവിലത്തെ ബസ് ഞാൻ പോയിക്കോളാം. ഇതിനാണ് ഞാൻ 40 ടേക്ക് എടുത്തത് കേട്ടോ. ഇതാണ് എൻ്റെ ഡയലോഗ്. 40 ടേക്ക് പോയത് ഒരൊറ്റ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിൽ. എന്നിട്ട് ആ വാസുവാണ് ഞാൻ. വാസു അവിടെ കയറി താമസിക്കുന്നു. എന്നിട്ട് പതുക്കെ ഇവരെ ഇമ്പാക്റ്റ് ചെയ്ത് ഇവരെ നല്ലൊരു രീതിയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ദിവസം വാസുവിനെ കാണാണ്ടാവുന്നു. അപ്പോൾ ഇവർ ഒരു എന്തോ ഫുഡ് പൊതിഞ്ഞുകൊണ്ട് വന്ന പേപ്പറിൽ നോക്കുമ്പോൾ ഇത്രയും ചരമദിനം വാസുവിൻ്റെ ഫോട്ടോ കൊണ്ട് ഇവർ ഞെട്ടുന്നിടത്താണ് ഇത് നിൽക്കുന്നത്. അതായിരുന്നു അന്നത്തേത്. അപ്പം അവിടെ വരെ എത്താൻ പറ്റിയില്ല നമുക്ക്. അതിന് മുമ്പ് ക്യാമറ പോയി. പിന്നെ ഞങ്ങൾക്ക് ഫൈനൽ എക്സാമിനേഷനൊക്കെ ആയി. പിന്നെ അതിൻ്റെ തിരക്കൊക്കെ ആയി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ പരിപാടി അവിടെ വെച്ച് നിന്നു. ഒരു 1/4 വഴിയിൽ നിന്നു, പാതി വഴി പോലും ആയില്ല. പക്ഷെ ഒരുപാട് ഫുട്ടേജ് ഇരിപ്പുണ്ട് അൽഫോൺസിൻ്റെ കയ്യിൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ ചർച്ച പാരലി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പഠിച്ചിറങ്ങി. അപ്പോൾ അൽഫോൺസ് ഒരു ഐഡിയ ആയിട്ട് വരണം, നമുക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻട്രൻസ് എക്സാം തിരുവനന്തപുരത്തൊരു കോളേജിലാണ്, കോളേജിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങോട്ടേക്ക് പോവുകയാണ് എൻട്രൻസ് എക്സാമിന്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തു. ഇത് പോകുന്ന ഞാനും അൽഫോൺസും പരീക്ഷ എഴുതുന്നില്ലെങ്കിലും ഞങ്ങളൊപ്പം ഒരു സഹയാത്രികരായിട്ട് കിച്ചുവുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി അവിടെ ചെന്നു. പിറ്റേ ദിവസം എക്സാം. ചോദ്യങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് ഇതെന്താണ്, അപ്പോൾ ആദ്യമായിട്ടാണ് സിലൗട്ട് എന്നുള്ള ഇത് എങ്ങനെ പറയണ്ടേ, ഇത് എങ്ങനെ വായിക്കണ്ടേ. പിന്നെ ഒരു ചോദ്യങ്ങൾ ഇങ്ങനത്തേക്കായിരുന്നു. ഒരു ഫോട്ടോ വന്നിട്ട് ഇത് ഏത് സമയമാണെന്ന് പറയുക. ഞാനും അൽഫോൺസ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി, ഇതിപ്പോൾ എന്തെഴുതും, അതായത് പരിചയമുള്ള ഒരു ചോദ്യവും ഇല്ല. നമുക്ക് ഒരു മിനിമം ധാരണയെങ്കിലും ഉണ്ടെങ്കിലേ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലായി. പക്ഷേ അടിസ്ഥാനപരമായിട്ട് യാതൊരു വിദ്യാഭ്യാസമോ അറിവോ അതിനെക്കുറിച്ചുള്ള ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. സത്യം തിരിച്ചറിയുക വളരെ ശക്തമായി മുഖത്തടിച്ച പോലെ തിരിച്ചറിഞ്ഞു നമ്മൾ. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അറിഞ്ഞൂടാ. കാരണം ഇറങ്ങിയപ്പോൾ പിന്നെ റിസൾട്ട് നമുക്ക് അറിയാം, എന്തായാലും മനസ്സിലായി. ഇനിയിപ്പോൾ കാരണം എഴുതിയതിനല്ലേ അവർക്ക് മാർക്കിടാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല എന്നുള്ളത് മനസ്സിലായി. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞു അതിൻ്റെ ഓക്കെ ഇതൊക്കെയാണെന്നല്ലോ, നമുക്കിനി അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ട്രൈ ചെയ്യാം. അൽഫോൺസ് അടുത്ത ഐഡിയ ആയിട്ട് വരികയാണ്. അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞൂടാ, പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു. 30 സീറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 29 തമിഴ് ഇത് ഒറിജിൻ അവർക്കായിരിക്കും, ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ടാവുക. അങ്ങനെയാണ്. അപ്പോൾ അതിലും പ്രത്യേകിച്ച് പ്രതീക്ഷയില്ല. അങ്ങനെ ഇത് രണ്ടും അറിയാവുന്ന 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഇതില്ല എന്നുള്ള മനസ്സിലായി. എന്ത് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുമ്പോൾ അൽഫോൺസ് മറ്റൊരു ഐഡിയ ആയിട്ട് വരുന്നത്, ചെന്നൈയിൽ സ്കൂൾ ഓഫ് ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത് ഒരു ഓസ്ട്രേലിയൻ സ്കൂളാണ്, ബൈറോൺ ബേ, അവിടെയാണ് അതിൻ്റെ മെയിൻ അക്രഡിറ്റഡ്. ഇത് ചെന്നൈയിലുണ്ട്, SAE എന്ന് പറയുന്നത്. നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അവിടെ ഉണ്ട് ഈ എൻട്രൻസ് എക്സാം ഉണ്ട്, പക്ഷേ അത് ഒരു വഴിപാട് കഴിക്കലാണ്. നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചേരാം. അവിടെ DFM എന്ന് പറഞ്ഞ കോഴ്സുണ്ട്, ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്. പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഐഡിയ വീട്ടിൽ അവതരിപ്പിച്ചു. കൊള്ളാം, അത് ചെയ്യാം, നമുക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാം എന്നുള്ളത്. അതിൻ്റെ ഒരു തേവര സേക്രഡ് ആർട്സിലൊരു ചെറിയ ഇതുണ്ടായിരുന്നു, ഒരു ഇതുപോലെ എന്താ എൻട്രൻസ് എക്സാം പോലെ. അതൊക്കെ എഴുതി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വണ്ടി കയറുകയാണ്. ഞാനും അൽഫോൺസും ട്രെയിൻ കയറി. ഇല്ലില്ല, കിച്ചുമില്ല, ചെന്നൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ അവിടെ സെറ്റിലായി എന്ന് പറഞ്ഞല്ലോ. ചേട്ടൻ കല്യാണം കഴിച്ച് അവിടെ സെറ്റിലായപ്പോൾ അവിടെ ആണ് താമസിക്കുന്നത്. അപ്പോൾ ചേട്ടനാണ് ഞങ്ങളുടെ ലോക്കൽ ഗാർഡിയൻ. അങ്ങനെ നമ്മൾ കോളേജിലേക്ക് പോകുന്നു. കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെ നുങ്കമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഹാഡ് ഹൗസ് റോഡിൽ ജയലക്ഷ്മി എസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങിൽ ഒരു ഫ്ലോറാണ് ഈ കോളേജ് എന്ന് പറയുന്നത്. നമ്മളവിടെ നമ്മളെ മനസ്സിലുള്ള കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്ലോർ അല്ലല്ലോ കോളേജ്. നമ്മൾ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും നമ്മൾ പഠിച്ചതല്ല, ഒരു കോളേജ് ആണ്, ഒരു ക്യാമ്പസ് ആണ്. അപ്പോൾ അവിടുന്ന് തന്നെ എന്തൊരു ഓക്കെ, പക്ഷേ ആ ഒരു ഇമ്പാക്ട് കിട്ടിയില്ല, കോളേജ് ഇമ്പാക്ട് കിട്ടിയില്ല. പക്ഷെ ഫ്ലോറിൽ ഇങ്ങനെ റൂമൊക്കെ കാണിച്ചൊക്കെ തന്നെ ഇതൊക്കെ കണ്ടു. ഇനി നമ്മൾക്കൊരു സൗണ്ട് എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് ഓഡിയോ എഞ്ചിനീയറിംഗ് എന്നാണ് എൻ്റെ പേര്. അവരുടെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓഡിയോ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, നമുക്ക് അതും കാണിക്കാം എന്ന് പറഞ്ഞിട്ട് പോണ്ടി ബസാർ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയുള്ള സ്ഥലം, ടി നഗർ അടുത്തുള്ള സ്ഥലമാണ്. അവിടുത്തെ സ്റ്റുഡിയോ കാണിക്കാമെന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ കാണാൻ വേണ്ടി ചെന്നു. അപ്പോഴാണ് വണ്ടർ അടിക്കുന്നത്. ആഹാ, നോക്കുമ്പോൾ ഓരോരോ ഭയങ്കര രസമായിട്ടുള്ള സ്റ്റുഡിയോ. അത് ആദ്യം നമ്മളെ അനലോഗ് ഇത് കൺസോൾ പഠിപ്പിക്കും. ആദ്യം അനലോഗാണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ 7-ആയിട്ട് റെക്കോർഡിങ്, 8 ട്രാക്ക് റെക്കോർഡർ, ബെയറിംഗർ എന്ന് പറഞ്ഞ കൺസോൾ, ഇതെല്ലാം അനലോഗ് റെക്കോർഡിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റലിലേക്ക്, ജർമ്മൻ കമ്പനിയല്ലേ. അതെ, അത് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റലിലേക്ക്. ഓട്ടുവാറാണ് അവിടെ പഠിപ്പിക്കാനുണ്ടായിരുന്നത്. ഇത് കാണുന്നു, പലതരം മൈക്കുകൾ. അവിടെ ഉമേഷ് സാർ എന്ന് പറഞ്ഞൊരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ ഇല്ല അദ്ദേഹം. അദ്ദേഹം സൗത്ത് ഇന്ത്യ ഡോൾബിയുടെ ഹെഡാണ്. അത് ഇവിടെ ഓരോ ഡോൾബി അറ്റ്മോസ് ഒക്കെ വരുമ്പോൾ പുള്ളിയാണ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിൻ്റെ ഹെഡായിട്ടുള്ളത്. അപ്പോൾ പുള്ളിയാണ് ഞങ്ങളുടെ സാറ്. പുള്ളി അവിടെ തന്നെ പഠിച്ചത്. അപ്പോൾ പുള്ളിയാണെന്നുണ്ടെങ്കിൽ എന്തും തുറന്നൊക്കെ പണിഞ്ഞ് തിരിച്ചെടുത്ത് വെക്കാൻ കഴിയുന്ന അത്രയും ഇതായിട്ടുള്ള ഒരാളാണ് ഉമേഷ് സാറ്. അപ്പോൾ പുള്ളി ഡിസൈൻ ചെയ്ത 5.1-ൻ്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ മറിഞ്ഞു. ഞാൻ അൽഫോൺസേ, നീ ഡയറക്ഷൻ പഠിക്കും, ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിക്കാം. അപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയല്ലോ. നമുക്കൊരു പരിപാടിയുടെ രണ്ട് വശങ്ങൾ, ഒരാൾ ഈ ഡീറ്റെയിലേക്ക് പഠിക്കുന്നു. രണ്ടുപേർക്കും രണ്ട് കാര്യങ്ങളുണ്ട്. ബേസിക്സ് ആയിട്ട് സിനിമാറ്റോഗ്രാഫിയും ഇതും എഡിറ്റിംഗ് ബേസിക്സ് ഇത് എനിക്കും പഠിക്കാനുണ്ട്, അവനും സൗണ്ടിൻ്റെ ഇത് പഠിക്കാനുണ്ട് ആ കോഴ്സിൽ. പക്ഷേ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇതിലേക്ക് പോവാണ്. അവൻ നേരത്തെ തന്നെ എഡിറ്റിംഗ്, മറ്റേ വിൻഡോസ് മീഡിയ പ്ലെയറിലൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇടുമായിരുന്നു. എഡിറ്റിംഗ് ഒക്കെ അന്നോട്ട് അവനൊരു ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതൊരു മെയിൻ ഇതാണല്ലോ. സൗണ്ടും മെയിനാണ്. സൗണ്ട് വളരെ പ്രധാനമാണ്. ഈവൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് സിനിമ എന്ന് പറയുമ്പോൾ ദൃശ്യകല എന്നെല്ലാവരും എടുക്കുമെങ്കിലും അതിൻ്റെ ഒരു 60-65% സൗണ്ടാണ്. നമുക്ക് ശബ്ദരേഖ കേൾക്കാം, പക്ഷേ മ്യൂട്ട് ചെയ്തുകൊണ്ട് സിനിമ കാണാൻ പറ്റില്ല. അപ്പോൾ ആ സൗണ്ടിന് അത്രത്തോളം പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സൗണ്ട് എഞ്ചിനീയറിംഗ് ചേർന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. ഇത് വന്ന് എൻ്റെ നാട്ടിലെ കൂട്ടുകാർ, സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് അല്ലാത്ത കൂട്ടുകാരല്ല. അവരുടെ അടുത്തൊക്കെ പറയുമ്പോൾ നിൻ്റെ അപ്പോൾ അടുത്ത പള്ളിപ്പെരുന്നാൾ ഉത്സവപ്പറമ്പിലും കാണാമല്ലേ. ഈ തെണ്ടികൾക്ക് ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവണില്ലല്ലോ എന്നുള്ള സങ്കടം ഇത്. അങ്ങനെ ചരിത്രം കുറിച്ച് ആ മാറ്റം പിന്നീട് സംഭവിക്കുകയാണ്. ആരാണ് സൗണ്ട് എഞ്ചിനീയർ എന്നുള്ളതിന് എൻ്റെ ഭാവി തന്നെ, കാഴ്ചപ്പാട് തന്നെ മാറിയത്. അപ്പോഴാണ് റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ കിട്ടുന്നത്. പിന്നെ എല്ലാവരും ഇവർ റസൂൽ പൂക്കുട്ടി ആവാൻ പഠിക്കുക എന്നുള്ളതിൽ മാറി. ഇല്ലായിരുന്നെങ്കിൽ മാനസികമായി തകർത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ഉത്സവപ്പറമ്പിൽ അവസാനിച്ചതിന് മിക്കവാറും ഉത്സവപ്പറമ്പിൽ അടുത്ത കട്ട് ഉത്സവപ്പറമ്പിൽ അത് ആ സ്കൂളിലേക്ക് ചേർന്നു. അവിടെയാണ് ഒരു എന്താ പറയുക അടുത്തൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ 2 വർഷം ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തതാണ്. അവിടെ എൻ്റെ ഒപ്പം അൽഫോൺസിൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരാണ് ഇത് എൻ്റെ ക്ലാസ്മേറ്റ്സിന്. രാജേഷ് മുരുകേശൻ, പ്രേമത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. മുജീബ് മജീദ്, ഇപ്പം എക്കോ കിഷ്കിന്ദ കണ്ടത്തിൻ്റെയൊക്കെ മ്യൂസിക് ഡയറക്ടർ. കൈലാസ് മേനോൻ മ്യൂസിക് ഡയറക്ടർ. തൈക്കുടം ഗോവിന്ദ്, തൈക്കുടത്തിൽ 2-3 പേരുണ്ട്, ക്രിസ്റ്റി. അങ്ങനെ ഒരു കൂട്ടം. പിന്നെ അല്ലാണ്ട് ഒരുപാട് ടെക്നീഷ്യൻസും ഉണ്ട്. ഇപ്പോൾ എബിൻ എന്നൊക്കെ പറഞ്ഞ എബിൻ പോൾ, അവന് ആണ് സുഷിൻ്റെ മിക്ക പാട്ടുകളും, കേട്ട ഹിറ്റായിട്ടുള്ള പാട്ടുകളെല്ലാം മിക്സ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ആ സമയത്ത് ആ ബാച്ചിലും ഞങ്ങളുടെ ക്ലാസ്സിലും ആ കോളേജ് മേറ്റ്സുമായിട്ടുള്ള ആൾക്കാർ പലരും ഇന്ന് ഇൻഡസ്ട്രിയിൽ സജീവമായിട്ട് ഉള്ളവരാണ്. നമ്മളെല്ലാവരും കണ്ടുമുട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡിയോ ബുക്ക് ചെയ്യാം. സ്റ്റുഡൻസിന് ഇതുണ്ട്, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ബുക്ക് ചെയ്യാം. 6 മണിക്കൂർ ഒരു സ്ലോട്ടിന് അടുപ്പിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിങ്ങൾക്ക് പഠിക്കാം, എന്തെങ്കിലും പണി ചെയ്യാം. ഇപ്പോൾ പോരാത്തന്നെ അസൈൻമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഓരോ അസൈൻമെൻറ്റ്സ് ചെയ്യാനുണ്ട്. ഇപ്പോൾ AV Sync അസൈൻമെൻറ്റ് എന്ന് പറയും. ഒരു അസൈൻമെൻറ്റ് അതാണ്, അതായത് ഒരു ഓഡിയോ വീഡിയോ അസൈൻമെൻറ്റ് എന്നാണ് അതിന് പറയുന്നത്. നമ്മളൊരു ഫിലിമിൻ്റെ ഇത്ര മിനിറ്റുള്ളൊരു ക്ലിപ്പ് എടുക്കുക, 2 മിനിറ്റോ 2.5 മിനിറ്റോ മറ്റേയൊക്കെ ആയിരുന്നു അതിൻ്റെ ഡ്യൂറേഷൻ, ഞാൻ ഓർക്കുന്നില്ല. എന്നിട്ട് അത് അതിൽ ഓഡിയോ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യണം, ഡബ് ചെയ്യണം. നമ്മൾ ക്യാരക്ടേഴ്സിന് ഡബ് ചെയ്യണം, പിന്നെ മ്യൂസിക് ഉണ്ടാക്കണം, പിന്നെ ഫോളി സൗണ്ടുകൾ ഉണ്ടാക്കണം.
അപ്പോൾ ഇതൊക്കെ ഭയങ്കര ത്രില്ലടിച്ചിട്ട് പിന്നെ അവിടെ പെറ്റ് കിടക്കായിരുന്നു. അപ്പോൾ അത് രാത്രി അവിടെ ഈ വന്നു കൂടുന്ന ആൾക്കാരുണ്ട്. രാത്രി സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് നമ്മളെ പോലെ തന്നെ സ്റ്റുഡിയോ ബുക്ക് ചെയ്യുന്ന ആൾക്കാർ. നമുക്ക് ഏതെങ്കിലും ഒന്നേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ അനലോഗ് ബുക്ക് ചെയ്ത് അത് പഠിക്കുക, അല്ലെങ്കിൽ ഡിജിറ്റൽ ബുക്ക് ചെയ്ത് അത് പഠിക്കുക, അല്ലെങ്കിൽ ഫോളി അത് ചെയ്യുക. 5.1 മിക്കവാറും സാറുണ്ടെങ്കിൽ നമുക്ക് തരാറുള്ളൂ. അതെ, കാരണം നമുക്ക് അത് കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് അറിയേണ്ട ഒരു ഇതായതുകൊണ്ട് അത് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടേ നമുക്ക് സ്വന്തമായിട്ട് ബുക്കിംഗ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പതുക്കെ ഷോർട്ട് ഫിലിം എടുക്കാൻ തുടങ്ങി. ആദ്യം തന്നെ നമ്മളിവിടെ പാതിക്ക് നിർത്തിയ അത് തമിഴിലേക്ക് ചെയ്യാമെന്നുള്ള ഐഡിയ അൽഫോൺസ് വന്നു. അവർക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്യണം, അത് അവരുടെ അസൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അൽഫോൺസ് ചെയ്യുന്ന ഷോർട്ട് ഫിലിമിൻ്റെ സൗണ്ട് ഡിസൈൻ ഞാൻ ചെയ്യും. മനസ്സിലായി. അങ്ങനെ ഒരു 4 ഷോർട്ട് ഫിലിം കഴിഞ്ഞപ്പോൾ നേരം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്നുള്ള ഐഡിയയിലേക്ക് വന്നു. അപ്പോൾ ആ നേരം എന്നുള്ള ഷോർട്ട് ഫിലിം തൊട്ട് അതുവരെ ഞാനായിരുന്നു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് അഭിനയിക്കണം എന്നും പറഞ്ഞ് മറ്റേ എല്ലാത്തിലും ഞാൻ അഭിനയിക്കുന്നുണ്ട്. പുതിയൊരാൾ നമ്മുടെ ഒപ്പം വരികയാണ്. അത് ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഒരുമിച്ചാണ് താമസിക്കുന്നതൊക്കെ. പക്ഷെ അവൻ പഠിക്കുന്ന അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില്ല. മറ്റേ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തത് കിട്ടിയവൻ ഒരു സീറ്റ്. അതെ, ഒരു സീറ്റ്. അങ്ങനെ 2-3 ബാച്ചിൽ പരിചയമുള്ള മലയാളികൾ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന, അതായത് ഈ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു ഗ്യാങ് ഉണ്ടാവുകയാണ് അവിടെ. ആണ് വിഷ്ണു ഗോവിന്ദ്. വിഷ്ണു സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് വിന്നറൊക്കെയാണ്. പ്രേമത്തിൻ്റെ ഒരുപാട് പടങ്ങളുടെ ഫേമസ് ആയിട്ടുള്ളൊരു സൗണ്ട് ഡിസൈനറാണ്. നമ്മുടെ പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട് വിഷ്ണു ഗോവിന്ദ്. അതെ. അപ്പോൾ വിഷ്ണുനെ ഏൽപ്പിക്കുകയാണ് ഈ നേരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. അവിടെ തൊട്ട് പിന്നെ വിഷ്ണുവാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ നേരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം നമ്മൾ ഇറക്കി. അപ്പം അതിനു മുമ്പ് വരെയുള്ള ഷോർട്ട് ഫിലിമൊക്കെ കാണിച്ചിട്ട് പഠിപ്പിച്ച സാറുമാർ തന്നെ മറ്റേ നിനക്കൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ ആ ഒരു അവസ്ഥയിലാണ്. ഒരു വിധത്തിൽ ഇമേജ് എങ്ങനെയെങ്കിലും നമുക്ക് ബിൽഡപ്പ് ചെയ്ത് നമുക്ക് പരിപാടി അറിയാമെന്നുള്ള എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യണം എന്നുള്ള അൽഫോൺസിൻ്റെ ഒരു വാശിയാണ്. അതിനുവേണ്ടി നേരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എടുക്കുന്നു. അപ്പോൾ അതിൽ നേരം എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ അതിൽ വട്ടിരാജ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പ്രോപ്പർ തമിഴന്മാർ തന്നെ വേണം. അപ്പോൾ ഈ ക്യാരക്ടർ ഞാൻ ചെയ്ത് എനിക്ക് വേണ്ടി ഡബ് ചെയ്യാൻ വേറെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന വേറെ ആൾ ഡബ് ചെയ്ത് അതവൻ ചെയ്തോളൂ നീ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് തന്നെ നിർത്തി. അപ്പോൾ ഓപ്പോസിറ്റ് വട്ടിരാജയുടെ ക്യാരക്ടർ ചെയ്യാൻ ഇത് ചെറിയ ക്യാരക്ടേഴ്സ് ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ടുള്ളൊരു പുള്ളിയുണ്ട്, പേര് വിജയ് സേതുപതി എന്നാണ്. പുള്ളിയെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് പറഞ്ഞ് പുള്ളി വരുന്നു. ഞങ്ങൾ ചായക്കടയിൽ നിന്ന് പുള്ളിക്കെടുത്ത് സംസാരിക്കുന്നു. അങ്ങനെ പുള്ളിയോടൊപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇതേപോലെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ പരിചയപ്പെടുന്നത് കാർത്തിക് സുബ്ബരാജ്, ബോബി, നടൻ കുമാരസ്വാമി, ഇങ്ങനെയൊക്കെ ഇവർ പരിചയപ്പെടുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു ചായക്കടക്കം, ഇവിടെ ഗോബൂസ് ചായക്കടയായിരുന്നെങ്കിൽ അവിടെ മറ്റൊരു ചായക്കട, അവിടെ ഒരു ചേട്ടൻ തന്നെ ഇരുന്ന് ചായ അടിക്കുന്നത്. അങ്ങനെ ആ ചർച്ചാ ഗ്രൂപ്പിലേക്ക് ഇവരും വരികയാണ്. പിന്നെ ഇവരുടെ നാളെ ഈക്കണർ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു കലഞ്ഞർ TV ഫസ്റ്റ് സീസൺ. എല്ലാവരും പങ്കെടുത്തു, എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്തു. എല്ലാം എഡിറ്റ് ചെയ്ത് അൽഫോൺസാണ്, സൗണ്ട് വിഷ്ണു ചെയ്തു, മ്യൂസിക് രാജേഷ് ചെയ്തു. അങ്ങനെ അതിൻ്റെ ഫൈനൽ റൗണ്ടിൽ ഇതിന് ഞാൻ പോയിരുന്നു ഇത് കാണാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് അടിക്കുന്നത് ഇത് നെഞ്ചുക്ക് നീതി എന്ന് പറഞ്ഞ നളൻ്റെ ഒരു ഷോർട്ട് ഫിലിം, കാർത്തികിൻ്റെ നീർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ സെക്കൻഡ് അടിക്കുന്നു. പിന്നെ ബാലാജി മോഹൻ്റെ ഇത് തേർഡ് കിട്ടുന്ന അതാണ്. ബെസ്റ്റ് ആക്ടർ ബോബിക്ക് കിട്ടുന്നു. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എഡിറ്റിംഗ് അൽഫോൺസിന് കിട്ടുന്നു. എല്ലാം നമ്മുടെ പിള്ളേർക്ക് അവാർഡുകൾ അതിൽ കിട്ടുന്നു. നമ്മൾ ഒരു നല്ലൊരു പ്രോമിസിങ് ഗ്രൂപ്പാണെന്നുള്ളത് നമ്മളുടെ ഇടയിൽ തന്നെ നമുക്ക് തന്നെ ഒരു തോന്നലുകൾ വരാൻ തുടങ്ങി. പിന്നെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ ഒരു ജോലിക്ക് ജോയിൻ ചെയ്തു. ഞാൻ അവിടുത്തെ 7th ചാനൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. സൺ TV തൊട്ട് പ്രൊഡ്യൂസേഴ്സൊക്കെ ആയിരുന്നു അവർ. പല ദൂരദർശനിൽ ഒരുപാട് ഇത് ചെയ്തു. മാണിക്യ നാരായണൻ എന്ന് പറഞ്ഞ പുള്ളിയാണ്. മരുമകൻ മഹേഷ് സാർ എന്ന് പറഞ്ഞ സാർ, പുള്ളി ലണ്ടനിൽ നിന്നൊക്കെ വിസ്കോം അങ്ങനെയുള്ള ഇതൊക്കെ പഠിച്ച് വന്നിട്ട് സൗണ്ടിൽ വലിയ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളി ഇവിടെ വന്ന് ഇത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കൈലാസ് മേനോൻ്റെ ക്ലാസ്മേറ്റ് ഒരു ശ്രീനിവാസ് എന്ന് പറഞ്ഞ പയ്യനുണ്ട്. അപ്പോൾ ആ പയ്യന് ഇവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് എഞ്ചിനീയറിൻ്റെ. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പോവാം എന്ന് പറഞ്ഞു. രസമുള്ള നമുക്കറിയാവുന്നൊരു ഇഷ്ടമുള്ള പരിപാടിയാണല്ലോ. എനിക്ക് അപ്പോഴേക്കും ഡബ്ബിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് റീക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്തപ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണല്ലോ. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതായത് സിനിമ അവിടെയാണ് ഉണ്ടാകുന്നത്. അതെ, അപ്പോൾ അത് ഭയങ്കര ത്രില്ല. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആയി ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. ശ്രീനിവാസ് ഇന്ന് അനിരുദ്ധിൻ്റെ എഞ്ചിനീയറാണ്, അവൻ മിക്സ് ചെയ്യുന്നവനൊക്കെയാണ്. അങ്ങനെ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു ആദ്യമായിട്ട്. അപ്പോൾ സിങ്ക് എല്ലാം പാക്ക് തരുമാ. അപ്പോൾ സിങ്ക് അതുപോലും പറയാനുള്ള തമിഴ് അറിഞ്ഞൂടാന്ന്. അപ്പോൾ അവിടെ ചെന്ന് ഇരുത്തി. ആദ്യം ഇരിക്കുന്നത് ചോട്ടാ ഭീമാണ്. പിന്നെ ഉള്ളൊരു 6-7 മാസം അല്ല ഏകദേശം ഒരു വർഷത്തോളം കാലം ഫുള്ള് കാർട്ടൂൺസ്, ചോട്ടാ ഭീം, അങ്ങനെയുള്ള ഇത് നോടി, അങ്ങനെ തുടങ്ങി ഒരുപാട് കാർട്ടൂൺസിലാണ് ഇരിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്ത് വന്നത് ഒരു സിനിമയുടെ ഇതൊക്കെയാണ്. പക്ഷെ ബോറടിക്കുന്നില്ല. പക്ഷെ ഇത് പുറത്ത് പറയുമ്പോൾ കളിയാക്കലിന് പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ നീ ഇതൊക്കെയാണോ അത് വരയ്ക്കാൻ പോയത്. പക്ഷെ അതൊക്കെ ഭയങ്കര വലിയ പാഠങ്ങളായിരുന്നു പിന്നീടാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇത് പടിപടിയായിട്ട് വരികയാണ്. അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ സിനിമ വർക്ക് ചെയ്യാനുള്ള അവസരം വരികയാണ്. അപ്പോൾ ഈ മഹേഷ് സാർ വന്നിട്ട് പറഞ്ഞു, ഗൗതം മേനോൻ പുതിയ പടമായിട്ട് വരുന്നുണ്ട്,
അപ്പോൾ റീൽസൊക്കെ വരുന്നത് നീ കോപ്പി ചെയ്തെല്ലാം വർക്ക് ചെയ്യുകയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഗൗതം മേനോൻ്റെ പുതിയ പടം എന്ന് പറഞ്ഞാൽ വിണ്ണൈ താണ്ടി വരുവായല്ലേ പറഞ്ഞു. അതെ തന്നെ അതിൻ്റെ റീല് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു റീല് കൊണ്ടുവന്നിട്ടുണ്ട്, നീ അത് കോപ്പി ചെയ്തിട്ട് ഫുൾ പ്ലേ ബാക്ക് നോക്ക്. ഞാൻ നോക്കുമ്പം ഓമനപ്പെണ്ണേ എന്നുള്ള പാട്ടാണ്. ഞാൻ ഇത് എവിടെ പോയി പറയും. അപ്പം റഹ്മാൻ പോയി ഔട്ടാണെന്നൊക്കെ പറഞ്ഞ ടോക്കുകൾ നടക്കുന്ന സമയം ഭീകര കംബാക്ക് വരികയാണ്. ഞാനിത് കണ്ടിട്ട് പിന്നെയും കാണുന്നു. ഞാൻ 2 പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇത് பார்த்துட்டு இருக்காதடா, ஏதாவது பிரச்சனை இருந்தா சொல்லு എന്ന് പറഞ്ഞു. എന്താ പ്രശ്നം ഇല്ല സാർ, കംപ്ലീറ്റ് ഓക്കെ. പാട്ട് കേൾക്കല, ഞാൻ റീൽക്ക് ഏതാ പ്രശ്നം ഇരിക്കാന്ന്. ഒരു പ്രശ്നമില്ല സാറേ, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ ഹാപ്പി ആയിട്ട് നേരെ റൂമിൽ പോയിട്ട് എല്ലായിടത്തും പറഞ്ഞു, മോനെ റഹ്മാൻ ദേവ് അന്നുണ്ട് മോനെ. പിന്നെ ആ പടം വർക്ക് ചെയ്യാണ്. വിണ്ണൈ താണ്ടി ഒരു വയ വർക്ക് ചെയ്തു. അതാണ് എൻ്റെ ഫസ്റ്റ് പടം വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ 3 ഭാഷയിൽ ഞാൻ വർക്ക് ചെയ്തു. ഏമായ ജയ്സാവേ തെലുങ്കിലും വർക്ക് ചെയ്തു, ഹിന്ദിയിലും വർക്ക് ചെയ്തു. പിന്നെ അവിടെ തൊട്ട് ഈ ഗ്യാപ്പിൽ റഹ്മാൻ സാറിനെ കണ്ടോ? ഇല്ല, റഹ്മാൻ സാറിനെ നേരിട്ട് കാണും. പുള്ളി അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. വിജയ് സേതുപതി ആ റോള് ചെയ്തായിരുന്നു വട്ടിരാജ? പിന്നെ ചെയ്തു. അത് അതിന്റെ കംപ്ലീഷനായി നമുക്കൊരു കോൺഫിഡൻസ് തന്നു. എപ്പോഴെങ്കിലും വിജയ് സേതുപതിയെ കാണാൻ പറ്റിയിട്ടുണ്ടോ ഈ ഒരു കാര്യം സംസാരിക്കാനോ? ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമകളൊക്കെ ഞാൻ വർക്ക് ചെയ്തല്ലോ. അവസാനം ജിഗർദണ്ഡ വരെയാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തത്. ഫസ്റ്റ് ജിഗർദണ്ഡ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേമമായി. ഞാനിവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാമല്ലോ. ചില ആൾക്കാർ ചിരിക്കത്തില്ല, ചില ആൾക്കാർക്ക് താങ്കൾ പറഞ്ഞ ഒരു ഭയങ്കര നൊസ്റ്റാൾജി ആണല്ലോ. ആ കോഫി ഷോപ്പിൽ പോയിരിക്കില്ല, ചായക്കടയിൽ പോയിരിക്കുക, അങ്ങനെ പുള്ളി അതൊക്കെ സംസാരിക്കുന്ന ടൈപ്പൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കാരണം ഇത് എല്ലാവരും വളരെ ഒന്നുമല്ലാത്ത സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ഇതല്ലേ. വിണ്ണൈ താണ്ടി വരുവായ ആദ്യത്തെ പടം കഴിഞ്ഞോടുകൂടി പിന്നെ അവിടെ ഈ സൈഡിൽ കൂടി അവിടെ റെഗുലറായിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാമായണം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട്. അപ്പോഴേക്കും എൻ്റെ തമിഴ് ബെറ്ററായി, എൻ്റെ തെലുങ്ക് ബെറ്ററായി. നമ്മളതും പഠിച്ചു. അതെ, അതിൻ്റെ ഒപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ, ഇത് ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഓരോന്ന് സംഭവിക്കുന്നതാണ്. അതൊക്കെ ഇങ്ങനെ അവിടെ 5 വർഷം ഞാൻ വർക്ക് ചെയ്തു എന്നുള്ളത് പറയുമ്പോൾ ഞാൻ സാറുമായിട്ട് ഇന്നലെയും കൂടി സംസാരിച്ചുള്ളൂ. ഞാൻ ഇപ്പോൾ വളരെ ശരിക്കും വേണമെങ്കിൽ ഒരു ഗുരുസ്ഥാനത്ത് ഞാൻ ആകപ്പാടെ ഞാൻ നിർത്തിയിട്ടുള്ള ഒരാൾ അദ്ദേഹമാണ്. കാരണം പുള്ളിയിൽ നിന്ന് ഞാൻ പഠിച്ചത് അതെ, മഹേഷ് സാർ എന്ന് പറയുന്നത്. മഹേഷ് പളനിയപ്പൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയെ ഞാൻ സിംഗം എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ടു ദ പോയിൻ്റാണ്. ഇതാണ് ഏതറ്റം വരെ പോയാലും ഇത് ചെയ്യണം എന്ന് പുള്ളിക്ക് തോന്നി കഴിഞ്ഞാൽ ചെയ്യുക. അങ്ങനത്തെ ഒരു കൺവിക്ഷൻ ഉള്ളതും ഒരു ഡിസിപ്ലിൻഡ് ഡെക്കോറം, അങ്ങനെ പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പുള്ളിയുടെ കീഴിൽ അത് ഞാനവിടെ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു 40-45 പേരോളം വന്നു പോയിട്ടുണ്ട്. കാരണം ഇത് പിടിച്ചു നിൽക്കൽ ബുദ്ധിമുട്ടാണ്. പുള്ളി പറയുന്ന കാര്യങ്ങൾ അത്ര ഇതാണ് എനിക്ക് വേണ്ടത്. ഇത് ഞാനില്ലെങ്കിലും നീ ഇല്ലെങ്കിലും മമ്മൂക്ക പറയുന്ന ഡയലോഗാണ് പുള്ളി പറയുന്നത്. അതായത് നമ്മൾക്കാണ് സിനിമ ആവശ്യം, സിനിമയ്ക്ക് നമ്മളെ ആവശ്യം, നമ്മളാരും ഇല്ലെങ്കിലും സിനിമ നടക്കും. അതേപോലെ തന്നെ പറയും, ഞാനും നീ ഇല്ലെങ്കിൽ ഈ പരിപാടി നടക്കും. ഇത് നമ്മുടെ ആവശ്യമാണ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബലം പിടിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടുക, അവരോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക, നമ്മളെ പേഷ്യൻസ് പല പ്രാവശ്യവും ടെസ്റ്റഡ് ആവും. എനിക്ക് ഓരോ പ്രാവശ്യം എന്തെങ്കിലും ഈ അബദ്ധങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അബദ്ധങ്ങൾ ഞാൻ ഈ ഒരു റൂക്കി മിസ്റ്റേക്ക് നമ്മൾ പറയുമല്ലോ, അതാണെന്ന് പുള്ളിക്ക് അറിയാം. ചീത്ത പറയുകയല്ല ചെയ്യുന്നത്. അപ്പടി പണ്ണ ഇത് ചെയ്യരുത്, ചെയ്യുന്നത് നിൻ്റെ മിസ്റ്റേക്കാണ്, എനിക്ക് മനസ്സിലായി, നീ ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, പറ്റി, സമ്മതിച്ചു. ആ പുള്ളി അത് നല്ല ഒരു അഗ്രസീവായിട്ടല്ല പറയണേ, പക്ഷെ പറയുന്നത് നമുക്ക് അതെ ഹേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പേഴ്സണലായിട്ട് എടുത്തവരാണ് അവിടുന്ന് പോയവർ. ഞാൻ പേഴ്സണലായിട്ടല്ല എടുത്തിരിക്കുന്നത്. അതെ, ഞാനിത് ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ആദ്യം വരുള്ളൂ. അപ്പോൾ അത് പുള്ളി ആ പറയുന്ന വെയിറ്റ് ഉള്ളതുകൊണ്ട് ചെയ്യാൻ തോന്നും എന്നുള്ളൊരു കാര്യം വേറെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ്. അല്ലാണ്ട് ഞാൻ ഉടക്കി പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരിടത്തും എല്ലായിടത്തും ഉടക്കി പോയിക്കൊണ്ടേയിരിക്കാമല്ലോ. ഡെഡിക്കേറ്റഡ് ആണല്ലോ. അതെ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആവണം എന്നുള്ള ചിന്തയിൽ വന്നതല്ല. ഇത് പാർട്ട് ഓഫ് ദി ക്യാരക്ടറായി വന്നതായിരിക്കാം, സംഭവിച്ചു പോകുന്നതാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കാര്യത്തിന് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ മഹേഷ് സാറും പിന്നെ അവിടെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, സീനിയേഴ്സ് ആയിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, പേരുകേട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ. SNS സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയി. പുള്ളി സിംഗറാണ്, പക്ഷേ മൈക്ക് മോഹൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുണ്ടായിരുന്നു തമിഴിൽ. പുള്ളിക്ക് വേണ്ടി ഡബ്ബ് ചെയ്യുന്നതാണ്. പുള്ളി ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഡബ്ബ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ മോഹൻ സാർ വന്നിരിക്കാറാ. മോഹൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്, ഫിലിം ആക്ടറിനെ അറിയപ്പെടുന്നത് ഇങ്ങേരുടെ ഒച്ചയിലൂടെയാണ്. പക്ഷേ ഇങ്ങേര് പുള്ളിയല്ലല്ലോ, സൗണ്ടല്ലേ കേട്ടിട്ടുള്ളൂ. എല്ലാവരും മറ്റേ അല്ലു അർജുൻ ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ അയ്യോ ഇതാണോ പുള്ളിയുടെ സൗണ്ട് എന്ന് പറയാൻ മറ്റേ ജിസ്മോൻ ചേട്ടൻ ഡബ്ബ് ചെയ്യുന്ന എല്ലാ ആൾക്കാർ കേട്ടിട്ടുള്ളൂ. അതുപോലത്തെ ഒരു കോൺട്രാസ്റ്റ് എപ്പോഴും. അങ്ങനെ ഒരുപാട് രസമുള്ള ക്യാരക്ടേഴ്സും അവരുടെ അറിവുകളും. അപ്പോൾ നമ്മൾ നോക്കാം, തമിഴിൽ അവർ ഡബ്ബിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്ന ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ്. അവരത് വളരെ കാഷ്വലാക്കാനും എങ്ങനെയാണ് റിയലിസ്റ്റിക് ആയിട്ട് ഇത് അവതരിപ്പിക്കേണ്ടതെന്നുള്ള ഭയങ്കര ഒരു ഡീപ്പ് ആയിട്ടുള്ളൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഒരു ഇവോൾവ് ആയി വന്ന ഒരു കലയാണ് ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ. അവർക്ക് വേണ്ടതിനെ പറ്റി അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് സമ്പന്നമാണ്. നമ്മളൊരു അപ്പം മലയാളത്തിനെ വെച്ച് കമ്പയർ ചെയ്യും. ഇതെന്തുകൊണ്ടാണ് ഈ ഡബ്ബിങ് മൂവി, ഒരു പടം മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് വരുമ്പോൾ എന്തുകൊണ്ടാണ് സ്വീകാര്യത കുറവ് എന്നുള്ളത് അതിൻ്റെ ഒരു ക്വാളിറ്റി തൊട്ട്
അതിൻ്റെ ഒരു അപ്രോച്ച് തൊട്ട് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. മേ ബി ഇത് സിനിമ, സൗത്ത് ഇന്ത്യയിലെ സിനിമ എന്ന് പറയുന്നത് ഒരു മദ്രാസ് കേന്ദ്രീകൃതമായിരുന്നല്ലോ. ഇത് 4 ഇൻഡസ്ട്രിയും വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. അതെ, കോടമ്പാക്കം, വേളാശ്ശേരി ആ ഭാഗം. അപ്പം അവിടെ ഇത് അതിൻ്റെ ഒപ്പം തന്നെ വന്ന ഒരു കൾച്ചർ ആയിരിക്കാം, അത്രയും റൂട്ടഡ് ആണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലായി, അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അതായത് നമ്മളിപ്പം ഒരാൾ അഭിനയിക്കുമ്പോൾ കണ്ണടച്ചിരുന്നാൽ മതി, ശരിക്കും പറഞ്ഞാൽ ആ ഡയലോഗിൻ്റെ പ്രസൻറ്റേഷൻ കേട്ടാൽ അറിയാം നമുക്ക് ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ. കൃത്യമായിട്ടുള്ള ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് വന്നിട്ടുണ്ടാവും. ഇത് മൈക്കിൻ്റെ മുമ്പിലിരുന്ന് എല്ലാവരും അഭിനയിക്കണം, അല്ലാണ്ട് നിങ്ങൾക്ക് മോഡുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അഭിനയത്തിൻ്റെ എലിവേറ്റ് ചെയ്യുന്ന, നമ്മൾ എന്ത് അഭിനയിച്ചാലും ഡബ്ബിങ്ങിൽ നമുക്കത് എലിവേറ്റ് ചെയ്യാം, നമ്മളെ എല്ലാ തെറ്റുകുറ്റങ്ങളും കറക്റ്റ് ചെയ്യാൻ പറ്റും. ഡബ്ബിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി അതാണ്. സിംഗ് സൗണ്ടിന് അതിൻ്റെ ആയിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഞാൻ 2 സിംഗ് സൗണ്ട് പടം അഭിനയിച്ചാണ്. കണ്ണൂർ സ്ക്വാഡും ടർബോയും സിംഗ് സൗണ്ടായിരുന്നു. അതും രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം കുറച്ചും കൂടി നമ്മളുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് കിട്ടും. കാരണം ഓക്കെ ടേക്ക് ആവുന്നവരെ എടുക്കുക എന്നുള്ളതാണല്ലോ. ആ ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഓക്കെ ആണ്. നമ്മൾ ഇതിനെ ഡബ്ബിങ്ങിൽ എന്താ ചെയ്യുന്നത്, ഇതിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. അതിൽ ആ ബ്രത്തിൻ്റെ കൺട്രോളും നമ്മളൊരു വെയിറ്റ് എടുക്കുമ്പോൾ ആ ഒരു സൗണ്ടിൻ്റെ ചെറിയ വ്യത്യാസങ്ങളും ഇതൊക്കെ സിംഗ് സൗണ്ടിൽ കറക്റ്റായിട്ട് കിട്ടുകയാണ്. അപ്പോൾ അതും ഒരു രസമുള്ളൊരു കാര്യമാണ്. ഡബ്ബിങ്ങും ഒരു ഭയങ്കര രസമുള്ളൊരു കലയാണ്. ശരിക്കും ഒരു കലാരൂപം തന്നെയായിട്ട് വേണമെങ്കിൽ ഡബ്ബിങ്ങിനെ അത് അങ്ങ് പഠിച്ചത് അവിടുത്തെ ആ ഒരു സ്കൂൾ 5 വർഷം 7 ചാനൽ എന്ന് പറഞ്ഞ ഇതിൽ പഠിച്ചത്. അപ്പോൾ ഈ വിണ്ണൈത്താണ്ടി ഒരുപാട് കഴിഞ്ഞിട്ട് അവിടെയുള്ള പടങ്ങൾ, പിന്നെ വിത്തകൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. പാർത്ഥിവൻ സാറ് പുള്ളി ഡയറക്റ്റ് ചെയ്ത പടമാണ്, ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് വെപ്പം എന്ന് പറഞ്ഞ ഗൗതം സാറും ഗൗതം മേനോൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉള്ള പുതിയ ആൾക്കാർ വെച്ച് ചെയ്ത ഒരു പടം, അത് വർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ പടങ്ങളൊക്കെ ഓണായി കഴിഞ്ഞപ്പോൾ അതെല്ലാം ഞാൻ അവിടെ കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിച്ചു. നേരം ആയിക്കോട്ടെ, പിന്നെ പിസ്സ, ഫസ്റ്റ് കാർത്തികിൻ്റെ ഫസ്റ്റ് പടം പിസ്സ, നളൻ്റെ സൗണ്ട് എഫക്ട്സ് ആവശ്യമുള്ള മൂവിയാണ്. അതെ, അതൊക്കെ ഡബ്ബിങ്ങിൽ തന്നെ അത്രയും വിജയ് സേതുപതിയൊക്കെ ഇത്രയും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം ലൈറ്റ്, ആ രാത്രിത്തുള്ള സീക്വൻസ് ഒക്കെ ഉണ്ട്, അത് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ആ ഹൊറർ സീക്വൻസുകളൊക്കെ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ടോർച്ചും കൊണ്ട് ഓടുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തമാശകൾ, ആകപ്പാടെ ഒരു ടോർച്ചേ ഉള്ള ഒരു ഫിലിം സിറ്റിൽ ഇതെങ്ങാനും തട്ടിപ്പോയാൽ ഷൂട്ട് അവിടെ നിൽക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ അന്ന് നമ്മൾ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും കുറവാണ്. ഇതിൽ നിന്ന് കളിക്കാൻ പോയത് ടെസ്റ്റാ, പക്ഷെ 2020 ആണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇനിയിപ്പോൾ എന്തേ വീട്ടിൽ പോകാൻ പറ്റില്ല, കളിച്ചേ പറ്റൂ. അപ്പോൾ അതിൽ ആ പരിശ്രമമാണ് അവിടെ എല്ലാവരും ആദ്യത്തെപ്പടവും. നളൻ്റെ സൂതുകവും ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അടിപൊളി, അതാണ് ഇതൊക്കെ അടുപ്പിച്ച എല്ലാം അടുപ്പിച്ചാണ് വരുന്നത്. എല്ലാവരും പടം സെറ്റായത് ഒരുമിച്ചാണ്. നമ്മളെ നേരം ആയിക്കോട്ടെ, കാർത്തികിൻ്റെ പിസ്സ ആയിക്കോട്ടെ, നളൻ്റെ സൂതുകവും ആയിക്കോട്ടെ, ഇത് വരുന്നു. പിന്നെ പിസ്സ 2 എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, വില്ല എന്ന് പറഞ്ഞ്, അത് വർക്ക് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും നേരം റിലീസായി, ഇത് പിസ്ത ഒക്കെ ഹിറ്റായി. പിന്നെ ഞാനവിടെ കണ്ടിന്യൂ ചെയ്തു. കാരണം ഈ അടുത്ത് അൽഫോൺസ് ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, ഇനി എന്താണ് അടുത്ത പടം എന്നുള്ള തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നീ തീരുമാനിക്ക്, ഞാനപ്പോൾ കണ്ടിന്യൂ ചെയ്യാം ഇവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെയ്യുന്നു. അപ്പോൾ ജിഗർദണ്ഡ ഇവൻ 2ാമത്തെ പടം കൊണ്ടുവന്നു. കാർത്തിക് സുബ്രാൻ്റെ 2ാമത്തെ പടമാണ് ജിഗർദണ്ഡ. അപ്പോൾ അതും ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെ അൽഫോൺസ് ഒരു തീരുമാനത്തിലേക്ക് എത്തി. അടുത്ത നമ്മൾ നേരം കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. ആ തീരുമാനം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബോളിവുഡിലേക്ക് പോവുകയാണ്, ഹിന്ദി പടം എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള തീരുമാനം. അപ്പം അവനിത് അവതരിപ്പിച്ചു. അപ്പോൾ എന്താണ് കഥ, ഷട്ടർ എന്ന് പറഞ്ഞൊരു മലയാളം സിനിമ ഇറങ്ങിയിരുന്നു. നമ്മൾ അതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ട് അത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഐഡിയ. ആരൊക്കെ ഒപ്പമുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനുണ്ട്, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഒപ്പം കൂടാം, റൈറ്റിംഗ് ഇപ്പോൾ ഇത് ഒപ്പം ഉണ്ടാവും. അങ്ങനെ ഞാൻ വന്നു. ആനന്ദ് സി ചന്ദ്രൻ, ആനന്ദും ചെറുപ്പം തൊട്ടേ ആലുവക്കാരൻ തന്നെയാണ്, ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാണ്. ആനന്ദും ഞാനും വരാം എന്നുള്ളതായി. വിജയ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒപ്പം തന്നെ അൽഫോൺസിന് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള അവനും. അങ്ങനെ ഞങ്ങൾ 4 പേര് ടീം റെഡിയായി. ഞങ്ങൾ ബോളിവുഡിലേക്ക് പോവാണ്. ഒരു മിനിറ്റ്, ബോളിവുഡിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു ടീ ബ്രേക്ക്. നമുക്ക് ശബരീഷിന് ഒരു സ്പെഷ്യൽ ടീം, ഒരു സ്പെഷ്യൽ ഡെസേർട്ടും കൊടുത്തുകൊണ്ട് വിൽ കം ബാക്ക്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ശബരീഷ് വർമ്മ ആൻഡ് ദിസ് ഇസ് ഷൈൻ വിത്ത് നളൻ. സ്റ്റേ കണക്റ്റഡ്. വെൽക്കം ബാക്ക് ടു ഷൈൻ വിത്ത് നളൻ. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ശബരീഷ് വർമ്മ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ജേണിയിൽ നമ്മളിപ്പോൾ ബോളിവുഡിലേക്കുള്ള യാത്ര വന്ന് നിൽക്കുകയാണ്. അതിനു മുമ്പായി നമുക്കൊരു ടീ കുടിക്കാം. ഇത് ആംബ്രോസിയ എന്ന് പറയുന്ന ടീ ആണ്, ഹിബിസ്കസ് ടീ ആണിത്. സാധാരണ ഞാനിവിടെ കൊടുക്കുന്ന ആംബ്രോസിയാണ്, അതുകൊണ്ട് ആ പേര് സ്ലിപ്പായത്. ഹിബിസ്കസ്, അതെ, ഇത് ഷെഫ് നളൻ്റെ റെസിപ്പിയാണ്. അയ്യോ, അതായത് ഇതിൻ്റെ റെസിപ്പി പുറത്ത് പറയുന്നതിൽ എന്തെങ്കിലും
എന്നാൽ ഞാൻ ബോളിവുഡിലേക്ക് തന്നെ കിടക്കാം. ഇനിയിപ്പോൾ ഇത് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇത്ര കിട്ടാൻ പോകുന്നില്ല. അതാ ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ എള്ളുണ്ട ലോക പ്രശസ്തി നേടിയതാണ്. ആൾക്കാർ തേങ്ങാപ്പാലെന്നാണ് പറയുന്നതെങ്കിലും എന്നെ ഇവിടെ എത്തിച്ചതിനകത്ത് തേങ്ങാപ്പാലിനേക്കാൾ വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എള്ളുണ്ടയാണ്. ഇത് തേങ്ങാപ്പാലുണ്ടോ? തേങ്ങയുണ്ട്. തേങ്ങയുണ്ട്. ഞാൻ മോനെ ചവയ്ക്കണം. എള്ളുണ്ട ഗംഭീരമുണ്ട്. അതിഗംഭീരം ഇതാണ്. ഇതൊരു 1 ലിറ്റർ എടുക്കാനുണ്ടാവുമോ വീട്ടിൽ കൊണ്ടുപോകാൻ? ഷൈജു ദാമോദരൻ പറഞ്ഞത് എല്ലാ 4 മണിക്കും എന്നെ ഇതൊക്കെ സംസാരിക്കാൻ വിളിക്കാവോ? ഷൈജുഭായി വന്നിരുന്നു. ഷൈജു ദാമോദരൻ പുള്ളിക്കൊരു നിബന്ധനയുള്ളൂ. 4 മണിയാകുമ്പോൾ എനിക്കിത് എല്ലാ ദിവസവും തരണം. ഞാൻ എല്ലാ ദിവസവും സംസാരിക്കാൻ വരാം. അപ്പോൾ ഒരു വിലപേക്ഷയില്ലേ. അങ്ങനെ ബോളിവുഡിലെത്തി നമ്മൾ. യെസ് എന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ എത്തിയിരിക്കുന്നത് ധാരാവിയിലാണോ? അല്ല, നമ്മൾ ഗോരേഗാവ് എന്ന് പറഞ്ഞ് ഒരു സ്ഥലമുണ്ട് ഇവിടെ ബോംബെയിൽ. ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ട് വണ്ടി കയറിയിരിക്കുക. കോണ്ടാക്റ്റ് ഉണ്ട് അവിടെ. നമ്മൾക്ക് ചെറിയൊരു കോണ്ടാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മലയാളികൾക്കിടയിൽ പ്രബലനായ ഒരു മലയാളി രവി ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. റിലയൻസ് രവി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ന് റിലയൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സഹായങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് ചില റെക്കമെൻഡേഷൻസൊക്കെ ആയി പോയിട്ടുണ്ട്. അതിൽ ഒരു ഹെൽപ്പ് ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് ദിനേശ് ചേട്ടൻ, ദിനേശ് പ്രഭാകർ. ദിനേശ് ചേട്ടൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ള ഒരു ചെറിയ ധാരണയൊക്കെ ഉള്ളൂ. നമ്മൾ അൾട്ടിമേറ്റ്ലി പിന്നെ ഈ ബോളിവുഡിൻ്റെ വാതിൽ അതാണെന്നുണ്ടെങ്കിൽ ആ വാതിലിൻ്റെ അവിടെ നമ്മൾ കണ്ട ഒരാളാണ് മുകേഷ് ചാബ്ര എന്ന് പറഞ്ഞാൽ. അദ്ദേഹം കാസ്റ്റിംഗ് ഡയറക്ടർ, ഇന്ന് ഡയറക്ടറൊക്കെയായി, കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം വഴി നമുക്ക് കയറാം എന്നുള്ളതായിരുന്നു. പക്ഷെ ആദ്യത്തെ പടി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇത് ഹിന്ദിയിലേക്ക് ആക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഹിന്ദിയിലേക്ക് ആക്കുന്നതിന് പകരം നമ്മളാദ്യം ഇംഗ്ലീഷിലേക്ക്, ഇത് ഫുള്ള് ഇംഗ്ലീഷിലേക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഹിന്ദിയിൽ എങ്ങനെ വർക്കാക്കാം എന്നുള്ളതിൻ്റെ ചിന്തകൾ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് ഞാൻ കുറച്ച് ടൈപ്പ് ചെയ്യും, അവൻ കുറച്ച് ടൈപ്പ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ മാറി മാറി നിന്ന് ടൈപ്പ് ചെയ്ത് ഇത് തീർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് നമ്മുടെ ടാസ്ക്. അത് അവിടെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ബോംബെയുടെയൊക്കെ ഒരു ആംബിയൻസും എൻജോയ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ മുറി വിട്ട് പുറത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല ആംബിയൻസ് എൻജോയ് ചെയ്യാനായിട്ട്. അത് വേറെ കാര്യം. എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവരൊക്കെ അന്തേവാസികളായിട്ട് വരും. ഇടയ്ക്ക് സിജു വരും, ഷറഫ് വരും, രാജേഷ് വരും. ഇവരൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് പോകും. എന്താണ് ഇവിടെ നടക്കണം നമ്മുടെ പണി എന്ന് പറയുമ്പോൾ. ഷറഫും സിജു ഒക്കെ അവിടെ ഉണ്ടപ്പോൾ ഇല്ല, അവര് നാട്ടിൽ നിന്ന് നമ്മളെ കൂടെ വന്നിട്ടില്ല. അവരെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യും. ബോംബെ വിസിറ്റ് ചെയ്യും. സിജു പ്രധാനമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കാര്യം അവന്റെ കാമുകി ബോംബെയിലാണ്. അതിന് വേണ്ടിയാണ്. അവർ പിന്നെ കല്യാണം കഴിച്ചു. അപ്പൊ അതിന് നമ്മുടെ സഹകരണം എന്നുള്ള വ്യാജേന അവൻ വരും വന്നിട്ട് ഇവിടെ. ഷറഫിനെ ഇടയ്ക്കിടയ്ക്ക് ഈ ജയ്പൂര് അവിടെ ഇവിടെയൊക്കെ പോകുന്ന അസുഖമുണ്ട്. ചില ദർഗകൾ വിസിറ്റ് ചെയ്യുക, ആഗ്രഹമുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ വഴി റീറൂട്ട് ചെയ്ത് അവരിവിടെ വന്ന് നിൽക്കും. അവർക്കൊക്കെ അഭിനയമോഹം ഉണ്ടോ? എല്ലാവർക്കും അഭിനയമോഹമാണ്. ഷറഫിന് കൂടുതലും അവനൊരു അംബാനി ആവണം, ഒരു ബിസിനസ് മാൻ ആവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ അവൻ ഇത് നേരമൊക്കെ തുടങ്ങുന്ന സമയത്തും സ്വന്തമായ ഒരു കമ്പനി ഉണ്ടാക്കുക ഉണ്ട് ഓൾറെഡി. ഇപ്പോൾ ഒരു ടൂറിസം ഇത് ഉണ്ട് ഓൾറെഡി. സീസൺസ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ. പിന്നെ പ്രേമം കഴിഞ്ഞപ്പോഴാണ് ഫുൾ ഇൻ ടു ആക്ടിങ്ങിലേക്ക് ആവുന്നത്. ഇങ്ങനെ നമ്മൾ ഈ എഴുത്തും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അവസാനം നമ്മൾ സ്ക്രിപ്റ്റ് ലോക്കാക്കി. ഇതിൻ്റെ ഇടയ്ക്ക് പല വർഷം നാട്ടിൽ വന്ന് പോകുന്നുണ്ട്. ഇത് ലോക്കാക്കി കഴിഞ്ഞിപ്പം ആരുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും ഈ കഥ. നമുക്ക് അറിഞ്ഞില്ല. അതായത് ഒരു ആക്ടറിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ പലരുടെ പേരൊക്കെ ആലോചിച്ചു. ഇവരിലേക്ക് ഓക്കെ പല തീരുമാനങ്ങൾ ഇവരിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യണം. അപ്പം അതിന് മുമ്പ് നമുക്ക് ഈ ഷട്ടറിൻ്റെ കഥയാണല്ലോ. ഷട്ടർ എന്ന് പറഞ്ഞ സിനിമ ഓർക്കുന്നില്ല? അതെ, പിന്നെ ഞാൻ കണ്ടു പടം. അതെ. അപ്പോൾ ഒരു ഷട്ടർ വേണമല്ലോ നമുക്ക്. അത് കണ്ടെത്തുക എന്നുള്ളതായി. അപ്പം നമുക്ക് ഒരു റോഡ് ട്രിപ്പ് പോകാം, ഒരു റക്കി ഭാഗമായിട്ട് ലൊക്കേഷൻ കാണാനായിട്ട്. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പം ഈ നേരത്തിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് ക്രോഫോർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ മച്ചാനുണ്ട്, തമിഴിനാണ്. ഒരു ആർട്ട് ഡയറക്ടർ ഒപ്പം ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമ്മളൊരു ഇന്നോവ എടുത്തു. ഇന്നോവ ഒരു തമിഴിനായിരുന്നു അതിൻ്റെ ഡ്രൈവർ. അതായത് നമ്മൾ ബോംബെയിൽ നിന്ന് പോവുകയാണ് ലൊക്കേഷൻ നോക്കിയിട്ട്. എവിടെയൊക്കെ പോകാം എന്നുള്ള മാപ്പൊക്കെ നോക്കുകയാണ്. ഇത് എങ്ങനെ പോകും എന്ന് പറഞ്ഞ് ഈ റൂട്ടിൽ പോകാം, മധ്യപ്രദേശ് റൂട്ടിൽ പോകാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഷട്ടറുകൾ ഏതെങ്കിലും ഷട്ടർ കണ്ട അവിടെ നിർത്തിയിട്ട് ചോദിക്കുക. അതായിരുന്നു ആകപ്പാട് ഐഡിയ കയ്യിലുള്ളത്. ഫസ്റ്റ് തന്നെ ഈ വന്ന ഡ്രൈവർ അണ്ണന് വീട്ടിലെന്തോ പ്രശ്നം. അവിടെ ഫസ്റ്റ് തൊട്ട് ആ വണ്ടി എടുക്കുന്നതിന് മുമ്പോട്ട് തന്നെ പുള്ളി ചോദിച്ചു തുടങ്ങി എന്നാൽ നമ്മൾ തിരിച്ചു തന്നെ. അവിടെ തൊട്ട് തിരിച്ച് നമ്മൾ 8 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. ഈ വഴി കംപ്ലീറ്റ് ഇങ്ങനെ ഒരു സൈഡിൽ കൂടി നമ്മൾ സീരിയസ് ആയിട്ട് ചർച്ച പോകുമ്പോൾ അതെ എൻ്റെ അടുത്തൊരു കാര്യം പറയും എന്നാൽ നമ്മൾ തിരിച്ചു പോകുന്നത്. മറ്റേ അങ്ങനെ ഒരു ക്യാരക്ടർ സൈഡിൽ എപ്പോഴും ഉണ്ട്. ഇങ്ങനെ അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഒരു ട്രാക്ക് അതിൽ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന ക്രോഫോർഡ് ആർട്ട് ഡയറക്ടർ കയറുമ്പോൾ തൊട്ട് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ, ഒരു സെറ്റ് ഇട്ടാൽ പോരെ എന്നുള്ളത്. അങ്ങനെ 2 പിന്തിരിപ്പന്മാരും ഒപ്പം ഉണ്ട്. ഇതിനെ ഇവരെ എങ്ങനെ ഒതുക്കാം എന്നുള്ള ചർച്ചയാണ് കൂടുതലും. ഇതെങ്ങനെ പോകാം. അങ്ങനെ ഈ റൂട്ടിൽ പോവുകയാണ്. നമ്മൾ പോയി ഭോപ്പാൽ എത്തി. ഭോപ്പാൽ കൊള്ളാം, നല്ല. കാരണം എൻ്റെ വളരെ അടുത്ത റിലേറ്റീവ്സ്, ഞാൻ മുമ്പ് ഭോപ്പാലിൽ പോയിട്ടുണ്ട്.
അവരൊക്കെ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അങ്ങനെ ഇപ്പം അങ്കിത്ത് ഭോപ്പാൽക്കാരനാണ്, അങ്കിത് മേനോൻ, ഇത് മ്യൂസിക് ഡയറക്ടറിൽ. അങ്ങനെ ഭോപ്പാലൊക്കെ കണ്ട് ഈ പരിസരം നമുക്ക് പിടിക്കാം, കൊള്ളാം, ഒരു രസമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാപ്പ് എടുത്തിട്ട് നോക്കുമ്പോൾ അപ്പോൾ ആനന്ദ് നോക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പണിഞ്ഞ ഒരു സ്ഥലം. കൊള്ളാലോ എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ അത് നോക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് അതൊരു മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സായിരുന്നു. മൗ എന്ന് പറഞ്ഞ സ്ഥലം, അതായത് മിലിറ്ററി വാർ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യ, അത് അബ്രിവേഷനാണ്. ആ സ്ഥലം മൗ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഭയങ്കര കേരളം പോലെ ഇരിക്കുന്ന സ്ഥലം, നല്ല പച്ചപ്പും ഇതും. ഇവിടെ എന്തായാലും നമ്മൾ വന്ന് പെട്ടു. ഓക്കെ, പക്ഷേ ഈ സ്ഥലം നമുക്ക് ഫിക്സ് ചെയ്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം നമുക്ക് കഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു പുള്ളിയെ ചെന്ന് പിടിക്കുക. അതായത് പുള്ളിയെ ചെന്ന് പിടിക്കുകയല്ല, നമ്മൾ പരിചയമില്ലാത്തൊരു നാട്ടിൽ ചോദിക്കുമ്പോൾ ഒരു പണിയില്ലാണ്ട് നാട്ടിൽ നിൽക്കുന്ന ഒരാളല്ലേ, ഇത് ആരാ നിങ്ങളെന്നൊന്ന് ചോദിക്കുന്നൊരു ടീമില്ലേ ഒരു നാട്ടിൻ പ്രദേശത്ത്, അങ്ങനെ ഒരു ടീം. അപ്പോൾ പുള്ളിയെടുത്ത് ഞങ്ങളിങ്ങനെ ഫിലിം എടുക്കാൻ വേണ്ടി വന്നതാണ്, ഇതാണ് പ്ലാൻ ചെയ്യുന്നത്, ഞങ്ങൾ സ്ഥലം നോക്കാൻ. അപ്പോൾ പുള്ളിക്ക് ആവേശം, കാരണം സിനിമാക്കാർ വന്നിട്ട് പുള്ളി ഓടി നടന്നെല്ലാം ചെയ്യുന്നു, ചെയ്യുന്നു. പിന്നെ സംശയം ഈ സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കണമല്ലോ പുള്ളിക്ക്. അപ്പോൾ ഷട്ടറിൻ്റെ കഥ നമ്മൾ ആദ്യത്തെ ഇത് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഞാൻ ഇങ്ങനത്തെ പടങ്ങളൊന്നും ചെയ്ത്, പുള്ളിക്കത് വേറെ രീതിയിലാണ് കിട്ടിയത്. പിന്നെ അതല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതാ ഉദ്ദേശിക്കുന്നത് ഇപ്പം എങ്ങനെ ഹിന്ദിയിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ള ഇതായിരുന്നു. അങ്ങനെ പുള്ളി ഒരു വിധത്തിൽ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മുടെ ആ ഡയറക്ടർ ഒന്നും ഹിന്ദി അറിയത്തില്ല. ആ ഡയറക്ടർ അവരെ ഹിന്ദി നിരോധിത മേഖലയിൽ നിന്ന് വരുന്ന ഒരാൾ, തമിഴ്നാട്. നമ്മൾക്കറിയാവുന്ന ഹിന്ദിയിലൊക്കെ വെച്ചിട്ട് ഇയാൾ ആദ്യം തന്നെ ഇത് നെഗറ്റീവ്, പുള്ളി ഇത് ഏപ്പടമാണെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി പിന്നെ സഹകരണമൊക്കെ കുറഞ്ഞു. അതല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എത്ര രീതിയിൽ പറഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു രക്ഷയില്ല എന്നുള്ള മനസ്സിലായി. കൂട്ടത്തിൽ ഒരു ഹിന്ദിക്കാരനാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഹിന്ദി ഡയലോഗ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരാളെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളി നിങ്ങൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നത് നമുക്ക് ഹിന്ദി എഴുതാമെന്ന് പറഞ്ഞ് പുള്ളി നിങ്ങളുടെ ഒപ്പം ഒരു ഹിന്ദി അറിയാവുന്ന ഒരു അസിസ്റ്റൻറ്റ് വേണം എന്നും പറഞ്ഞ് ഒരുത്തരം അവിറൽ എന്ന് പറഞ്ഞാൽ അവിറൽ ഝാ പുള്ളിയെ കൂട്ടത്തിൽ വിട്ടു. പുള്ളിക്ക് ഹിന്ദി അറിയാമെങ്കിൽ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടാ. ദിനേശിന് മലയാളം ഹിന്ദിയൊക്കെ എല്ലാവരും. ദിനേശ് ചേട്ടൻ നമ്മുടെ ഒപ്പം ഇല്ലല്ലോ. ദിനേശ് ചേട്ടൻ അവർ ഡബ് ചെയ്യുന്ന ആളും കൂടിയാണല്ലോ, മൾട്ടി ലിംഗ്വൽ ആണല്ലോ. പക്ഷേ ദിനേശ് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, നമുക്ക് നല്ല ഒരു സപ്പോർട്ടൊക്കെ തന്നിട്ട് പോകും. അല്ല, ദിനേശ് ചേട്ടൻ ഒപ്പം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, പുള്ളി ബിസി ആണല്ലോ. പുള്ളി പല വർക്കുകൾ ചെയ്യുന്ന ആളല്ലേ. നമ്മൾ ഈ ഒരൊറ്റ പണി തന്നെ ആണല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇല്ല, പുള്ളി അവസാനം പുള്ളി ആദ്യം ഒരു റോള് തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അവസാനം എനിക്ക് റോളൊന്നും വേണ്ട, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പൊക്കെ ചെയ്യാമെന്നുള്ളത്. പുള്ളിയുടെ ആദ്യത്തെ ആ ആവേശം ചെറുതായിട്ട് അണഞ്ഞു, എങ്കിലും പുള്ളി ഹെൽപ്പൊക്കെ ചെയ്തു. ഇത് കാണാനും പല സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കാനും ഈ ഉദ്ദേശ പോലത്തെ ഒരു നമുക്ക് അവിടെ കിട്ടി. നമ്മൾ മാനസികമായി അത് പ്രിപ്പയർ ചെയ്യാണ്. അങ്ങനെ തിരിച്ചു വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മൾ പ്രൊഡ്യൂസറുണ്ട്, അവനൊരു ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ അവന് ചെറിയ ബിസിനസ്സിലെ ചില പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ചെറിയൊരു ഡിലേ വരും. അപ്പം അത് കാരണം നമ്മൾക്ക് എല്ലാവർക്കും മന്ത്ലി പേയ്മെൻറ്റ് വരുന്നുണ്ട്, അതെല്ലാം കൃത്യമായിരുന്നു. എല്ലാം ഈ ഒരു 7 മാസത്തോളം കാലം നമ്മളവിടെ ഉണ്ടായിരുന്നു, എല്ലാം കറക്റ്റ്. അപ്പോൾ അതിനൊരു ഡിലേ വരും എന്നുള്ള ഇത് വന്നപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നാട്ടിലേക്ക് പോവാം, കുറച്ച് ദിവസമായില്ലേ വന്നിട്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് പോകാനുള്ള ഐഡിയയിലേക്ക് വന്നു. അപ്പോൾ പോകുമ്പോൾ വെറുതെ പോകണ്ട, ദുരന്തോ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോക്കും വരും. നമുക്ക് ഗോവ വഴിയാണല്ലോ പോകുന്നത്. ഗോവയിലൊന്ന് ഇറങ്ങി നമുക്ക് 2 ദിവസം അവിടെ ഗോവയിൽ നിന്നിട്ട് നാട്ടിലേക്ക് പോവാം എന്നുള്ള ഐഡിയ ആയി. അപ്പോൾ അങ്ങനെ തന്നെ തീരുമാനിച്ച് നമ്മൾ ഗോവയിൽ ഇറങ്ങി 2 ദിവസം ഗോവയൊക്കെ എൻജോയ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് നേരെ നാട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ എത്തി എന്നുള്ളപ്പോൾ നിവിൻ ഇങ്ങനെ വിളിച്ചു, എടാ ഇവിടെ ഇന്ന സ്ഥലത്ത് എൻ്റെ പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് വാ. അതായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ്. തുടക്കം മാംഗല്യം ആ പാട്ടിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. അവിടെ ഞങ്ങൾ ചെന്നു, നിവിൻ വിളിച്ചിട്ട് എന്നാന്ന് പറഞ്ഞാൽ ഞാൻ അൽഫോൺസ്, ആനന്ദ് ഉണ്ടായിരുന്നു, ഇങ്ങനെ സിജു ഉണ്ടായിരുന്നു. നമ്മളവിടെ ചെന്ന് നിവിനെയൊക്കെ കണ്ടു. അപ്പോഴാണ് അൻവർക്ക എന്താ പരിപാടി, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹിന്ദി പടം ബോളിവുഡ് അപ്പോൾ അത് നടക്കുന്നില്ല അങ്ങോട്ട്. ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി അത്ര ഈസി അല്ല ബോംബെയിലോട്ട്. അതെ, ഈ ഇൻഡസ്ട്രിയിലേക്ക് അങ്ങനെ ചുമ്മാ നമുക്ക് കയറി ചെന്നൊരു പടം എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് ശക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ അത് എങ്കിലും നമ്മളൊരു കോൺഫിഡൻസിൻ്റെ പുറത്ത് പോവുകയാണ്. പറ്റുമായിരിക്കും, നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എവിടെയോ കിടക്കുന്നതുകൊണ്ടാണ് ഈ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇപ്പോഴും നമ്മളൊരു ഡിലേ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പിന്നെ തിരിച്ച് ബോംബെയിലേക്ക് പോകുന്ന ഐഡിയ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ഗ്യാപ്പിൽ വേണ്ടി നമുക്ക് റെസ്റ്റ് ആയിട്ട് കരുതാം എന്നുള്ള ഇവിടെ വന്ന് അങ്ങനെ അതെ അങ്ങനെ അമ്പൊക്കെ ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ മലയാളത്തിന് പറ്റിയ വല്ലതും ഉണ്ടോ കയ്യിലെന്ന് ചോദിച്ചു. അപ്പോൾ അൽഫോൺസ് ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ ഒരു 3 കാലഘട്ടത്തിൽ വരുന്ന ഒരു പ്രേമത്തിൻ്റെ ഒരു ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ ബേസിക് ഐഡിയ. ബാക്കി പിന്നെ വേറെ കുറച്ച് സബ്ജക്റ്റുകൾ, പക്ഷേ എനിക്ക് ഇത് കുറച്ച് രസമുള്ളൊരു പരിപാടിയായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കിയിട്ട് ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ ഒരു രൂപം റെഡിയാക്കിയിട്ട് ഒന്ന് പറ എന്നായി. പിന്നെ അതിൻ്റെ ദിവസങ്ങളായിരുന്നു. ഒരു വട്ടം ഫുൾ സ്ക്രിപ്റ്റ് അല്ലെങ്കിലും
ഇതെന്താണ് എന്നുള്ളൊരു കുറച്ചും കൂടി നമ്മൾ തന്നെ ഈ ബേസിക് ഐഡിയ ഉള്ളൂ. ഈ അൽഫോൺസ് പറയുമ്പോൾ താങ്കൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇങ്ങനെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത സബ്ജക്റ്റുകളിൽ ഒന്നാണത് ഈ 3 കാലഘട്ടത്തിൽ. അതെ അതെ അതെ, അതൊക്കെ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി. അതെ അതെ, ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിലെ ഒരു സബ്ജക്റ്റാണിത്. ബേസിക് ഐഡിയ മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. ഇതിനി കുറച്ചും കൂടി അതൊരു പ്രൊഡ്യൂസറിനെ കൺവിൻസ് ആവുന്ന രീതിയിൽ കുറച്ച് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അമ്പുകടുത്ത് അൽഫോൺസ് പ്രസൻറ്റ് ചെയ്തു. പിന്നെ ചരിത്രം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രേമം ഓണാവുകയാണ്. നമ്മൾ ഇവിടെ ആലുവയിൽ സെറ്റിൽഡ് ആവുകയാണ്. പ്രേമത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്നു. 2014 ജാനുവരി 1 മറ്റെയാണ് എഴുത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ രാജേഷ് പുതിയ കഫേ റേസർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വരും. അത് വന്നാണെങ്കിൽ മറ്റേ ഒന്ന് സിംഗിൾ സീറ്ററാണ്. അങ്ങനെ ആദ്യം വന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പോകാൻ നാട്ടിലേക്ക് ആ വണ്ടി പോകാന്നുള്ള ഐഡിയയിൽ നിൽക്കുകയാണ്. പിന്നെ അടുത്ത സീറ്റ് വരുന്നു. പിന്നെ ഈ ഫുഡ് ട്രസ്റ്റ് ലെഫ്റ്റിലത്തെ ആദ്യം വന്നു, റൈറ്റിലോ വന്നില്ല. അങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് ഇത് വരുന്നത്. ഇത് നാട്ടിൽ പോകാൻ മുട്ടിയിട്ട് പാടില്ല, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഈ പ്രേമത്തിൻ്റെ ഗ്യാപ്പിൽ നമ്മുടെ ഫ്രണ്ട് അവിടുത്തെ തന്നെ അൽഫോൺസിൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള അർജു എഡിറ്ററാണ്. ഒരുപാട് വിനയ് ഗോവിന്ദിൻ്റെ ഇത് കോഹിനൂർ അങ്ങനത്തെ ഇപ്പോൾ ഒരുപാട് പടങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഇപ്പോഴും എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അവനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, കട്ടൻ കാപ്പി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതെല്ലാം ഇവർ ആനന്ദ ഷൂട്ട് ചെയ്തിരിക്കുന്ന, രാജേഷാണ് മ്യൂസിക്, സിജു കിച്ചു എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതിൽ വരുമ്പോൾ ഇതിൽ ചെറിയൊരു പാട്ടിൻ്റെ പോർഷൻ ഇങ്ങനെ 2-3 വരികളൊക്കെ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇത് കൊള്ളാമല്ലോ, ഞാൻ എഴുതിയ വരികളൊക്കെ രസമുണ്ടല്ലോ ഒക്കെ ഇങ്ങനെ ഇപ്പോൾ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് എഴുതുകയാണ് സിനിമയ്ക്ക് പാട്ട്? അത് സിനിമയല്ല, ഷോർട്ട് ഫിലിമാണ്. സിനിമയിൽ ആക്ച്വലി എഴുതിയല്ലോ, മറ്റേ നേരത്തിൽ പിസ്ത അത് എഴുതേണ്ടി വന്ന. അതെ, അതിലേക്ക് നമുക്ക് വരാം. ഈ മലയാളത്തിൽ ഷോർട്ട് ഫിലിമിൽ എഴുതാണ്. അതും ആദ്യമായിട്ടല്ല. ആക്ച്വലി ഞങ്ങൾ അവിടെ കോളേജിൽ പഠിക്കുമ്പോൾ മുജീബ് ഉണ്ടല്ലോ, മുജീബ് ചെറിയ ചെറിയ ഇത് ജിംഗിൾസ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവിടെ ജബ്ബാർ കല്ലറക്കൽ എന്ന് പറഞ്ഞൊരു ആർട്ട് ഡയറക്ടർ ഉണ്ട്. അദ്ദേഹം സീമാസിൻ്റെ ഒരു റംസാൻ ഓണോ അത് ആ കോമ്പിനേഷനിൽ വരുന്ന ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടൊരു ആഡ് ചെയ്യുന്നു. അതിലൊരു പാട്ട് വേണമെന്നും പറഞ്ഞു. അങ്ങനെ അതിൽ ഞാൻ എഴുതി. അതിപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ ഏതോ സിനിമയുടെ ഷൂട്ടിൽ സീമാസിൽ പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിങ്ങനെ പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിപ്പോഴും പ്ലേ ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ആദ്യം എൻ്റെ റിലീസായ ഒരു വർക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ. അത് ഇപ്പം നേരത്തിന് മുമ്പാണ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഷോർട്ട് ഫിലിമിൽ എഴുതി കഴിഞ്ഞപ്പോൾ അത് രസമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴും ഈ ഒരു എഴുതുക എന്നുള്ള ഒരു ഐഡിയ തന്നെ ഇല്ല. ഒരു ലിറിസിസ്റ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഷൈൻ ചെയ്യുന്ന പിസ്ത എന്നുള്ള പാട്ടാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? സാഹചര്യത്തിൻ്റെ നിർബന്ധം മൂലം ഉണ്ടായ പാട്ടാണ്. സഭകളിലിരുന്ന് പാട്ട് പാടുന്ന ഒരു പ്രധാന, ഇപ്പം മറ്റേ പ്രേമത്തിൽ പറയാം ശംഭൂര് പാട്ട് പാടുക എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു എൻ്റെ അടുത്തും. നമ്മൾ വട്ടം കൂടിയിരിക്കുമ്പോൾ കോളേജിലാണെങ്കിലും ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഏത് സഭകളിലാണെങ്കിലും പാട്ട് പാടി എൻ്റർടൈൻ ചെയ്യാന്നുള്ളൊരു പരിപാടി ഉണ്ട്. ഇപ്പോഴും പല ആൾക്കാരും ഞാൻ എൻ്റെ അടുത്ത് ആ സമയത്ത് കോളേജ് ടൈമിലൊക്കെ ഉണ്ടായിരുന്ന പല കൂട്ടുകാരും ഞാൻ അന്ന് പാടിയിരുന്ന പാട്ടുകളെ കുറിച്ച് പറയുമായിരുന്നു. എൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, സ്ഥിരമായിട്ട് ഞാൻ പാടുന്ന പാട്ടുകളിൽ ഒന്നായിരുന്നു പിസ്ത സുമാക്കർ ജഗതി ചേട്ടൻ്റെ മറ്റേ പടത്തിനകത്ത്. നമുക്ക് അത്രേ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരം എഡിറ്റിംഗ് ടേബിളിലെത്തി. എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ഇത് ഡിമാൻഡ് അനുസരിച്ചിട്ട് രാത്രി ഇങ്ങനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അൽഫോൺസ് എന്തെങ്കിലും കാണാൻ പാകത്തിനായിരിക്കും ഞാൻ വിളിച്ച് കാണിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകും. അല്ലെങ്കിൽ ഈ ഞായറാഴ്ച ഫുള്ള് ഞങ്ങൾ ഒരുമിച്ചാണ് സ്പെൻഡ് ചെയ്യുന്നത്. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു മലയാളി ഹോട്ടലുണ്ട്, അവിടെ പോയി മലയാളി ഫുഡ് കഴിക്കുക അങ്ങനത്തെ ഒരു ഇത് ഞായറാഴ്ച ഒരുമിച്ച് എല്ലാം സ്പെൻഡ്. ചിലപ്പോൾ സിനിമയ്ക്ക് പോകും, ചർച്ചകൾ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നേരത്തിൻ്റെ എഡിറ്റിങ്ങിന് നടക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ അൽഫോൺസും രാജേഷും ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇതിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഐഡിയ. അപ്പോൾ ഈ ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോഴേക്കും നാക്കുമുക്ക് വെച്ചാണ് ആ പോർഷൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അൽഫോൺസ്. അപ്പോൾ ഈ എനർജിയുള്ള പാട്ട് വേണം, ഇതിൻ്റെ മേളിലേക്ക് ചിന്തിച്ചാൽ മതി രാജേഷ് എന്നൊക്കെ പറഞ്ഞ് രാജേഷ് പോയിരുന്നു പണിയാണിരുന്നു. അങ്ങനെ രാജേഷ് പണിഞ്ഞ് ഈ തനനൊക്കെ ആയിട്ട് ഈ തമിഴ് എഴുതാൻ കൊടുത്ത് തമിഴ് ലിറിക്സ് വന്നിട്ടാണ് ഇവർ ഇത് നടക്കില്ല എന്നുള്ള മട്ടിലിരിക്കുന്നത്. അപ്പോൾ തമിഴ് ലിറിക്സിൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഒരു പുലി ഒരു മാനിനെ ഓടിച്ചിടുന്നു. അപ്പോൾ അതാണ് കണ്ടത്. പുലി മാൻ ഓടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത കണ്ടന്റ് വന്നിരിക്കുകയാണ്. വർക്കാവണില്ല. ഇതിപ്പോൾ ഇത്ര കണ്ടന്റ് നിന്നാൽ പിന്നെ വിഷ്വൽ കാണിക്കണ്ടല്ലോ എന്നുള്ള മട്ടിലാണ് അൽഫോൺസ് ഇരിക്കുക. അതായത് അത്ര വിഷ്വലിൻ്റെ ഡബിൾ കണ്ടന്റ് ഉണ്ട് പാട്ടിൽ. അപ്പോൾ ഡിസ്ട്രാക്ഷൻ്റെ പീക്കാണ്. നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ പെട്ടെന്ന് അൽഫോൺസ് ചേട്ടാ നീ ജഗതി ചേട്ടൻ്റെ പിസ്ത സുമാക്കിറ പാടാറില്ലേ, അതൊന്ന് പാടി നോക്കി ഇതിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇട് എന്ന് പറഞ്ഞു. ഇപ്പോൾ വിഷ്വൽ വിത്ത് വിഷ്വൽ ട്രാക്കും കൂടി ഇട്ട് ഞാൻ എൻ്റെ 4 വരി അങ്ങോട്ട് പാടിയപ്പോൾ 2 പേരും ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റ്, ഇത് മതി എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മളേ ഉള്ളൂ, ബാക്കി നീ എഴുതിക്കോ. ജഗതി ചേട്ടൻ കോപ്പിറൈറ്റ് എഴുതിയിട്ടില്ല ഇല്ല, ബാക്കി എന്ത്. പക്ഷെ അത് നമ്മൾ വിളിച്ചു ചോദിച്ചു. അപ്പോൾ സത്യൻ്റെ കാലം ഡയറക്റ്റ് ചെയ്ത പടമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിവിനെ വെച്ചിട്ട് ചോദിച്ചു,
നമ്മളിങ്ങനെ ഒരു സാധനം എടുക്കുന്നുണ്ട്, എന്തെങ്കിലും റൈറ്റ്സിൻ്റെ പ്രശ്നം വരുമോ ഇല്ലയോ, സത്യനന്ദിക്കാട് സത്യനന്ദിക്കാട്. കാരണം അത് ആ ഒറിജിനൽ ജഗത് ചേട്ടൻ പാടിയതിൻ്റെ ഡയറക്ടറും സത്യനന്ദിക്കാടായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ, തടസ്സമുണ്ടോ. അപ്പോൾ പുള്ളി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യൂസ് ചെയ്തോ എന്ന് പറഞ്ഞു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള പടം അത്. അതെ, അപ്പം കുഴപ്പമില്ല. പുള്ളിയുടെ ഇത് കിട്ടി, ഓക്കെ കിട്ടി. നമുക്ക് ഇനി ബാക്കി എഴുതുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. നീ എന്ത് വേണമെങ്കിലും എഴുതിക്കോ. ഇതുണ്ട്, പക്ഷേ തുടർന്നുള്ള അഡീഷണൽ ലിറിക്സ് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഞാനിത് തന്നെ ഇത് എന്ത് എഴുതാനാ എന്ന് പറഞ്ഞത്. നീ എന്ത് വേണമെങ്കിലും എഴുതിക്കോ, ഒറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, ഒരർത്ഥം ഉണ്ടാവാൻ പാടില്ല. ഞാൻ അങ്ങനെ ഓക്കെ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ ആധുനികം വേണമെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ എഴുതി ചെന്ന് ഡെസ്കിലൊക്കെ ഡെസ്കിലൊക്കെ ഇതൊക്കെ എഴുതിയിട്ട് ഇവന്മാർക്ക് അയച്ചു കൊടുത്തു, പാടി അയച്ചു കൊടുത്തു. അപ്പോഴേക്കും ഇത് രണ്ടുപേരും കേട്ടിട്ട് നന്നായിട്ട് നമുക്ക് നാളെ റെക്കോർഡിങ് പോവാം പറഞ്ഞു. എടാ നിനക്ക് ഒന്നും കൂടി ചിന്തിച്ചോ, 2, 3, 4 പ്രാവശ്യം ചിന്തിച്ചോ. അൽഫോൺസും രാജേഷ് എല്ലാവരും ഹാപ്പിയാണ്. അവർ രണ്ടുപേരാണല്ലോ ആദ്യം ഇതിങ്ങനെ ഞാനിങ്ങനെ മൊബൈലിൽ പാടി കൊടുക്കുമായിരുന്നു. അവർ ഓക്കെയാണ്, നമ്മൾ നാളെ റെക്കോർഡിങ്ങിന് പോകുന്നു, ഫൈനൽ നീ തന്നെ പാടുന്നു പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഞാനൊരു പാട്ട് പാടി എൻ്റെ അകത്ത്. എൻ്റെ ഫസ്റ്റ് ഞാൻ ആദ്യം സിനിമയിൽ പാടുന്ന പാട്ട് ഇതല്ല. അതിൽ ഈ തക എന്നുള്ള പാട്ടുണ്ട്. അതും ഭയങ്കര ഇതാണ്. അതായത് അതിൻ്റെ റൈറ്റർ സന്തോഷേട്ടനാണ്. സന്തോഷേട്ടൻ ലിറിക്സ് ചെയ്ത്. അപ്പോൾ ഇത് രാവിലെ തൊട്ട് ഇടും തക ഇങ്ങനെ ഇത് ചെയ്തിരിക്കും. അപ്പോൾ ഇത് ലിറിക്സ് എഴുതി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ രാജേഷ് ഇത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് തക ചുവട്ടടിത്താളമുണ്ട് തകൃതിയില്ല ടപ്പുകൾ ഉറപ്പിച്ച് കലി പട്ടനീല മട്ടിപ്പുട്ടി വിറപ്പിച്ചിരണ്ട ജയത്തിൻ്റെ കുട്ടി പറത്തിയിടണം. ഇതാണ് ഫസ്റ്റ്. ഇവൻ എങ്ങനെ നോക്കിയിട്ട് ഇത് വായിക്കാൻ പറ്റുന്നില്ല. ഇത് ഇത്ര ഇതായിട്ട് എഴുതി കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഒരു പ്രശ്നമുണ്ട്, ലിറിക്സ് വന്നു എന്ന് പറയണം. അപ്പോൾ ലിറിക്സ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ ഇങ്ങനെ വായിച്ച പോലെ ഞാൻ വായിച്ചപ്പം ഇതാ ഇങ്ങനെയാണല്ലോ ഇത് വായിക്കണ്ടേ. പിന്നെ അല്ലാണ്ട് ഞാനിത് അർത്ഥവും പറഞ്ഞു കൊടുത്തു. ഇതാണ് ആളിയാ നീ തന്നെ ഇത് പാടിക്കോ, ഇനിയിപ്പോൾ വേറെ ആളെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അതും എൻ്റെ പെടലേക്ക് വെച്ച് അത് ഞാൻ പാടി. അങ്ങനെയാണ് ഞാൻ സിംഗറാവുന്നത്. മനസ്സിലായില്ല, എന്നെ സിംഗറാക്കിയ ഇത് സിംഗറാവാനുള്ള പ്രധാന കാരണം സന്തോഷേട്ടൻ്റെ ലിറിക്സും അത് വായിക്കാറുണ്ടാത്ത രാജേശ്വരി. ഫുൾ ക്രെഡിറ്റ്. അതെ, സാഹചര്യമാണ് മനുഷ്യരെ പാട്ടുകാരനാക്കുന്നതെന്ന് പറയില്ലേ, അങ്ങനെ ആയതാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ പാടുന്നുള്ള സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നു, കൊലപാതകം ചെയ്യുന്നു, മദ്യപാനിയാവുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സാഹചര്യത്തിൽ ഒരു പാട്ടുകാരനായ വ്യക്തിത്വത്തിനോടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ സാഹചര്യത്തിൽ ആവാൻ പോവാട്ടോ. അങ്ങനെ എഴുതി ഡനക്കിനൊക്കെ ഡെസ്കിനൊക്കെ എന്ന് പറഞ്ഞ് എഴുതി അയച്ചു കൊടുത്ത് ഇതിൻ്റെ ഇത് ഓക്കെ അത് ഫില്ല് ചെയ്ത് ഇതിനടുത്ത് മറ്റേ അരക്കറക്കറ മുക്കാൻ പാട ലോട്ടെ ലാറ്റി മരുന്ന് കണക്കിന് വാറ്റിയെടുത്ത് പിസ്താസുമാക്കിറ സമാറി ഇതൊക്കെ എഴുതിയിട്ട് ഞാൻ ഇവന്മാരും ഓക്കെ പറഞ്ഞു. എനിക്ക് എടാ നിനക്കൊക്കെ പ്രാന്താണ് എന്ന് പറയാം. എടാ നിനക്ക് മനസ്സിലായില്ല, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പാടാം എന്ന് പറഞ്ഞു. അപ്പം നേരെ നമ്മുടെ ക്ലാസ്മേറ്റ് ഉണ്ട് ശ്രീജിത്ത് എടവന എന്ന് പറഞ്ഞ അവൻ്റെ സ്റ്റുഡിയോ, റൊമാൻ സാറിൻ്റെ സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെ അവൻ സ്റ്റുഡിയോ ഇട്ടെ. അവനാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. നെഞ്ചോട് ചേർത്ത് എന്നുള്ള പാട്ടില്ലേ നസ്രീം നിവിനും കൂടി ചെയ്ത്, അൽഫോൺസ് തന്നെ ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അവൻ്റെ അവിടെ ചെന്ന് ഇത് പാടാം എന്നുള്ള ഐഡിയ. എല്ലാവരും വരികയാണ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്തോ പുതിയ ഐറ്റം ഇറങ്ങിയിട്ടുണ്ട് നാട്ടിലെന്ന് പറഞ്ഞു എല്ലാവരും അവിടെയുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ വരികയാണ്. അപ്പോൾ ഞാൻ തകയും അവിടെ തന്നെയാണ് പാടിയത്. സുമാക്കിർ പാടി എല്ലാവരും ഭയങ്കര ഹാപ്പി. ഞാനാണെങ്കിൽ തകർന്നിട്ടേ ഇത് ഇവന്മാരെങ്ങനെ ഓക്കെ അടിക്കാം, ഒരു രക്ഷയില്ല. ഇതെല്ലാവരും കേൾക്കുന്നു. എല്ലാം നമ്മൾ കാർത്തിക് നമ്മളെ ഗ്യാങ്ങുകൾ എല്ലാവരും കേട്ടിട്ട് ഭീകര അഭിപ്രായം, എല്ലാവർക്കും ഭയങ്കര. എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പറയും, ഞാൻ എന്നോടും പറയുന്നുണ്ട് ഇവരടുത്ത് പറയുന്നുണ്ട് അളിയാ സിൽസില പോലെയാകും എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ എൻട്രി തന്നെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഭയങ്കര എടാ നിനക്ക് ഭ്രാന്താണ്, നിനക്കിത് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്, ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ തിങ് മ്യൂസിക് അന്നൊരു ഞായറാഴ്ചയാണ്. തിങ് മ്യൂസിക്കിൽ സന്തോഷം എന്ന് പറഞ്ഞ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ് യൂട്യൂബിൽ. തിങ് മ്യൂസിക് തുറന്ന് ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ 4 പേരും 4 കമ്പ്യൂട്ടർ മുമ്പിലിരുന്ന് ഓൺ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഞങ്ങൾ പിന്നെ കണ്ടോട്ട് വ്യൂസ് കൂട്ടാൻ അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്ത് ഉച്ച കഴിഞ്ഞപ്പോഴാണ് എനിക്കായിരുന്നു അവന്മാരായിരുന്നു കറക്റ്റ് എന്നുള്ളത് കിട്ടുന്നത്. അതിൻ്റെ റെസ്പോൺസ് കിട്ടി തുടങ്ങി. ആ ഒരൊറ്റ വീഡിയോ ആണ് അത്. എൻ്റെ സ്റ്റുഡിയോയുടെ തട്ടുമ്പുറം അത്. ആ വീഡിയോ കണ്ടിട്ടില്ല, എല്ലാവരും കൂടി ഓടുന്നതും ചാടുന്നിരുന്ന് കൊട്ടുന്നതൊക്കെ. അതായിരുന്നു എൻ്റെ സ്റ്റുഡിയോ, ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്റ്റുഡിയോ. അത് കാരണം നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ ഇതൊരു പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സ്വപ്നങ്ങളുണ്ട്, കാശില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി പണി അറിയാമെന്നുള്ള കാര്യമാണ്. ഇത് എവിടെ ഷൂട്ട് ചെയ്താലും ഞാൻ കട്ട് ചെയ്ത് ഇതിനെ രസമാക്കി തരാമെന്നുള്ള കോൺഫിഡൻസ് അൽഫോൺസിനുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വിഷ്വൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേളിൽ കയറിയിട്ട് എൻ്റെ സ്റ്റുഡിയോയുടെ മേളിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി
അവിടെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് അത് കുഴപ്പമില്ല എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് അപ്ലോഡ് ആയതിനു ശേഷം അത് കണ്ടിട്ടാണ് റെഡ് ജൈൻറ്റ് പടം എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഇരട്ടക്കുഞ്ഞ് പ്രസവിക്കുകയാണ്. നേരം മലയാളവും തമിഴും. ഞാൻ തമിഴിൽ അഭിനയിച്ചത്, മലയാളത്തിൽ എൻ്റെ ക്യാരക്ടർ സിജു അഭിനയിച്ചു. അതാണ് നേരത്തിൻ്റെ ഒരാഴ്ച ഡിഫറൻസിലാണ് ഇത് റിലീസാവുന്നത്. നേരം അൽഫോൺസ് പറയുന്നത് ഇതോടുകൂടി നമ്മുടെ നേരം മാറും നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നേരം മാറി അതിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ പ്രേമത്തിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ ബോംബെയിൽ പോയത്. ബോളിവുഡിൽ പോയിട്ട് തിരിച്ചു വന്ന് പ്രേമത്തിലേക്ക് വരാം. ഇനിയിപ്പം പ്രേമം പിന്നെ ഇത് എഴുത്തൊക്കെ തുടങ്ങി. നിവിനുമായിട്ടപ്പോൾ നല്ല കമ്പനിയാണ്. നിവിനായിട്ട് നേരത്തെ കമ്പനിയാണ്. നിവിൻ അതെ ഈ അൽഫോൺസും നിവിൻ സിജോ ഒക്കെ ഒരേ ഇടവക്കാരെ, ചന്തപ്പള്ളി എന്ന് പറയും. പക്ഷെ നിവിൻ പഠിക്കാനൊന്നും വന്നിട്ടില്ല. അവൻ എഞ്ചിനീയർ ആയിരുന്നു. അവൻ ഫിസാറ്റിലാണ് പഠിച്ചിരുന്നത്. പിന്നെ അവൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്യായിരുന്നു. അവൻ നാട് വിടാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അപ്പോൾ അവന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോഴാണ് അൽഫോൺസ് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസനൊരു പുതിയ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. പുതിയ പടമല്ല, പുള്ളി ഡെബ്യൂ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ പുതുമുഖങ്ങളെ വെച്ചിട്ടാണ്, നീ അയച്ചു നോക്ക്, കിട്ടിയാൽ കിട്ടി, അതും കൂടി നോക്കിയിട്ട് തീരുമാനിക്കും പറഞ്ഞു. അവൻ ദുബായിലേക്ക് പോകാനോ മറ്റേ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഇവൻ. അതിൽ അപ്പം മലർവാടിയിൽ അവന് കിട്ടി. പിന്നെ അവനിങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് ഉണ്ട്. ഇത് ക്യാരക്ടർ റോൾസും ഇതൊക്കെ ചെയ്ത് നായകനായി വരുന്നേ ഉള്ളൂ. ആ ഒരു ടൈമാണ് നമ്മൾ തട്ടത്തി മറയത്ത് വരുന്നത്. അതെ, നെഞ്ചോട് ചേർത്ത്, അതാണ് പറഞ്ഞത് നെഞ്ചോട് ചേർത്ത്. നേരത്തെ പരിചയമാണ്. ഇല്ല, നസ്രിയൊക്കെ നമ്മൾ ഇതുവഴി ബന്ധപ്പെടുന്നതാണ്. പ്രേമത്തിലോട്ട് വരിക. അതെ, പ്രേമത്തിലോട്ട് വന്നു. അങ്ങനെ പ്രേമം ഓണായി. പിന്നെ അതിൻ്റെ എഴുത്തും ചർച്ചകളും ഇതുമൊക്കെയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു തോന്നലിൽ ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇതിലെ പാട്ടുകളൊക്കെ ഞാൻ എഴുതട്ടെ, എന്താ അഭിപ്രായം? നമ്മൾ പോലും അറിയാണ്ട് അധോലോകമായി. നീ ധൈര്യമായിട്ട് എഴുതിക്കോന്ന് പറഞ്ഞു. വലിയൊരു പണിയാണ് എൻ്റെ തലയിലേക്ക് ഞാൻ തന്നെ എടുത്ത് വെക്കുന്നതെന്നുള്ള സത്യമാണ്. കാരണം 2 പാട്ട് ഓൾറെഡി പടത്തിലേക്ക് എടുത്തു. ഞാൻ ചുമ്മാ ഉണ്ടാക്കിയ 2 പാട്ടുകളാണ്. ഒന്ന് സീൻ കോൺട്ര. അത് നമുക്ക് സീൻ കോൺട്ര എങ്ങനെ എഴുതാൻ പറ്റുന്നത്? സീൻ കോൺട്ര എന്ന് പറഞ്ഞാൽ അവിടെ സാധാരണയായിട്ട് നമ്മളെ ഇതായിരുന്നു. അവിടെ അത് വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ആ പാട്ട് എഴുതുന്നത്. ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു പാട്ടിൽ തുടങ്ങണം. നമ്മളും ഡയറക്ഷനിലോട്ട് ചിന്തിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അപ്പം അതൊരു പാട്ടിൽ തുടങ്ങാം എന്നുള്ളതായിരുന്നു. ഒരു ലവ് ഫെയിലിയർ ആയിരുന്നു എൻ്റെ സാഹചര്യം, അങ്ങനെയായിരുന്നു. ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കുന്ന ഒരുത്തരായിരുന്നു കിച്ചു. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വലിയ കോഴിയായിരുന്നു അവൻ നാട്ടിൽ. അവൻ ചേട്ടൻ കോഴി, എല്ലാവരും അറിയുന്ന. അപ്പോൾ ഓനെ വിളിച്ചാണ് ഉപദേശം ചോദിക്കുന്നത്. ബ്രേക്കപ്പിൻ്റെ ആണോ? അതെ. അപ്പം ഇത് വിളിച്ചിട്ട് ആകെ പ്രശ്നം കളിയാന്ന് പറയുമ്പം അവന് അങ്ങനെ പറയരുത്, ഇപ്പം നാട്ടിൽ സീൻ കോൺട്രായി എന്നാണ് പറയണത്, ആകെ പ്രശ്നമായി എന്നുള്ളതിന്. അപ്പം സീൻ കോൺട്രാ രസമുണ്ടല്ലോ, കേൾക്കാൻ രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാക്കിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് അവള് വേണ്ട സീൻ കോൺട്ര ഈ റൈമിങ് എനിക്ക് കിട്ടുന്നത്. അപ്പം തന്നെ ആ വീഡിയോ എപ്പോഴും ഉണ്ട് ഞാൻ എഴുതിയിട്ട്. അതായത് ഇത് രാജേഷ് ഇതൊരു വീഡിയോ എടുക്കുക, രാജേഷിനെ പാടി കേൾപ്പിക്കുകയാണ്. എടാ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് മുട്ടി നടക്കാൻ, തൊട്ടൊരു മീൻ നടക്കാൻ, അത് ഫുള്ള് എഴുതിയിട്ട് രാജേഷ് കൊള്ളാം, എൻ്റെ കയ്യിൽ നേരത്തിൽ അൽഫോൺസ് റിജക്ട് ചെയ്തൊരു ട്രാക്ക് ഇരിപ്പുണ്ട്, അതിൻ്റെ ഒപ്പം ഇതൊന്ന് ചേർത്ത് നോക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ രൂപമായി. അപ്പോൾ നല്ല രസമുണ്ട് കേൾക്കാന്ന് പറഞ്ഞ് ഇതെല്ലാവരും കേൾപ്പിച്ചു. അൽഫോൺസ് ഒരു പ്രേമനൈരാശ്യത്തിന്റെ ട്രോഫി അത്. അതെ. അപ്പം അങ്ങനെ ഞാൻ കരുതുന്നില്ല, അത് ട്രോഫി. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ പാട്ട് വെച്ച് എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം നിവിനും എല്ലാവരും കേട്ടിട്ട് കൊള്ളാൻ രസമുണ്ട്. അപ്പം നമ്മളൊരു പ്ലാൻ ഇട്ടു, നമുക്കിത് യൂറോപ്പ്, റോം, ഇറ്റലി അവിടെ പോയിട്ട് ഒരു സിംഗിളായിട്ട് നമുക്കിത് ഷൂട്ട് ചെയ്യാം, മ്യൂസിക് വീഡിയോ പോലെ ഷൂട്ട് ചെയ്യാമെന്നുള്ള ഐഡിയയിൽ നിന്നു. അങ്ങനെ അതായിരുന്നു അതിൻ്റെ ഐഡിയ ഇങ്ങനെ വെച്ചിരുന്നത്. പിന്നെ കലിപ്പ് എന്നുള്ള കണ്ണ് ചൂപക്കണ്ണ് പല്ല് ഇതും വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ പാടിക്കഴിഞ്ഞപ്പോൾ അൽഫോൺസ് എൻ്റെ ഒരു നേരത്തിൽ റിജക്ട് ചെയ്ത് അൽഫോൺസ് റിജക്ട് ചെയ്ത് വേറൊരു ട്രാക്ക് ഇരിപ്പുണ്ട്, അതിൻ്റെ ഒപ്പം ഇത് ചേർത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം ചേർത്തപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ ഇത് അൽഫോൺസ് കേൾപ്പിച്ചപ്പോൾ അവൻ വേറൊരു പടം അതിൽ ഇത് ചേർക്കാം, നമുക്ക് അതിന് കറക്റ്റ് ഈ പാട്ട് ചേരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മാറ്റി വെച്ചു. ഇത് രണ്ടും കയറി പടത്തിലേക്ക്. പ്രേമം ഓണായി കഴിഞ്ഞപ്പോൾ ഈ 2 സാഹചര്യത്തിൽ നമുക്ക് ഈ പാട്ടുകൾ യൂസ് ചെയ്യാം എന്നുള്ളതായി. ഈ സീൻ കോൺട്ര 2 സ്റ്റാൻസുകൾ, ഒരു സ്റ്റാൻസും കൂടി നീ എഴുതുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് 3ാമത്തെ സ്റ്റാൻസ്. പട്ടി കൊണ്ടിരിക്കുന്ന പോട്ട് ശ്രദ്ധിച്ചില്ല, അത് സീനാകുമെന്നും അവൻ ചിന്തിച്ചില്ല, അതെഴുതി. അപ്പോൾ അതായി. മറ്റേ കലിപ്പ് അത്രയേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ പാട്ടുകൾ തൊട്ട് എഴുതി തുടങ്ങുക എന്നുള്ളൊരു ജോലിയിലേക്ക് കടന്നു. അങ്ങനെ ആദ്യമായിട്ട് പ്രേമം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യുന്ന ഫസ്റ്റ് ആ സിനിമയ്ക്ക് ഈ 2 പാട്ടുകൾ എടുത്തതാണല്ലോ, അതിനുവേണ്ടി കമ്പോസ് ചെയ്യുന്നതായിരുന്നു ആലുവ പുഴയുടെ തീരത്ത് എന്നുള്ള പാട്ട്. എന്ന് പറഞ്ഞ് പാടി. അപ്പം കേൾക്കുമ്പോഴേ നമുക്കൊരു രസമുണ്ട്, രാജേഷ് ഇങ്ങനെ പാടി കേൾക്കുമ്പോഴേ ഒരു രസമുണ്ട്. അപ്പോൾ ഇതെന്തെഴുതും എന്തായതൊന്നും എനിക്ക് ആദ്യം എഴുതിയില്ല, കാരണം ഇത് ഏറ്റവും എടുക്കുകയും പോയി, ഇനി എഴുതി പഠിക്കുക തന്നെ ഇനിയിപ്പം. അങ്ങനെ ആയിത്തിയത് കേട്ടപ്പോൾ നമ്മുടെ ജീവിതം തുടങ്ങിയത് ആലുവപ്പുഴയുടെ തീരത്തുനിന്നാണ്. ഈ ഒരു സ്വപ്നങ്ങളുടെ സഞ്ചാരം തുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാന പങ്ക് പുഴയ്ക്കുണ്ട്. പുഴയ്ക്ക് ഇതെല്ലാം അറിയാം, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നമ്മൾ സംസാരിച്ചെല്ലാം പുഴ കേട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വരി എഴുതി ആലുവപ്പുഴയുടെ തീരത്ത്. പിന്നെ അൽഫോൺസ് ഒരു ഇത് തന്നിരുന്നു, ഇതിൻ്റെ തുടക്കത്തിൽ നിവിനൊരു പ്രേമം ഇത് ലവ് ലെറ്റർ എഴുതുന്നുണ്ട്, സിനിമ തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ എലമെൻറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രസമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ കത്ത്
ഓൾറെഡി കയ്യിലുണ്ട്. അപ്പോൾ അതിലെ എലമെൻറ്റ്സ് എങ്ങനെയാണ്, അപ്പോൾ നിന്നെ കാണാൻ വേണ്ടിയാണ് പള്ളിയിലേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ മറ്റേ വരികളിൽ കൊണ്ടുവന്നു. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കയറി ഒളിച്ചവളെ. അപ്പോൾ ആ ഒരു അമച്വർ ഇത് വേണം. അപ്പോൾ നമ്മൾ ഈ +1 +2 ആ ഒരു 15, 16, 17 വയസ്സുള്ള പ്രായത്തിൽ നമ്മൾ ആ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ്, എന്നുള്ളൊരു ഐഡിയ ആയിരിക്കും വരുന്നത് ഷാർപ്പായിട്ട്. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത കല്യാണം എന്നുള്ളതാണ്. അതാണ് സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി കൊണ്ടുപോവില്ലേ. അപ്പോൾ ഈ ഐഡിയാസ് എല്ലാം വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇതെല്ലാം പാടി. ഇതെല്ലാം ഞാൻ ട്രാക്ക് ചെയ്യാൻ തന്നെയാണ് പാടുന്നത്. പാടി എല്ലാവർക്കും ഓരോന്ന് വർക്കാൻ തുടങ്ങി. ഇനി അടുത്ത സാഹചര്യം മറ്റേ പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ടേ, അത് ആ പാട്ട് എഴുതി. അങ്ങനെ ഓരോ പാട്ടുകളായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് വരികയാണ്, മലർ എന്നുള്ളൊരു എപ്പിസോഡ് അങ്ങോട്ട് കിടക്കുകയാണ്. അതിലേക്ക് എങ്ങനെ, കാരണം ഇത്രയും കോൺട്രയും കീണ്ട്രയും നിന്നിട്ട് ഭയങ്കര പൊയറ്റിക്കായിട്ട് എല്ലാവരെയും കരയിച്ചുകൊണ്ട് അത് ഭയങ്കര ഒരു വലിയൊരു രസമുള്ളൊരു കഥയാണ്. അത് മലർന്നുള്ള പോർഷൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ പാട്ടുകളിലേക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാ പ്രേമത്തിലെ എല്ലാ പാട്ടിലും ലിപ്പുണ്ട്. ഇതെല്ലാം ഷൂട്ടിന് മുമ്പ് കിട്ടണം. എല്ലാം പാടി എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു പടം വന്നില്ല. എല്ലാ പാട്ടുകളും എല്ലാവരും പാടുകയാണ്. ആലുവ പുഴയിലും പാടുകയാണ്. പതിവായി ഞാൻ കുറേ പേര് വട്ടം കൂടി നിന്ന് പാടുകയാണ്. നാട്ടിലെ കോഴികളെല്ലാവരും വന്നിന്ന് പാടുകയാണ്. സീങ്കോണ്ട്ര ഞാൻ പാടിയാണ് അഭിനയിക്കണേ, മലരേവം പാടി അഭിനയിക്കണം. ഈവൻ റോക്കാങ്കുത്തിലും ലിപ്പുണ്ട്. മറ്റേ ചിന്ന എന്നുള്ള പാട്ടിന് മാത്രമാണ് ലിപ്പില്ലാണ്ട് പോകുന്നുള്ളൂ. ബാക്കി എല്ലാ പാട്ടിനും മറ്റേ കാലം കിട്ടുപോയി എല്ലാം ലിപ്പ് പാടി അഭിനയിക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു. നമ്മൾ ഷൂട്ട് തുടങ്ങിയില്ല. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മലറിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ചിന്ന എന്നുള്ള പാട്ട് ഉണ്ടല്ലോ, അത് വേറൊരു പടത്തിന്, തമിഴ് പടത്തിന് വേണ്ടി രാജേഷ് ഉണ്ടാക്കിയ പാട്ടാണ്. കുറേ കാലമായിട്ട് കയ്യിലിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ മലയാളം നമുക്ക് ചെയ്യാം. അതായിരിക്കും മലറിൻ്റെ ചാപ്റ്ററിലെ പാട്ട്. തലങ്ങും വിലങ്ങും ഒക്കെ എഴുതിയിട്ടും എനിക്ക് തന്നെ തൃപ്തി വരുന്നില്ല, ശരിയാവണില്ല. രാജേഷിനടുത്ത് ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് സുഖം വരുന്നില്ല, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ രാജേഷ് ചേട്ടാ ഞാനൊരു സാധനം ചെയ്തിട്ടുണ്ട്, ഞാനത് കേൾപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ തനനാന താനാന തനനാന താന ഈ ഫസ്റ്റ് സ്റ്റാൻസ് കേൾപ്പിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൻ അൽഫോൺസ് കേൾപ്പിച്ചിരുന്നു. ഇല്ല, അവൻ വരട്ടെ, അവൻ വരുമ്പോൾ കേൾപ്പിക്കുന്ന അൽഫോൺസ് കേട്ടിട്ടേ ഇത് കൊള്ളൂല, മാറ്റിയിരുന്നു. ഇവരെന്താ മനസ്സിലായി, എടാ നീ ഒന്നും കൂടി കേട്ട് നോക്ക് എന്ന് പറഞ്ഞു. ഒരു സുഖമില്ല എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് ഒരു രാത്രി ഇതാ, ഞാൻ ലിറിക്സ് എഴുതിയിട്ട് നാളെ രാവിലെ പാടി കേൾപ്പിച്ചിട്ട് നീ തീരുമാനം എടുത്താൽ മതി. ഞാൻ നിന്നെ കേൾപ്പിക്കാം, ഞാൻ നിന്നെ കൺവിൻസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. പിന്നെ രാത്രി ഇരുന്ന് എഴുതുകയാണ്. ഞാൻ എന്തെഴുതും, തെളിമാനം മഴവില്ലിൻ നിറമണി. അപ്പോൾ കണ്ടന്റ് ആദ്യം കണ്ടന്റും ആണല്ലോ ഇത്. അപ്പോൾ എന്താണ് മലരിനെ കാണുമ്പോൾ ഉള്ള വികാരങ്ങൾ എന്തൊക്കെയാണ്? തെളിമാനം മഴവില്ലിൻ നിറമണിയും പോലെ നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ. അപ്പോൾ ഇങ്ങനത്തെ ഭാഷ വരാനുള്ള പ്രധാന കാരണം ആൽഫോൺസ് വന്നിട്ട് പറഞ്ഞു, ഈ പവിഴം പോൽ പവിഴാതരം അതേപോലെ ഇരിക്കണം, സൗണ്ട്സ് ലൈക്ക് അങ്ങനത്തെ ഒരു മലയാളം വരണം. കാരണം മെച്യൂരിറ്റി കൂടി ഇപ്പൊ ഒരു കാമുകനാണ്, മറ്റേ ക്രഷോ ഇൻഫാക്ച്വേഷനോ അല്ല. ആ മേരിയുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇത് മലറിന്റെ വികാരം തള്ളിത്തെറിക്കണം. അതെ അതെ, ആ ഒരു ഇതിലേക്ക് വരണം. അതായത് കല്യാണം, കുടുംബം അതൊന്നുമല്ല, റൊമാൻറ്റിക് ഇമോഷൻസ്. അപ്പൊ ഇതൊക്കെ മനസ്സിലിങ്ങനെ കിടന്നിട്ട് ഞാനിങ്ങനെ തള്ളുകയാണ്. എന്നിട്ട് തെളിമാനം ഇത് പാടി ചെറിയ 1-2 കറക്ഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നീട് ചെറിയ വാക്കുകളുടെ ഇത് മാത്രമേ ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ്. ഇത് എഴുതി പാടി രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് ഫുള്ള് പാടി ഇവന്മാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഉറക്കം വന്നിട്ടില്ല എത്രയും നേരമായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് വേണം ആ സമാധാനത്തിൽ ഉറങ്ങാൻ. ഇവൻ വരുന്നു, ഞാൻ എഴുതി ലിറിക്സ് കൊടുക്കുന്നു, ഇവർ പാട്ട് കേട്ടിട്ട് അൽഫോൺസ് ഓക്കെ അടിപൊളി. ഇനി സെക്കൻഡ് സ്റ്റാൻസൊക്കെയുള്ള വെയിറ്റിംഗ് ആണ്. രാജേഷ് സെക്കൻഡ് സ്റ്റാൻസയും വെച്ചിരുന്ന് ഷൂട്ട് തുടങ്ങി. പിന്നെ ടെൻഷനാണ്. ഷൂട്ട് ഏറ്റവും വലിയ പ്രശ്നം രാവിലെ 6 മണിക്ക് എനിക്ക് എണീറ്റ് അഭിനയിക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ് തന്നെ +2 തൊട്ട് എൻ്റെ ഒപ്പം പഠിക്കുന്നതാണ് മോസിൻ. അവൻ തന്നെയാണ് ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും. അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഏതെങ്കിലും ദിവസം ഇത്, കാരണം അൽഫോൺസ് എല്ലാ ദിവസം ഇനി 10 ദിവസം ഉള്ളൂ കേട്ടോ, കാരണം ലിപ്പോ ഇത് പാടി അഭിനയിക്കണ്ടേ, ഇത് കൊടുത്തേ പറ്റുള്ളൂ. ഐഡിയ പോലും എൻ്റെ തലയിലില്ല, കാരണം പ്രഷർ മാത്രമേ ഉള്ളൂ. എന്ത് എഴുതുന്ന പറഞ്ഞൂടാ, ഒരു രക്ഷയില്ലാണ്ട്. സീൻ വായിച്ചില്ലായിരുന്നു, സീനൊക്കെ ഉണ്ട്. ഈ കണ്ടന്റ് എന്താണ് സെക്കൻഡ് സ്റ്റാൻസിൽ വരേണ്ട കണ്ടന്റ് എന്നുള്ളത്, അതൊന്നും സീനുകളില്ലല്ലോ. അത് വികാരമല്ലേ, വികാര വിക്ഷോഭണം നടന്ന അർത്ഥമല്ലേ. അപ്പം ഇത് എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ ഇല്ല. ഇവൻ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. ടെൻഷൻ ഇവൻ തന്നില്ലെങ്കിലും എൻ്റെ മനസ്സിലുണ്ട്, കാരണം ഇത് കൊടുത്തില്ലെങ്കിൽ ഷൂട്ടാണ് ഇത്. കാരണം നേരം പോലെയല്ല, നേരം ഞങ്ങൾ 5Dയും വെച്ച് ഷോർട്ട് ഫിലിം എടുക്കുന്ന പോലെ എടുത്തതാണ്. ഇതൊരു സിനിമ സെറ്റപ്പ് വന്നു. ഒരു പ്രൊഡ്യൂസർ, അറിയപ്പെടുന്ന അൻവർ റഷീദ് പറഞ്ഞ പ്രൊഡ്യൂസർ, ഒരു എല്ലാം ഇങ്ങനെ വലിയ ഇത് ഒരു പ്രോപ്പർ സിനിമ എന്നുള്ള ഇത് വന്നപ്പോൾ ടെൻഷൻ തുടങ്ങി. ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ അവൻ്റെ അടുത്ത് നിന്ന് പറയും, ഏതെങ്കിലും ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ നീ എന്നെ നേരത്തെ എഴുതണമല്ലോ എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ക്യാപ്പ് കെട്ടി എഴുതി റൂമിൽ പോയിരുന്നു. ഞാൻ കുറച്ചിങ്ങനെ 2 വാക്ക് ആദ്യം എഴുതി വെച്ചു. ഇതാണ് ഇത്. ഞാൻ മലർ എന്നുള്ള വാക്കിൽ തുടങ്ങി മലർ എന്നുള്ള വാക്കിൽ അവസാനിപ്പിക്കും. ഇതിൻ്റെ ഇടയിലേ ഞാൻ ഫില്ല് ചെയ്യുള്ളൂ എന്ന് ഉറപ്പിച്ച് മനസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. കണ്ടന്റ് ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ചാൻസ് എടുത്ത് വായിച്ച് ഇങ്ങനെ
അപ്പോൾ തെളിവാനം മഴവില്ലിൻ നിറമണിയും പോലെ നിറമാർന്നൊരു കനവന്നിൽ തെളിയുന്ന പോലെ. അതായത് മലറിനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള ഡ്രീമും ഇതൊക്കെ വന്നു. ഇനി മലറിനെ കണ്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ എഴുതി, മലരെ നിന്നെ കാണാതിരുന്നാൽ നിറമാർന്ന കനവെല്ലാം തെളിയുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ. അതിൻ്റെ കൗണ്ടർ കണ്ടപ്പോൾ ഇതുണ്ടായി. ഇനി കണ്ടില്ലെങ്കിൽ ഇതെല്ലാം അങ്ങനെ വന്നപ്പോൾ രണ്ടുപേര് കിട്ടിയപ്പോൾ ഒരു കോൺഫിഡൻസ് കൊള്ളാമല്ലോ. അപ്പോൾ മലരെ എഴുതിയ ആദ്യത്തെ വാക്ക് അവിടെ വന്നു. അങ്ങനെ എഴുതി അവസാനം മറ്റേ മലരയിലേക്ക് എത്തിക്കണമല്ലോ. അതാണ് എൻ്റെ ഉദ്ദേശം. മനസ്സിലായി. അലതെല്ലാം പ്രണയത്താലുണരും മലരേ, ആ മലരയിൽ എത്തിച്ചു. എന്നിട്ട് ഞാൻ ചാടി എണീക്കുകയാണ്. ആ ഫസ്റ്റ് ആച്ച് എഴുതിയപ്പോൾ ഇത്ര ചെയ്തില്ല. ചാടി എടുത്തിട്ട് സിജുവിനെ വിളിക്കുന്നത്, എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു, വണ്ടി എടുക്ക്, എന്താണെന്ന് പറ എന്ന് പറഞ്ഞു. എടാ സാധനം കിട്ടി, ഇത് പറഞ്ഞു സെക്കൻഡ് ചാൻസ് കിട്ടി, എന്താണെന്ന് പറഞ്ഞു, അതൊക്കെ നീ അറിഞ്ഞാൽ മതി, വണ്ടി എടുക്ക്, രാജേഷ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ രാജേഷിൻ്റെ വീട്ടിൽ പോവാണ്. ഇപ്പോൾ സിജു ഉണ്ടപ്പം ജസ്റ്റിനുണ്ടപ്പം രാജേഷ് സാധനം കിട്ടി, എന്നാലും ലിറിക്സ് പറ, നീ മൈക്കോണാക്കുക, ആദ്യം പാടട്ടെ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പാടുമ്പോൾ ഇവർ സൈഡിൽ നിന്ന് കേൾക്കുകയാണ് ആദ്യം ഇത് മലരേ നിന്നെ കാണാതിരുന്നാൽ ആ പോർഷൻ ഞാൻ പാടുകയാണ്. പാടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായി. എക്സ്പോർട്ട് ചെയ്യും, ഷൂട്ടിന് പോയി അൽഫോൺസിനെ കേൾപ്പിക്കാം. ആദ്യം മോസിനെ കേൾപ്പിക്കുന്നു, അവർക്ക് ഇഷ്ടമായി. ആനന്ദിനെ കേൾപ്പിക്കുന്നു, ഇഷ്ടമായി. പിന്നെയാണ് അൽഫോൺസ് ഷൂട്ടിൽ നടക്കുകയാണ്, ആ ഗ്യാപ്പിൽ വേണം ഇവനെ കേൾപ്പിക്കാൻ. അങ്ങനെ എല്ലാവരെയും കേൾപ്പിച്ച അവസാനം എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഈ സെറ്റിൽ ഇത് ഫുൾ ടൈം ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അത് വലിയൊരു, അതായത് ബാക്കി ഒന്നും എഴുതിയതില്ല. അപ്പം ഇത് എഴുതിയില്ലേ, ഇത് എഴുത്തുകാരനായി എന്നുള്ള സന്തോഷത്തിനേക്കാൾ കൂടുതൽ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ സന്തോഷമായിരുന്നു. വിചാരിച്ചെടുത്ത് തുടങ്ങിയെടുത്തുനിന്ന് അവസാനിക്കുന്നിടത്ത് സാധനം അത് നമുക്ക് പ്ലാൻ ചെയ്ത പോലെ ഈ പറഞ്ഞ ഇതും അങ്ങനത്തെ ഒരു ഭാഷ കൊണ്ടുവരാൻ പറ്റുകയും അത് മറ്റേ ഒരു എന്താ പറയുക, ഒരു വഴിപാട് കഴിക്കലല്ലാണ്ട് അതിനൊരു നമുക്കൊരു തൃപ്തി വന്നു. ഇപ്പോഴാണ് ഓക്കെ, ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഞാനത് ആലോചിക്കരുത് ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. കാരണം ഇതിനൊരു കോഴ്സൊന്നും ഇല്ലല്ലോ, ലിറിക് റൈറ്റിംഗ് എന്ന കോഴ്സ് പാസ്സായിട്ടല്ല ആരും വരുന്നത്. ഇതൊരു ഫ്ലോ ആണ്. പിന്നെ ഇതിൻ്റെ പ്ലേ വരുന്നത് വൊക്കാബുലറിയിലാണ്. അത് എൻ്റെ സ്വതസിദ്ധമായ വൊക്കാബുലറി എന്ന് പറയുന്നത് അവള് വേണ്ട ഇവള് വേണ്ട എന്നുള്ള ഇതാണ്. കൊളോക്കിയൽ യൂസേജുകൾ വെച്ച് പാട്ടുണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഉള്ളിൽ നിന്ന് വരുന്ന ആദ്യത്തെ ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ വേറെ ആരെയോ പോലെ എഴുതേണ്ട ഒരു ഉത്തരവാദിത്വമാണ് എനിക്ക് എന്ന് പറഞ്ഞത്. അത് ഭയങ്കര പ്രഷറും തന്നിരുന്നു. അത് അത്രയും സന്തോഷം എനിക്ക് വേറൊരു പാട്ടിൽ കിട്ടിയിട്ടില്ല. കാരണം അത് എൻ്റെ സ്റ്റൈലല്ല ഇപ്പോഴും അത്. പക്ഷേ പിന്നീട് അങ്ങനത്തെ പാട്ടുകൾ അപ്രോച്ച് ചെയ്യാനുള്ള കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഈ മലരെ പോലെ തന്നെ അലരെ എന്നുള്ള പാട്ടും അങ്ങനെ തന്നെയാണ്. അലരേ നീ എന്നിലേ, അപ്പോൾ അതൊക്കെ എഴുതാനുള്ള കോൺഫിഡൻസ് കിട്ടിയ മലരിൽ നിന്ന് തന്നെയാണ്. കാരണം അതൊരു സാഹചര്യം ആണ്. അതും മാത്രമല്ല ലൈഫിലൊരു വലിയ ബ്ലോക്ക് ബസ്റ്ററിന്റെ ജന്മം ഉണ്ടാവുകയാണല്ലോ കേരള ഇൻഡസ്ട്രിയിൽ. അത് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയാണ്. ബ്യൂട്ടിഫുൾ ബ്ലോക്ക് ബസ്റ്റർ മൂവി ഉണ്ടാക്കുകയായിരുന്നു. നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോകുന്നതിന് മുമ്പും ഫോർവേഡ് പോകുന്നതിന് മുമ്പും ഒരു ചെറിയ ടീ ബ്രേക്ക്. വിൽ ബി ബാക്ക്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ശബരീഷ് ആൻഡ് ദിസ് ഇസ് ഷൈൻ വിത്ത് നലൻ. Welcome back to Shine with Nalan and you're in conversation with Sabarish Verma. നമുക്കറിയാവുന്ന ഒരു വലിയ കലാകാരൻ. നമുക്ക് പാട്ടിൻ്റെ ഒരു ലൈനൊക്കെ പിടിക്കുന്നതിന് മുമ്പായിട്ട് സക്സസിൻ്റെ ലൈഫിലൂടെ പോകുമ്പോൾ തന്നെ ഒരു റോളർ കോസ്റ്റർ റൈഡ് ഉണ്ടാവും. എപ്പോഴും ഒരു ഒറ്റപ്പെടലുണ്ടാവും, ചിലപ്പം തകർച്ചകളുണ്ടാവും, ചിലപ്പോൾ ഒരു കോർണറിലേക്ക് പുഷ് ചെയ്യും. പേഴ്സണൽ ലൈഫ് ഇതെല്ലാം പ്രൊഫഷണലി പോകുമ്പോഴും നമുക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവണമെന്നില്ല. പക്ഷേ സാമ്പത്തിക ഭദ്രത കാത്തിരുന്ന് താങ്കളെ കെട്ടിച്ചു വിടണം, താങ്കൾക്കൊരു ഫാമിലി ലൈഫ് വേണമെന്നൊക്കെ വീട്ടുകാരൊക്കെ ആഗ്രഹിക്കാം. പല സൗഹൃദങ്ങളിലും പലരും താങ്കളെ വിട്ടുപോകാം, വന്നു ചേരാം, ഇങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ടാകും. താങ്കൾക്ക് അങ്ങനെ ഉണ്ടായ ഒരു ഇമോഷണൽ ജേർണി എങ്ങനെ ആയിരിക്കും ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം? ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷവും അതിനു മുമ്പും എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതും എനിക്കൊരു പ്രശ്നങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ചിന്ത നമ്മളെല്ലാവരും ഇപ്പോൾ അൽഫോൺസ്, കിച്ചു, സിജു, ഷർഫ് തുടങ്ങി നമ്മളെ ഗ്യാങ്ങിലുള്ള പലരും ആദ്യം ഇത് വീട്ടിൽ പറയാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. നമ്മളെ ആ പ്രായത്തിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെ വീട്ടിലും പ്രഷർ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ഫീൽഡാണ്. അത് അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ടായിരുന്നു ഇതിന് ചെയ്യാനുള്ള. അങ്ങനത്തെ ഒരു പ്രഷറും അതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വലിയ സാമ്പത്തിക പ്രശ്നങ്ങളോ ജീവിതത്തിൽ വന്നിട്ടില്ല, ഇന്നേ വരെ വന്നിട്ടില്ല. പിന്നെ ഈ എന്താ പറയുക, പിന്നെ ഈ വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പല സിനിമകൾ ജയപരാജയങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതെ, അത് എൻ്റെ
പാർട്ട്ണർ അശ്വിനി എന്നാണ് പേര്. അശ്വിനി ബോംബെ ബോൺ ബ്രോട്ടപ്പാണ്, മലയാളിയല്ല, പ്രോപ്പർ മഹാരാഷ്ട്രീയനാണ്. അശ്വിനി ആർട്ട് ഡയറക്ടറാണ്, അസിസ്റ്റൻ്റ് ആർട്ട് ഡയറക്ടറായിരുന്നു ബാംഗ്ലൂർ ഡേയ്സിലും പ്രേമത്തിലും. അങ്ങനെ അൽഫോൺസ് പറയുന്നു പ്രേമം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രേമം ശരിയാകും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ പ്രേമവും ശരിയായി, അൽഫോൺസിൻ്റെ പ്രേമവും അതിൽ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടാണ്. ഞാനപ്പോൾ ഉടനെ കല്യാണം കഴിച്ചില്ല, പക്ഷേ പ്രേമം തുടങ്ങി. ആ പ്രേമം പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ തൊടാത്തൊരു ചാപ്റ്റർ ഉണ്ട്, എൻ്റെ പ്രേമത്തിൻ്റെ ചാപ്റ്റർ. ഞങ്ങളുടെ യാത്രകളും ഹിമാലയം കയറുന്നതും അതൊക്കെ ഇങ്ങനെ ഒരുപാട് യാത്രകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ആ ഒരു പ്രേമം പിന്നീട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ വരുന്നതും. ഇന്ന് അവൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അവൾ ആവേശത്തിൻ്റെയൊക്കെ ആർട്ട് ഡയറക്ടറാണ്. അവൾ വിനീതിൻ്റെ പ്രണവ് അഭിനയിച്ച പടം ഹൃദയത്തിൻ്റെ ആണ് ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. പിന്നെ അവൾ ഗോൾഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തു, ആവേശം ചെയ്തു. ഇപ്പോൾ ജിത്തുവിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു, ജിത്തുവിൻ്റെ അടുത്ത പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മലയാള ഭാഷ അറിയത്തില്ലെങ്കിലും അവൾ വന്ന് പഠിച്ചു, അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. നല്ലൊരു ഹിന്ദി നാട്ടിൽ നിന്ന് വന്നു, ഇപ്പോൾ ബോംബെയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് അതും അവളുടെ സാഹചര്യം. എന്നെ പ്രേമിച്ചു എന്നുള്ള ഒറ്റത്തിട്ടല്ലേ ചെയ്തുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ വന്നേ പറ്റുള്ളൂ. ഇവിടെ വന്ന് പതുക്കെ അവൾ അല്ലാണ്ട് അസിസ്റ്റൻ്റായിട്ട് കുറേ കായങ്ങളും കൊച്ചുണ്ണി അതിൽ വർക്ക് ചെയ്തു. ബാംഗ്ലൂർ ഡേയ്സാണ് ആദ്യം മലയാളം വർക്ക് ചെയ്യുന്നത്. പിന്നെ കുറേ ഇത് ആഡ്സ് ഒക്കെ ചെയ്യുമായിരുന്നു, എല്ലാം അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന ടൈമിൽ. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയി ചെയ്തു. ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം എൻ്റെ ഒപ്പമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പതുക്കെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ബോംബെ അല്ല ചെന്നൈയിലാണ്, ചെന്നൈയിലെ ഷൂട്ട് നടക്കുന്നത്. അപ്പം പഠിപ്പിച്ച് പാട്ടൊക്കെ പാടി കേൾപ്പിക്കുമോ? ഇല്ലില്ല, അത് വലിയൊരു ഗുണമാണ്. കാരണം കറക്റ്റ് ചെയ്യാൻ വീട്ടിൽ തന്നെ ആളില്ല എന്നുള്ളത്. ഞാനേ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോകുന്ന വേണ്ടി അതിൻ്റെ ഇടയിൽ ഈ കറക്ഷൻ വീട്ടിൽ നിന്ന് വന്നു തുടങ്ങി കഴിഞ്ഞാൽ പാടില്ല. അതുകൊണ്ട് മനഃപൂർവ്വം ഒരു മലയാളിയെ കിട്ടിയില്ല വീട്ടിൽ. അതായത് ഈ ക്രിയേറ്റീവ് വർക്ക് അതിൽ കറക്ഷൻ എന്തെങ്കിലും പറയാനുള്ള അധികാരം അതിൻ്റെ ഡയറക്ടറിനും മ്യൂസിക് ഡയറക്ടറിനും അതിൻ്റെ റൈറ്ററിനും മാത്രമേ ഉള്ളൂ. അതിൽ വേറൊരാൾ കറക്ഷൻ പറയാൻ തുടങ്ങിയാൽ അത് കേൾക്കണോ വേണ്ടി എന്നുള്ള കൺഫ്യൂഷൻ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്കില്ല. ഞാൻ വിട്ടിത്തരം പാടിയാലും അവളത് കലക്കി എന്ന് പറയുള്ളൂ. താങ്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ, കാരണം ഇപ്പൊ ട്രെൻഡ് പിടിച്ചു പോകും. കാരണം ഇപ്പോൾ ഒരു ലജ്ജാവതി ഇറങ്ങി, പിന്നെ ആൾക്കാരെല്ലാം അതിന്റെ പിറകെ പോകും. അങ്ങനെ ഈ ട്രെൻഡ് പിടിച്ചിട്ട് താങ്കൾക്ക് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പാട്ടെഴുത്തിലൂടെ. കാരണം എഴുതാൻ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ പ്രേമത്തിന്റെ സമയത്ത്. എങ്ങനെ ഇത് ഒരു ബേസിക് ഐഡിയ കിട്ടി, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഒരു കണ്ടന്റ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വൊക്കാബുലറിയിൽ പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ വളരെ കൊളോക്കിയലായിട്ടുള്ള ഇതും അപ്പോഴത്തെ യൂസേജുകൾ, നാട്ടിലുള്ള യൂസേജുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അതാണ് സീൻ കോൺട്രയൊക്കെ വരാൻ കാരണം. സീൻ കോൺട്ര അന്നത്തെ യൂസേജ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല, അത് എങ്ങനെയാണ് ആ വാക്ക് കേൾക്കുന്നതും അത് ഓട്ടോമാറ്റിക്കലി വന്നു പോയതാണ്. അതാണ് എൻ്റെ സ്റ്റൈല്. ഇത് പലർക്കും കത്തില്ല. അങ്ങനെ ഇപ്പം എൻ്റെ ഐഡിയ അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ ഞാൻ തപ്പാൻ തുടങ്ങും. പിന്നെ ഞാനിനി എന്ത് ചെയ്യും? കാരണം എൻ്റെ കയ്യിലൊരു ബോംബുള്ളൂ, അത് പൊട്ടി, അത് അതിൻ്റെ ഒച്ച പോരാ എന്ന് പറഞ്ഞു. ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. 5-6 പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് ഞാൻ തന്നെ കൈ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ മനു മഞ്ജിത്ത് അല്ലെങ്കിൽ വിനായക് ശശികുമാർ അവരുടെ പെടലേക്ക് ഇടും, ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്നുള്ളത്. കാരണം എൻ്റെ ഒരു ഒറിജിനാലിറ്റിയാണ് ആദ്യം ഞാൻ തരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് കുറച്ചും കൂടി അത് പഠിച്ചു എന്നുള്ളതാണ്. ഇത്രയും വർഷങ്ങളായിട്ട് എഴുതിയതിൻ്റെ ഇതിൽ ഒരു കറക്ഷൻ വരാൻ സാധ്യത എന്താണ് എന്നുള്ളത് മുമ്പ് തന്നെ ക്ലീനായിട്ട് ഡയറക്ടറിനടുത്തും മ്യൂസിക് ഡയറക്ടറിനടുത്തും ഇനി റൈറ്ററിന് എന്തെങ്കിലും കോൾ ഉണ്ടെങ്കിൽ ആ പടത്തിൽ പാട്ട് എഴുതുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് ക്ലീനായിട്ട് എന്താ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്ലീനായിട്ട് മനസ്സിലാക്കിയിട്ട് അത് എഴുതുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള രീതി. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇവരാരും എൻ്റെ പണിയിൽ ഇടപെടില്ല എന്ന് കൺഫേം ആയിട്ട് ഉറപ്പുള്ളതുകൊണ്ട്. ഇപ്പം അങ്ങനെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനൊപ്പം അവർക്ക് രാജേഷ് വലിയ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. മുജീബ് ആയിക്കോട്ടെ, കൈലാസ് ആയിക്കോട്ടെ, അങ്കിത്ത് ആയിക്കോട്ടെ, പിന്നെ പ്രശാന്ത് പിള്ള ഇവരൊക്കെ അവിടെ ജനിച്ചു വളർന്നുകൊണ്ട് വലിയ കാര്യമായിട്ട് മലയാളം അറിഞ്ഞൂടാ. അപ്പം പക്ഷെ ടീച്ചറിന്റെ മോനെ ടീച്ചറെങ്കിലും പറയുമല്ലോ എന്തുവാടാ എഴുതി വെച്ചേക്കുന്നത്. ഇല്ലില്ല, അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല, എല്ലാവർക്കും ഇഷ്ടമായിട്ടേ ഉള്ളൂ. വർക്കായില്ലെങ്കിൽ തന്നെ അവർ കുഴപ്പമില്ലാതെ പറയുള്ളൂ, അല്ലാണ്ട് ഒരു മനസ്സ് വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അങ്ങനെ വന്നിട്ടില്ല. ഇത് ഭയങ്കര വലിയൊരു പ്രഷറായി തുടങ്ങി. കാരണം ഒരുപാട് പാട്ടുകൾ എഴുതാൻ തുടങ്ങി, പക്ഷെ ഇത് എനിക്ക് വേണ്ട പോലെ എഴുതാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ രീതിയിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അവർക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടുള്ള ഒരു പ്ലേ എല്ലാവർക്കും മനസ്സിലാവില്ല. ഇപ്പൊ ഈ വാക്ക് ഇതാർക്കെങ്കിലും മനസ്സിലാവും? തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന് പറയുന്നത് തന്നെ കോട്ട് യു റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേണ്ടി രജിസ്റ്റർ ആയത്. അതെ, അത് ആക്ച്വലി മ്യൂസിക് ഡയറക്ടറിന്റെ ഐഡിയ ആണ്. അത് ആ സിറ്റുവേഷൻ പിന്നീട് എക്സ്പ്ലോർ ചെയ്തെടുക്കുകയാണ്, അവിടുന്ന് പിന്നെ എക്സ്പ്ലോർ ചെയ്തെടുക്കുകയാണ്. പക്ഷെ സ്റ്റിൽ ഇത് ആരുടെ ഐഡിയ ആയിക്കോട്ടെ, അതങ്ങനെ ഒരു സംഭവം. അപ്പോൾ അവിടെ വിപിൻ, അങ്കിത്ത്, ഞാൻ അവർക്കായിട്ട് നേരത്തെ വർക്ക് ചെയ്ത് പരിചയമുണ്ട്. ഇപ്പോൾ ജയജയഹലെ പാട്ടുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അങ്കിത്തായിട്ട് പരിചയം. വിപിൻ്റെ ഞാൻ വർക്ക് ചെയ്ത് വിപിൻ്റെ അന്താക്ഷരിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വേവ് ലെങ്ത് മാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ഐഡിയാസ് അതിൻ്റെ അകത്ത് ഇപ്പം അതിൽ തന്നെ തൂക്കിയിൽ തന്നെ തുടർന്ന് പോകുമ്പോൾ
മറ്റേ ആരോരുമില്ലാതെ നേരത്ത് ആദ്യാനുരാഗം തീയിട്ട് ആപാത ചൂടം ചൂടത്ത്. ഈ ആദ്യാനുരാഗം ആപാത ചൂടം എന്നുള്ള വാക്കുകളൊക്കെ ഈസിലി റിജക്റ്റഡ് ആവാൻ പറ്റുന്ന വാക്കുകളാണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? മലയാള പണ്ഡിതനല്ലേ, ബികോം ഫസ്റ്റ് ക്ലാസ് അല്ലേ? ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. മലയാളം പഠിച്ച, പക്ഷേ ഒരുപാട് വായിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മലയാളം തന്നെ പഠിക്കുന്നത്. കാരണം എനിക്ക് മലയാളം അറിയാലോ എന്നുള്ളൊരു വെപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ എന്താ ഈ വൃത്തകാരം അങ്ങനത്തെ ഐഡിയാസ് ഒന്നുമില്ല. പിന്നെ ഒന്ന് അച്ഛൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അത് അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് ആണ്. ഭജൻ പാടണമല്ലോ, അപ്പൊ അപ്പോഴും വാക്കുകൾ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആവും. അതെ, അങ്ങനെ പല ഈ ജോണർ ഓഫ് മ്യൂസിക്കുകളും കവർ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ. പല കുഞ്ചൻ നമ്പ്യാരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളായിരുന്നു എനിക്ക്. കയ്യിരുന്ന ബോംബ് പൊട്ടി ഒച്ച പോരാ, അപ്പൊ പിന്നെന്ത് ചെയ്യും? പിന്നെ ഈ ബോംബ് പൊട്ടിക്കണം. അതിനുവേണ്ടി പിന്നെ ഞാൻ എഴുതും. പിന്നെ എഴുതി ഒന്നൊരു കാര്യം ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ലാംഗ്വേജ്, ടൈപ്പ് ഓഫ് ലാംഗ്വേജ് മലയാളത്തിൻ്റെ തന്നെ പല രീതിയിലുള്ള ഇതും തമിഴ് പാട്ടുകളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ട്യൂൺ ചെയ്യും. അപ്പോൾ നമുക്കൊരു വേണ്ടൊരു മലയാളം വാക്ക് അവിടെ ചേർക്കണമെങ്കിൽ ട്യൂൺ കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്യണം. അത് സമ്മതിക്കാത്ത ആൾക്കാർ വരും. ഒരു കണ്ണ് കീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല എന്നുള്ളത് വരും. അപ്പോൾ നമ്മൾക്ക് അവിടെ പോയി, ആ വാക്ക് പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ചേർന്ന ഈ മീറ്ററിന് ചേർന്ന ഒരു വാക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ പിന്നെ ക്ലീഷ ആയിട്ടുള്ള വാക്കുകൾ, അതായത് സീതോ ഞാൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയല്ലോ, ഇനിയിപ്പോൾ എന്തിനാ ഇതേപോലെ തന്നെ ഈ കോമ്പിനേഷനിലൊരു പാട്ട് എഴുതേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ചോദ്യവും മനസ്സിലാകാതെ സിമ്പിളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മറ്റേ തേങ്ങ അരച്ച് എന്തെങ്കിലും സിമ്പിളായിട്ടൊരു കൂട്ടാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ചമ്മന്തിയെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തേങ്ങ കൊണ്ടുവന്നു. അതെ, എഴുതുന്നതൊക്കെ ഒരേപോലെ ഇരിക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ എൻ്റെ ഒരു ഐഡന്റിറ്റി അതിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങി പതുക്കെ. പിന്നെ കൂടുതൽ അഭിനയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അഭിനയിക്കുന്ന പടങ്ങളിൽ പാട്ട് എഴുതാമെന്നുള്ള ഇതിലേക്ക് വന്നു. അത് വേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ പാക്കേജ് പടങ്ങളൊക്കെ അന്ന് കുറേ ചെയ്തിരുന്നു. അഭിനയിക്കുക, അതിൻ്റെ ഒപ്പം ഇയാളെ വിളിച്ച് ഈ 2-3 പരിപാടികൾ ഒരുമിച്ച് അങ്ങനത്തെ പടങ്ങൾ ചെയ്തു. പിന്നെ പതുക്കെ പിന്നെ അഭിനയിക്കാൻ മാത്രം വിളിക്കലായി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അതായത് എന്നെ ഒരു അഭിനേതാവായിട്ട് കാണാൻ തുടങ്ങിയല്ലോ ഇൻഡസ്ട്രി എന്നുള്ളൊരു സന്തോഷം വന്നു. പാട്ടെഴുത്ത് വളരെ മിനിമലായിട്ട് ഡിമാൻഡ് അനുസരിച്ച് മാത്രം ഇതിൽ എനിക്ക് നല്ല രീതിയിൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു സർക്കിളിൽ എഴുതുക എന്നുള്ളതാണ്. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എഴുതുകയാണെങ്കിൽ എനിക്ക് തൃപ്തിയാവുന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള കാര്യം ചെയ്യാൻ പറ്റണം. കാരണം എനിക്ക് അതേ അറിയുള്ളൂ. മനസ്സിലായി. എനിക്ക് വേറെ ഇപ്പോൾ ആ പാട്ട് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിരുന്ന് പണിയണം, മലരെ പോലെ ഇരുന്ന് പണിയണം. അതിൻ്റെ റിസ്ക് ഇന്നും കിടക്കുന്നുണ്ട്. ഞാൻ ഷൂട്ടുള്ളപ്പോൾ പാട്ട് എഴുതാൻ പിടിക്കില്ല. ഞാൻ പറയും ഷൂട്ടാണ്. കാരണം അത് പിന്നെ ഞാനവിടെ ഡയലോഗ് പറയുക എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന ടൈമിൽ എനിക്ക് ലിറിക്സ് വേറെ പടത്തിൻ്റെ കഥ ചിന്തിക്കുകയാണെന്നാണ് അർത്ഥം. വേറെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യം ചിന്തിക്കാമെന്നാണ് അർത്ഥം. അത് കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് ഞാനത് അങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഇപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലിരുന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. വല്ലപ്പോഴും എഴുതുന്നുള്ളെങ്കിലും ഉണ്ട്. ആ പാട്ടുകൾ റീച്ച് ആവുക എന്നുള്ള മാത്രം റീച്ച് ആവാൻ വേണ്ടിയല്ല നമ്മൾ എഴുതുന്നത്, പക്ഷെ തൃപ്തിയാവുക എന്നുള്ളതാണ്. ഉദ്ദേശ കാര്യം നടന്നു, ഹാപ്പി ആയല്ലോ എന്നുള്ളത്. അല്ല, ഇൻഡസ്ട്രിയിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് തൊട്ടിട്ടുള്ള എല്ലാം ഈ പറഞ്ഞ നന്നായിട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രി നന്നായിട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡിൻ്റെ മമ്മൂക്കായിട്ടുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്, അതൊരു റിമാർക്കബിൾ എക്സ്പീരിയൻസ് ആവണമല്ലോ. കാരണം പുള്ളി കണ്ടപ്പോൾ ഈ പാട്ടിനെ പറ്റിയോ ഇല്ലെങ്കിൽ ഈ പുള്ളി ഈ പാട്ട് കേട്ടതിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ പുള്ളി എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ. നമുക്കൊക്കെ അറിയുകയൊക്കെ ആയിരിക്കാം, പക്ഷെ ഇതേവരെ എൻ്റെ പാട്ടെഴുത്തിനെ കുറിച്ചോ ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അഭിനയത്തിനെ കുറിച്ചൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചതിൻ്റെ ഒരു വിശകലനമല്ല, പക്ഷെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് എന്നെ ഡീൽ ചെയ്തിട്ടുള്ളൂ. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഇതൊക്കെയാണ് ഇങ്ങനെ മമ്മൂക്കയെ കുറിച്ചുള്ള ഇമേജുകളും പുറത്ത് കേട്ട കഥകളും ഇതെല്ലാമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. പക്ഷേ വാസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ്. വാസ് എ ജം ഓഫ് എ പേഴ്സൺ. ഞാൻ ഇങ്ങനെ ഒരിക്കലും ഇതായിട്ടുള്ള ഒരു എന്താ പറയുക, നെവർ എക്സ്പെക്റ്റഡ് ലൈക്ക് ദിസ്. മമ്മൂക്ക തന്നെ ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിൽ പോകുമ്പോൾ എപ്പോഴും മമ്മൂക്ക വിളിച്ച് അടുത്തിരുത്തും. കാരണം 4 പേരാണ്. അത് നമുക്ക് എപ്പോഴും പറഞ്ഞതാണ്, ഇതിൽ 4 നായകന്മാരാണ്. അപ്പോൾ എല്ലാം ഷോട്ട് വയ്ക്കും, പോസ്റ്റർ വയ്ക്കുമ്പോഴും 4 പേർക്കുള്ള പ്രാധാന്യം വേണം. ഈ 4 പേര് ഒരുമിച്ച് ഒരു പടത്തിൽ ആ കെമിസ്ട്രി വർക്കാവണമെങ്കിൽ 4 പേര് ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവണം. അതിന് മമ്മൂക്ക എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കെമിസ്ട്രി വർക്കാവാനുള്ള പ്രധാന കാരണം മമ്മൂക്കയുടെ ഇനിഷ്യേറ്റീവാണ്. നമ്മൾ 4 പേര്, ബാക്കിയുള്ള 3 പേരെയും എന്നെയും ഉൾപ്പെടെ ചേർത്ത് പിടിച്ച് ആ ഒരു ടീം ഉണ്ടാക്കി എടുക്കുന്നതിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിരുന്നു. ഇപ്പോഴും മമ്മൂക്കയോടൊപ്പം ചെന്നിരിക്കുക. കാരണം എനിക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ടെക്നോളജി ആയിക്കോട്ടെ, അങ്ങനെ പല 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 ലോക കാര്യങ്ങൾ, ഇതെല്ലാം മമ്മൂക്കയും ഇഷ്ടം. ഇടയ്ക്ക് രമേശ് ഏട്ടൻ വരും. രമേശ് ഏട്ടനും ഇതേപോലെ വെർസറ്റൈലായിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഈ കോമഡി കാണുന്ന പിഷാരടിയും സ്റ്റേജ് ഇത് നടത്തുന്ന പിഷാരടിയും കേരള പുറത്തുള്ള ആൾക്കാർ കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പം ഒരു MLA ആണ്. അപ്പോൾ അതൊന്നും അല്ലാണ്ട് രമേശ് ഏട്ടന് വേറൊരു ആംഗിൾ ഉണ്ട്. പല ലോക കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും ഹിസ്റ്ററി ആയിക്കോട്ടെ, പല
ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സംസാരിക്കാനുള്ളൊരു വേദിയും അങ്ങനെ ഒരു ഭയങ്കര ഒരു കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നടൻ്റെ മുമ്പിൽ ഫ്രെയിം വെച്ച് നമ്മൾ ഒരു ഡയലോഗിന് ഓപ്പോസിറ്റ് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു നെഞ്ചിടിപ്പ്. അങ്ങനെ എനിക്ക് ചിന്ത വന്നിട്ടില്ല. അങ്ങനെ ചിന്ത വന്നെന്ന് പറഞ്ഞാലും പ്രശ്നമുണ്ട്. അത് ഞാൻ പറയാം, അത് പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് നിൽക്കുന്നുണ്ടുള്ളൊരു നെഞ്ചിടിപ്പ് അല്ലാണ്ടായിരുന്നത്. കാരണം ഇത് ഒന്ന് കണ്ണൂർ സ്ക്വാഡിൽ കണ്ണൂർ ഭാഷ സംസാരിക്കണം. അത് ഇവർക്ക് ആർക്കും വേണ്ട, എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാരനാണെന്നും പറഞ്ഞ് ഈ റോബി എൻ്റെ ഡയറക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണൂർ പോയിട്ടില്ല അതേവരെ, ഒരു പ്രാവശ്യം അങ്ങനെ പയ്യന്നൂർ വെച്ച് പോയിട്ടുള്ളൂ. അത് പഠിപ്പിക്കാൻ ഒരു പുള്ളിയുണ്ട്. പിന്നെ പോലീസിൻ്റെ ഒരു ഇതാണ് പുള്ളി ഈ അടുത്ത് ജോയിൻ ചെയ്ത ഒരു പോലീസാണ് ഈ ഷാഫി എന്ന് പറഞ്ഞ ക്യാരക്ടർ. പുള്ളിയുടെ ഒരു പരിചയക്കുറവും ഒരു ന്യൂട്രൽ ഇത് ആയിരിക്കണം, അങ്ങനെയൊക്കെയാണ് ക്യാരക്ടറൈസേഷൻ. ബോഡി ലാംഗ്വേജ് പിടിക്കണം. അതെ. അപ്പോൾ അതൊക്കെ ഒരു പരിചയക്കുറവും, പിന്നെ ഇവരെല്ലാവരും സീനിയേഴ്സാണ്. അപ്പോൾ ആ റെസ്പെക്റ്റിൻ്റെ ഒരു ഇങ്ങനെ ചാടി കയറി സംസാരിക്കുക അതല്ലാണ്ട് അതിൻ്റെ ഒരു ഇത് പിടിക്കണം. പിന്നെ കുറേ ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങൾ വരണം, ഭാഷ വരണം, സിങ് സൗണ്ടുമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രഷറൊന്നും മമ്മൂക്കിക്ക് തരാനില്ലല്ലോ. ഇത്രയും പ്രഷർ പോരെ. അതെങ്ങനെ തരണം ചെയ്യാന്നുള്ള മുമ്പിൽ ആര് നിൽക്കുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. ഇത് ഞാൻ എങ്ങനെ കറക്റ്റായിട്ട് ഡയലോഗിരുന്ന് പഠിക്കും ഷോട്ടിന് തൊട്ട് മുമ്പ് വരെ. കാരണം ഭാഷ ഇത് ഏകദേശമെങ്കിലും കണ്ണൂർക്കാർ ഇതാണോ കണ്ണൂർ ഭാഷ എന്ന് ചോദിക്കരുതെന്നുള്ള ഇത് എനിക്കുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കണ്ണൂർ ഭാഷ സംസാരിച്ചു എന്ന് ഇപ്പോഴും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ കഴിയുന്ന ഞാൻ ശ്രമിച്ചു. അതെ, പരമാവധി. കാരണം അതിന് സഹായിച്ചിരുന്നത് പുള്ളി ഒരു പോലീസും കൂടിയായിരുന്നു, ശ്രീലേഷ് എന്ന് പറഞ്ഞു. ഞാൻ കണ്ണൂർ ഭാഷ പഠിപ്പിച്ച് തന്നിരുന്നത്. അതിങ്ങനെ പറഞ്ഞ് മറന്നുപോയി. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഈ മലപ്പുറം ഇതിൽ കുറേ കൺഫ്യൂഷൻ. ഇതെല്ലാം അങ്ങോട്ട് അനക്ക് എന്ന് പറയുമ്പോൾ അവിടെ എനിക്കുന്ന അർത്ഥം, ഇവിടെ നിനക്കുന്ന അർത്ഥം ഒരേ വാക്കിന് തന്നെ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമോ, അതിൻ്റെ ചെറിയ സ്ട്രെസ്സിങ്, ട്യൂണിങ്, ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ടല്ലോ. നമ്മളൊരു സ്ലാങ് പറയുമ്പോൾ ആ സ്ലാങ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതങ്ങനെ പറഞ്ഞു പോകാന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ വിളിക്കുകയായിരുന്നു, വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. പേടിയുണ്ടായിരുന്നു? പാട്ട് അതൊന്നും പേടിയൊന്നുമില്ല. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി അത് പേടിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്ത് കടന്നു. പ്രേമം കഴിഞ്ഞ് 4-5 സിനിമ കഴിഞ്ഞപ്പോഴേക്കും അത് ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തു. റാപ്പിഡ് ഫയർ സെക്ഷനിലേക്ക് പോവാണ്. നമുക്ക് ടപ്പേ എന്നുള്ള ഉത്തരങ്ങൾ ശബരീഷിൽ നിന്ന് കേൾക്കാം ആഫ്റ്റർ എ ബ്രേക്ക്. ദിസ് ഇസ് ഷൈൻ വിത്ത് നളൻ ഇൻ കോൺവെർസേഷൻ വിത്ത് ശബരീഷ് വർമ്മ. വെൽക്കം ബാക്ക്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ശബരീഷ് വർമ്മ. നമ്മളൊരു മലയാളത്തിൻ്റെ തന്നെ അഹങ്കാരം, സ്വകാര്യ സ്വത്ത് എന്നൊക്കെ പറയാം. ഐ ജസ്റ്റ് ലവ് ഹിം ഫോർ വാട്ട് ഹീ ഈസ് ആക്ച്വലി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പുള്ളിയുടെ റാപ്പിഡ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. ഒറ്റ വാക്കിൽ. റെഡിയല്ലേ? പ്രേമം. അൽഫോൺസ് പുത്രൻ. കൂട്ടുകാരൻ. മലരെ. ലൈഫ്. ലവ്. മലരെ. ഫെയിലുവർ. സക്സസ്. ഫെയിം. ഫെയിലിയർ. സൈലൻസ്. വേറെ എന്തെങ്കിലും? പീസ്. മ്യൂസിക്. ഇമോഷൻ. കേരള യൂത്ത്. എക്സ്ട്രീംലി ഇമോഷൻ. ഹാപ്പിനെസ്. ലൈഫ്. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് റാപ്പിഡ് സെക്ഷൻ വിത്ത് ശബരീഷ് വർമ്മ. നിങ്ങൾ കേട്ടത് ശബരീഷിൻ്റെ ആൻസേഴ്സ് ആണ്. സോ വിൽ കണ്ടിന്യൂ. അപ്പോൾ റാപ്പിഡ് ആൻസേഴ്സ് വളരെ സിമ്പിളായിട്ടും വളരെ ഇൻ്റലിജൻറ്റുമായിട്ട് ആൻസർ ചെയ്യുന്ന ആൾക്കാർ തോന്നുന്നു. അതെ, ചിന്തിക്കണം. അതെ, ഉത്തരം മുട്ടിയിട്ടാ പറഞ്ഞതെന്ന് എനിക്കേ അറിയാം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ലൈഫൊക്കെ എങ്ങനെ പോകും? ഇറങ്ങാനുള്ള 2 പടങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതായിരിക്കും നല്ലത്. കാരണം അതൊക്കെ അവർ തന്നെ അനൗൺസ് ചെയ്തൊക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ തുടങ്ങാനിരിക്കുന്ന പടങ്ങളേ ഉള്ളൂ. പടം തുടങ്ങി. എൻ്റെ പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ വരാനുണ്ടോ? പാട്ടുകൾ എഴുത്ത് നടക്കുന്നുണ്ട്. അത് എഴുതിയത് ഇനി റിലീസ് ആവാനുണ്ട്. തൂക്കിയുടെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ആർക്കേഡോ, പുള്ളി അതിനു മുമ്പ് ഒരു പടത്തിലെ പാട്ട് ഓൾറെഡി എഴുതി, അത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആർക്കേഡോ ഒരു പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഒരു ഈ വേവിൽ കറക്റ്റ് എവിടെയായിരുന്നു എന്നുള്ള ഇതിൽ അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. കാരണം ആർക്കേഡോ ഒരു പ്രൊഡ്യൂസറായിരുന്നു, മ്യൂസിക് പ്രൊഡക്ഷനായിരുന്നു. അവർ ശ്രദ്ധിക്കുന്ന ഞാൻ പണിവാളി എന്നുള്ള പാട്ടുണ്ടല്ലോ നീരജിൻ്റെ, അയ്യോ മറ്റേ പാട്ട് കേട്ടപ്പോൾ എൻ്റെ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ രസമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആരോ നോക്കിക്കഴിഞ്ഞപ്പോൾ ആർക്കേഡോ എന്ന് പറഞ്ഞൊരു പേര് കണ്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിട്ട് രസമായിരുന്നു മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിയുടെ നമ്പറൊക്കെ മേടിച്ച്. പുള്ളി ട്രിവാൻഡ്രമാണ് ബേസിക്കലി. ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കൊളാബ് ചെയ്യണം ഇങ്ങനെ മനസ്സിൽ ഞാൻ ആലോചിച്ചിരുന്നു ഇയാളായിട്ട്. അപ്പോൾ അതിന് വേണ്ട ഇങ്ങനെ ഈ സൈഡിൽ നമ്മുടെ പെട്ടിക്കകത്ത് പിന്നെയും ബോംബുകൾ ബാക്കിയുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതി ഇങ്ങനെ വെക്കും. അപ്പോൾ അതിലെ ഒരു പാട്ട് ഞാൻ എടുത്തിട്ട് ഞാനിങ്ങനെ വെറുതെ ഇത് ഫോണിൽ തന്നെ പാടി ഇങ്ങനെ അയച്ചു കൊടുത്തു. ഞാനിത് ഇങ്ങനെ കേട്ടോ, ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട് ഞാനൊരു പടത്തിൻ്റെ ഷൂട്ടുമായിട്ട്, അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം പോയത് ഇപ്പോൾ ബിബിൻ ദാസ് ഡയറക്റ്റ് ചെയ്ത അന്താക്ഷരി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ
ഞാൻ ആർക്കേടെ കൊണ്ട് സംസാരിച്ച് എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ ഐഡിയാസ് എന്ന് പറഞ്ഞപ്പോൾ വേറെ 2 പേർക്ക് ഇതേ ഐഡിയാസ് പറഞ്ഞ് പ്രോഗ്രാം ചെയ്യാൻ കൊടുത്തിരുന്നു. ആ സാധനം അവർക്ക് കിട്ടിയില്ല എന്നുള്ള മനസ്സിലായി. ഇങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഇന്ന് സംസാരിച്ചു എന്തുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് അത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കണ്ടന്റിലേക്ക് ഞാൻ വന്നത്, അതൊക്കെ ഇങ്ങനെ പുള്ളിയെടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഒരു ജോണർ ഓഫ് മ്യൂസിക്കാണ് എനിക്ക് താല്പര്യം പറഞ്ഞ് പുള്ളി അതെല്ലാം കേട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു ഇത് അയച്ചു തന്നു. അത് ഓൾമോസ്റ്റ് 95% എൻ്റെ മനസ്സിൽ കണ്ട ഒരു ഇതായിരുന്നു. ഇപ്പോഴും ആ പാട്ട് പെട്ടിക്കാത്ത അത് എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാമെന്നുള്ള ചർച്ചകൾ ഞങ്ങൾ അതായത് 5 വർഷമായി. ഞാൻ പാൻഡമിക് കഴിഞ്ഞ് ഞാൻ എല്ലാം ഓപ്പണായി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അഭിനയിക്കാൻ പോയത് 2020 എല്ലാം ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് അഭിനയിച്ച പടമാണ് ഈ അന്താക്ഷരി വിപിൻ്റെ പടം. അന്നോട്ടേ ഞങ്ങൾ പ്ലാനിങ്ങിലുണ്ട് എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ദിവസം ഈ അങ്കിത്ത് ഇങ്ങനെ ഈ ആർക്കേടെ നമ്പർ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തു. പിന്നെ കാണുന്ന അങ്കിത്തിൻ്റെ തട്ടിൽ മറ്റേ ഈ ഇതിലെ 10 മ്യൂസീഷ്യൻസ് എന്ന് പറയുന്ന പോലെ അങ്കിത്തിൻ്റെ അടുത്ത് എപ്പോൾ പോയാലും ഇതേപോലെ പുതിയ ആൾക്കാരുണ്ടാവും അവിടെ. രസമുള്ളൊരു സഭയാണ്. വട്ടം കൂടി നിന്ന് അവിടെ ജാം ചെയ്യുക, ഭയങ്കര രസമുള്ളൊരു മ്യൂസിക് സഭയാണ്. ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്നൊരു ഇതാണ്. അവിടെ കിടക്കാറുണ്ട്. ഞാൻ 3-4 ദിവസമൊക്കെ അവിടെ തന്നെ പെറ്റ് കിടന്ന് അതിൻ്റെ ഇടയ്ക്ക് സിനിമയുടെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതാ വേണമെങ്കിൽ എഴുതി നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എഴുതി പാട്ടുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ജയ ഹേ അങ്ങനെ ഒരു ഇതാണ്. ഇങ്ങനെ പാട്ടുകൾ വർക്ക് ചെയ്യുന്ന ഒരു രസമുള്ളൊരു സഭയാണ് ആർക്കേടോ. പിന്നെ അവിടെയാണ് പിന്നെ കാണുന്നത്. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഇൻഡിപെൻഡൻറ്റ് ചെയ്യണോ, പടത്തിൽ ചെയ്യണോ, അങ്ങനെ അവസാനം പടം വന്നു. ആ പടത്തിൽ പാട്ട് എഴുതി, അത് ഇറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇത് വന്ന് വാഴ 2 പാട്ട് നാളെ സെൻസറാണ്, ഇന്നിപ്പോൾ രാത്രി പാട്ട് തീർക്കണം എന്ന് പറഞ്ഞ് എന്താ ഇത്ര ഇത് ഇന്ന് തീർത്തേ പറ്റുള്ളൂ, നമ്മൾ ഓൾറെഡി വൈകി, എല്ലാവരും പാട്ട് കൊടുത്തു, ബാക്കി 9 പേരുടെ പാട്ടും റെഡിയാണ്, നമ്മൾ മാത്രം കൊടുക്കാത്തുള്ളൂ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ ഇപ്പോഴേ പിടിച്ചു എന്നെയും കൂടി ചേർത്തിട്ട് കുറ്റം പറയും, അല്ല ഞാൻ ഇവ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഈ തൂക്കി ചുവന്ന കാര്യങ്ങളോടെ എന്നുള്ള ഐഡിയ ഓൾറെഡി തന്നെ ഫിക്സ്ഡ് ആണ്. അതേ നല്ല രസമുണ്ട്. അതങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഇതും അതിൻ്റെ സീൻസ് കാണുകയും. അതെ, നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ കേൾക്കുമ്പോൾ റീച്ച് ആകാൻ ഇതുള്ളൊരു പൊട്ടൻഷ്യലും അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി സിനിമാ പാട്ടുകൾക്കുള്ളൊരു ഒരു എന്താ പ്ലസ് ഓർ മൈനസ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതാ സിനിമയുടെ വിജയത്തിനെ കൂടി ഇത് ഹെൽപ്പും ചെയ്യും, ഇതും ചെയ്യും, ഓപ്പോസിറ്റും രണ്ടും ആവും. സിനിമ പരാജയപ്പെട്ട ഇതിൽ ഈ പാട്ടൊന്നും മാറ്റി അത് അതിൽ ഓർമ്മിപ്പിക്കല്ലേ എന്നുള്ള അവസ്ഥയിലേക്കും അപൂർവമാണ്. പാട്ടുകൾ വിജയിപ്പിച്ച ചരിത്രങ്ങളാണ് കൂടുതലും എൻ്റെ ഒരു ചെറിയ അറിവിലുള്ളതാണ്. അതാണ് കൂടുതൽ മെജോറിറ്റി അതാണ്. പക്ഷേ ഇങ്ങനെ ഒരു വശവും കൂടി ഉണ്ട്. ഇമ്പാക്ട് എനിക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളൊരു ഡെഡ്ലി കോമ്പിനേഷനാണ് ആക്ച്വലി. അൽഫോൺസ് പുത്രൻ, ശബരീഷ്, നിവിൻ പോളി, അതായത് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു കോംബോ ആണ്. അങ്ങനെ ഒരു കോംബോ പ്രതീക്ഷിക്കാം. അനൗൺസ് ചെയ്തല്ലോ ഓൾറെഡി. അൽഫോൺസ് അനൗൺസ് ചെയ്തല്ലോ, നിവിൻ പോളി ചിത്രം ഓൾറെഡി അനൗൺസ് ചെയ്തു. അപ്പോൾ അതങ്ങനെ ഒരെണ്ണം വരട്ടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇത്രയും അടിപൊളി പാട്ടുകൾ എഴുതി പാടിയ താങ്കളുടെ ഒരു ഷോ, അതായത് ശബരീഷ് ഷോ എന്ന് പറഞ്ഞ് വിനീത് ശ്രീനിവാസനൊക്കെ ചെയ്യുന്ന ഒരു ഷോ ചെയ്യാനൊക്കെ അവസരം കിട്ടിയാൽ താങ്കൾ ചെയ്യുമോ? ഉറപ്പായിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരിതാണ് സ്റ്റേജ്. എനിക്ക് എത്ര ആൾക്കാർ കൂടുന്നോ അത്രയും ഒരു ആവേശം കൂടും. കാരണം ഞാൻ സ്റ്റേജിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു ചെറുപ്പത്തിലെ തന്നെ സ്റ്റേജുകൾ ഒരുപാട് കണ്ടപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ആ റിയാക്ഷൻ അപ്പോൾ കിട്ടുകയാണ്. ഇത് പാടം നമ്മൾ വർക്ക് ചെയ്ത് പാട്ട് പാടി എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സെൻസർ ചെയ്ത് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെയ്ത ഇത് സാധനം പുറത്തേക്ക് എത്താൻ. ഇത് നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരു കാര്യം അവിടെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്. അത് പറ്റിക്കലല്ല, അത് അവർ പോലും അറിയാണ്ടാണ് കയ്യടി വരുന്നതും കാണാൻ പറ്റുന്നുണ്ട്. കാരണം ശബരീഷ് ഒരു സ്റ്റേജ് ഷോ ചെയ്യുന്നതും ശബരീഷിൻ്റെ ഈ ഹിറ്റ് പാട്ടുകൾ ഇപ്പോൾ കോൺട്രയും എല്ലാം ആൾക്കാർ വളരെയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും ഒരു ക്രൗഡും അവിടെ ഈ പറഞ്ഞ കണക്ക് ഒരു ഫുഡ് കൗണ്ടർ വിട്ടുകൊണ്ട് എനിക്ക് ഒരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ ഡേ കൂടി അതായിരിക്കാം മെയിൻ. പാട്ട് പാടിയാൽ പോരെ, അതല്ലേ ഡൈൻ ആൻഡ് ഡാൻസ് എന്ന് പറഞ്ഞതാണ്. ഡൈൻ വിത്ത് നളനും ഡാൻസ് ടു ദ ട്യൂൺ ഓഫ് ശബരീഷും വരും. കാരണം ശബരീഷിന് ഇനി നല്ല ഓഫേഴ്സ് വരും, വളരെ വലിയൊരു സ്റ്റേജ് വരും. ഈ വിനീത് ശ്രീനിവാസനും സ്റ്റീഫൻ ദേവസിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ശബരീഷ് ഷോ തന്നെ വരും. ഒരുപാട് ആഗ്രഹിക്കുന്നതും പക്ഷേ എഫേർട്ട് ഇടാറില്ല അതിന് വേണ്ടിയിട്ട്. ഞാൻ ഷോസ് ചെയ്തിട്ടുണ്ട്. വരും. താങ്കൾ ഒരു എഫേർട്ടും ഇല്ല. ഈ പോഡ്കാസ്റ്റ് ഇറങ്ങുന്നതോടുകൂടി താങ്കൾക്ക് ശബരീഷ് ഷോയുടെ ബുക്കിംഗ് ആയിരിക്കും. SV ഷോ എന്ന് വിളിക്കാം, അല്ലെ ശബരീഷ് ഷോ എന്ന് വിളിക്കാം, എങ്ങനെയും വിളിക്കാം. അതെ, അല്ലെങ്കിൽ സീൻ കോൺട്ര ഈ ഷോ എന്ന് വിളിച്ചാലോ, അതിന് പേരിട്ട് ഈ ഷോ സീൻ കോൺട്ര എന്ന് പറയുന്ന വലിയ ഫ്ലെക്സുകളൊക്കെ മെട്രോ പില്ലേഴ്സിൽ വരും. അങ്ങനെ ആ ഷോയ്ക്ക് എനിക്ക് ഫ്രണ്ട് റോയിൽ ഫ്രീ ടിക്കറ്റ് ആയിരിക്കണം. ഞാൻ നിങ്ങൾ 3-4 പേര് കാണും. എന്താ ശരത്ത, ശരിയല്ലേ?
ഞങ്ങൾ കാണും. അപ്പോൾ ഞങ്ങൾക്കുള്ള ടിക്കറ്റ് ഫ്രീ ആയിരിക്കണം. ആ സമയത്ത് ഞങ്ങൾ വിളിക്കും. ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് പറയുന്നതൊന്നുമല്ല, ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്. ഫ്രണ്ട് റോയിൽ 4 VIP സീറ്റുകൾ ഞങ്ങൾക്ക് 4 പേർക്ക്. എന്താ ജ്യോതി പോണ്ടേ? പാട്ട് കാണാൻ, ഡാൻസ് കളിക്കാനോ പോണ്ടേ? പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഡൈനിങ് കൗണ്ടർ ഞങ്ങളതായിരിക്കണം. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാട്ട് താങ്കൾ പഠിക്കുകയോ ഡാൻസ് ചെയ്യാൻ കളിച്ചോളാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുന്നു, മിസ് ചെയ്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു അങ്ങനെ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ട് മിസ്സായി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ എൻ്റെ അങ്ങനെ ഒരു വശം എക്സ്പ്ലോർ വന്നിരിക്കും. ഞാനത് കണ്ടു കഴിഞ്ഞു. അത് ഞാൻ ഈ പറഞ്ഞ കാര്യം നടക്കും. താങ്കൾ ഈ പ്രൊഫസി എഴുതി വെച്ചോ. ഷെഫ് നളൻ എൻ്റെ ഷൈൻ വിത്ത് നളൻ ഷോയിൽ പറഞ്ഞാണ്, അടുത്ത 6 മാസത്തിനകത്ത് താങ്കളുടെ ശബരീഷ് ഷോ അനൗൺസ് ചെയ്യപ്പെടും. കൊച്ചിയിലായിരിക്കും നടക്കുന്ന, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓഡിറ്റോറിയം ആയിരിക്കും. അതിൽ ഞാനും കാണും. അന്ന് ഞാൻ താങ്കൾക്ക് ഷേക്ക് ഹാൻഡ് എന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, ദിസ് ഈസ് ഹാപ്പനിങ് എന്ന്. താങ്ക് യു സോ മച്ച്. എഴുതി വെക്കണ്ട, ഇത് ഇനി കഴിഞ്ഞില്ലേ, വിഷ്വൽ ഇതുള്ള 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിറങ്ങണം. അല്ലല്ല, ഇത് ശബരീഷ് ഷോ വരും, അത് 100% വരും. എനിക്കത് കാണാൻ പറ്റും. ഞാൻ തന്നെ ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ് ആൻഡ് ഐ എം അനൗൺസിങ് ഇറ്റ് ഹിയർ. ശബരീഷ് ഷോ ഇസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഓൾ ഹിസ് ഹിറ്റ്സ്, നമ്മളുടെ പ്രിയപ്പെട്ട പ്രേമം, നമ്മളുടെ പിസ്ത, ഈ പാട്ടുകളെല്ലാം വെച്ചുകൊണ്ട് ആ ഓഡിയൻസിൻ്റെ എനർജി ലെവല് പിനാക്കിളിലെത്തിക്കുന്ന രീതിയിലായിരിക്കും ആ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. അതിൽ ഞാനൊരു വലിയ കാരണക്കാരനായിരിക്കും. അതും എഴുതി വെച്ചോ. സോ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ ഫാൻറ്റാസ്റ്റിക് കോൺവെർസേഷൻ വിത്ത് യു. യു ഹാവ് ടേക്കൺ അസ് ത്രൂ ഔട്ട് യുവർ ജേർണി. താങ്കളുടെ ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴും ഞങ്ങളുടെ നല്ല ടൈംസ്, ലൈക്ക് ഞങ്ങളുടെ കോളേജ് ടൈം കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് അവേഴ്സും എല്ലാം എൻ്റർടൈൻ ചെയ്തും നമ്മളെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്ത് ഒരു തലമുറയെ തന്നെ എൻ്റർടൈൻ ചെയ്ത് ശബരീഷിനോട് ഇത്രയും ഒരു എള്ളുണ്ടയും ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയത് എൻ്റെയും ഒരു വലിയ ഭാഗ്യമാണ്. എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? പോഡ്കാസ്റ്റ് എന്നും പറഞ്ഞ പല ഇൻ്റർവ്യൂസും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ഇതല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ചോദ്യം ഉത്തരം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ജേണി ആയിരുന്നു. ലിറ്ററലി ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 50% നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ളൂ. സ്റ്റിൽ ദിസ് ഈസ് ദ മാക്സിമം ഐ ഹാവ് എവർ കവേർഡ് സോ ഫാർ ഇൻ മൈ കരിയർ. അപ്പോൾ അത് നല്ലൊരു ഇതായിരുന്നു. ചെറിയൊരു കണ്ടുമുട്ടലിലൂടെയാണ് നമ്മളുടെ ബന്ധവും തുടങ്ങുന്നത്. അതെ അതെ അതെ. ഞാൻ അത്രയും ആൾക്കാരെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്ന് അഞ്ജിതയെടുത്ത് പറഞ്ഞത് ശബരീഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പറ്റി. കാരണം ഞാൻ ശബരീഷിനെ ഡെപ്തിൽ പഠിച്ചിട്ടില്ല ഓണസ്റ്റ്ലി. ആ സമയത്ത് ശബരീഷ് പാടും. എൻ്റെ ടീമിൻ്റെ ഡിസ്കഷനിലൂടെ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ്, ഞാൻ അങ്ങനെ ഞാൻ ചെയ്യുന്ന പോഡ്കാസ്റ്റുകളെല്ലാം ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും ശബരീഷിൻ്റെ ഒരു വൈബ് പിടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് താങ്കളുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്ത് എന്തുമാത്രം ഡെപ്തിൽ താങ്കൾ ഇത്രയും ഡീപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നെപ്പോലെ എത്ര പേർക്ക് അറിയില്ല? അതെ അതെ, പലരും ഇപ്പം മലരെ എന്നുള്ള പാട്ട് ഞാൻ എഴുതിക്കണേന്ന് പറഞ്ഞുകൂടാത്ത എത്രയോ പേരുണ്ട്. എന്നെ എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ഇപ്പോൾ തൂക്കിയും കൂടി ഒരുമിച്ച് തൂക്കി തുന്നിക്കെട്ടി എന്നല്ലാണ്ട് സീങ്കോണ്ട്ര പിസ്തയാണ് ഞാൻ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഇതെന്നുള്ളത്. പിസ്തയുടെ പാട്ടും താങ്കൾ എഴുതിയതാണെന്നുള്ളത് വളരെ അപൂർവം ആൾക്കാരൊക്കെ അറിയാവും. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 വരി അത് പാടാതെ ഇവിടുന്ന് വിടരുതെന്നാണ് ശരത്തും അഞ്ജിതയും ജ്യോതിയൊക്കെ പറഞ്ഞേക്കുന്നത്. എന്താ, ശരിയല്ലേ? മുക്കാമ്പഴം ലോട്ടെ ലാറ്റിമരുന്ന് കണക്കിന് വാറ്റിയെടുത്ത് പിസ്താസുമാ കിറാസോ മാറി ജമാക്കിറായ പിസ്താസുമാ കിറാസോ മാറി ജമാക്കിറായ ഡമാലേ ഡമാ 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 ഡമാലേ ഡമാ ഡനക്കിന കന ഡേ ഡേ ഡസ്കിന കന ഡേ ഡേ ഡണ്ടനക ഡനകനക ഡേ 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 ഡേ. ഇനി ഒരു പാട്ടുണ്ട്, ആ മലരെയും കൂടെ വേണം. കാരണം അത് താങ്കളെ ക്വസ്റ്റ്യൻ മാർക്കിൽ നിർത്തിയ ഒരു പാട്ടാണ്. അതും 2 വരി പാടിക്കൊണ്ട് we are signing out from Shine with Nalan. I believe that you guys have enjoyed this beautiful conversation and this is Shabarish Verma. മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ, അലിവോടൻ അരികത്തിന്നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ, ഞാനെൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയുന്നീ നാളിൽ തളരുന്നൊരെൻ്റെ തനുതോറും നിന്റെ അലതല്ലും പ്രണയത്താലുണരും മലരേ അഴകേ. Thank you so much. Thank you for being here. I hope that you have enjoyed the conversation. Yeah, thank you for having me. Thank you very much. ഒരുപാട് സന്തോഷം. ഹൈലൈറ്റ് ഇതാണ്, ഇതൊരു ലിറ്ററി. Some artists create content, some create memories. Tonight was not just a conversation about cinema.
It was about emotion, friendship, art, and the silence behind creativity. This reminded us that sometimes the softest voice leaves the deepest impact. This is Shine with Nalan. Stories that stay long after the lights go off. Thank you, Shabrish. Thank you for coming to Shine with Nalan. Long after the lights go off. Bye, Bye from from Shine Shine with with Nalan. Bye bye.